Hi dear students, welcome to Vector Academy where learning gets direction and magnitude. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് എന്തായിരുന്നു? 10ാം ക്ലാസ്സിലെ ബയോളജിയിലെ നമ്മളൊരു ചാപ്റ്റർ ഫസ്റ്റ് ചാപ്റ്റർ ഇന്നലെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വീഡിയോയിൽ അത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ അതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് വീഡിയോ ആണ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ലാസ്റ്റ് ചാപ്റ്റർ ഉണ്ടല്ലോ, ജീവശാസ്ത്രവും സാങ്കേതിക വിദ്യ എന്ന് പറയുന്ന ചാപ്റ്റർ. ആ പറയുന്ന ചാപ്റ്ററും അതുപോലെ തന്നെ സെക്കൻഡ് ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയയും അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസുമാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് എന്ത് ചെയ്യുക, വീഡിയോസ് ഷെയർ ചെയ്തെത്തിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ലാസ്റ്റ് ചാപ്റ്ററിൽ പ്രധാനമായിട്ട് നമുക്ക് കുറച്ച് ഏരിയ ഫോക്കസ് ചെയ്തിട്ട് മാത്രം എന്ത് ചെയ്താൽ മതി, കാര്യങ്ങൾ പഠിച്ചാൽ മതി. എപ്പോഴും ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യുന്നു, ഏറ്റവും കൂടുതൽ വെയിറ്റേജ് കുറവുള്ളൊരു ചാപ്റ്ററാണ് എന്ത് ഈ പറയുന്ന ജീവശാസ്ത്രം. അതായത് നമ്മുടെ ജനിതക എഞ്ചിനീയറിംഗ് ഒക്കെ ആയി ബന്ധപ്പെട്ട ഏറ്റവും അഡ്വാൻസ്ഡ് ടെക്നോളജീസിനെ പറ്റിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇവിടെ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ചാപ്റ്ററിൽ നമ്മൾ ഫസ്റ്റ് പഠിക്കുന്ന ഒരു ടേം എന്ന് പറയുന്നത് എന്താണ് ബയോടെക്നോളജി അല്ലെങ്കിൽ എന്താണ് ജനിതക എഞ്ചിനീയറിംഗ്. ബയോടെക്നോളജിയും ജനിതക എഞ്ചിനീയറിംഗും എന്താണെന്നുള്ള കാര്യമാണ് നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത്. അതായത് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുമ്പോൾ കുറേ തരത്തിലുള്ള ടെക്നോളജികൾ, അതായത് DNA ഫിംഗർ പ്രിന്റിങ്, ജീൻ തെറാപ്പി, അതുപോലെ റീകോമിനന്റ് DNA ടെക്നോളജി തുടങ്ങിയ മെത്തേഡുകളൊക്കെ പഠിക്കും. അതായത് ഇവിടെ ശരിക്കും എന്താ നമ്മൾ ചെയ്യുന്നത്, നമുക്ക് അതായത് ഹ്യൂമൻ ബീയിങ്സിന് മനുഷ്യന് ഉപകാരപ്രദമായ രീതിയിൽ എന്ത് ചെയ്യുന്നു, ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ സേവനങ്ങളൊക്കെ ലഭ്യമാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ആനിമൽസ് അല്ലെങ്കിൽ ജീവികളെയോ അവരുടെ ശരീരഭാഗങ്ങളെയോ ഒക്കെ എന്ത് ചെയ്യുന്നത് പ്രയോജനപ്പെടുത്തുന്ന സാങ്കേതിക വിദ്യയാണ് നമ്മൾ ജൈവ സാങ്കേതിക വിദ്യ അഥവാ ബയോടെക്നോളജി എന്ന് പറയുന്നത്. അതായത് എന്തിനാണ്, മനുഷ്യർക്ക് ഉപകാരപ്രദമായ ഉൽപ്പന്നങ്ങളും സേവനങ്ങളും ഒക്കെ ലഭ്യമാക്കുന്നതിന് വേണ്ടി എന്തിനെ പ്രയോജനപ്പെടുത്തുന്നു, ജീവികളെയോ അവയുടെ ഭാഗങ്ങളെയോ പ്രയോജനപ്പെടുത്തുന്നതിനെയാണ് എന്ത് വിളിക്കുന്നത്, ബയോടെക്നോളജി എന്ന് വിളിക്കുന്നത്. ഈ ബയോടെക്നോളജിയുടെ ഒരു ബ്രാഞ്ച് അല്ലെങ്കിൽ അതിന്റെ ഒരു ആപ്ലിക്കേഷൻ ആണ് ഈ പറയുന്ന ജനിതക എഞ്ചിനീയറിംഗ് അഥവാ ജനറ്റിക് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. ഇവിടെ എന്ത് ചെയ്യുന്നു, നമ്മളൊരു ജീവിയിൽ നിന്നും എന്ത് ചെയ്യുന്നു, നമുക്ക് ആവശ്യമായിട്ടുള്ള ജീനുകൾ കൂട്ടിച്ചേർത്തോ അല്ലെങ്കിൽ ആ ജീനുകൾ നീക്കം ചെയ്തോ എന്ത് ചെയ്യുന്നു, നമുക്ക് വേണ്ട രീതിയിൽ എന്ത് ചെയ്യുന്നു, ഒരു ജീവിയിൽ നമ്മൾ സ്വഭാവ സവിശേഷതകൾ എന്ത് ചെയ്യുന്നു രൂപപ്പെടുത്തുന്ന പ്രക്രിയയാണ് എന്ത് വിളിക്കുക, ജനിതക എഞ്ചിനീയറിംഗ് എന്ന് വിളിക്കുക. അപ്പോൾ ആ ജനിതക എഞ്ചിനീയറിംഗും ഇവിടെ കമ്പാരിസൺ ചെയ്ത് ചോദിക്കാവേ, എന്താണ് ബയോടെക്നോളജി, എന്താണ് ജനറ്റിക് എഞ്ചിനീയറിംഗ്, അതിന്റെ ഡെഫിനിഷൻ വെച്ചിട്ട് അത് തമ്മിൽ കമ്പയർ ചെയ്യാൻ വേണ്ടി ചോദിക്കാൻ വേണ്ടി സാധ്യതയുണ്ട്. അപ്പോൾ അത് രണ്ടും എന്ത് ചെയ്യുക, അതെന്താണ്, അതായത് എന്താണ് ബയോടെക്നോളജി അതുപോലെ എന്താണ് ജനറ്റിക് എഞ്ചിനീയറിംഗ് എന്ന് പഠിച്ചിരുന്നാൽ അതേ സ്റ്റേറ്റ്മെന്റ് എഴുതിയാൽ മതി, അവ കമ്പയർ ചെയ്യാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് വരുന്നൊരു ടെക്നോളജിയാണ് നമ്മൾ ഫസ്റ്റ് പഠിക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റീകോമ്പിനന്റ് DNA ടെക്നോളജി എന്ന് പറയും. റീകോമ്പിനന്റ് DNA ടെക്നോളജി, അതായത് ഫസ്റ്റ് നമ്മൾ പഠിക്കുന്ന ജനിതക എഞ്ചിനീയറിംഗ് മെത്തേഡാണ് ഈ പറയുന്ന റീകോമ്പിനന്റ് DNA ടെക്നോളജി എന്ന് പറയുന്നത്. എന്താണ് ഈ റീകോമ്പിനന്റ് DNA ടെക്നോളജി കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എനിക്ക് എന്ത് വേണം, ഒരു ബാക്ടീരിയ വേണം. ഈ ബാക്ടീരിയക്ക് എന്തിന് കഴിവുണ്ടാകണം, ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കാൻ കഴിവുണ്ടാകണം. അതായത് എനിക്കൊരു ബാക്ടീരിയനെ ഉണ്ടാക്കണം, ആ ബാക്ടീരിയക്ക് എന്ത് വേണം, ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കാനുള്ള കഴിവുണ്ടാകണം. അപ്പോൾ ഇങ്ങനെ ഒരു കാര്യം സൃഷ്ടിക്കാൻ നമുക്ക് ഏത് ടെക്നോളജി, ഈ പറയുന്ന ബയോടെക്നോളജിയിലെ ജനറ്റിക് എഞ്ചിനീയറിംഗിലൂടെ എന്ത് ചെയ്യും, സാധിക്കും. എന്ത് ചെയ്താൽ മതി, ഇപ്പോൾ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന, അതായത് മനുഷ്യരിൽ അഥവാ ഹ്യൂമൻ ബീയിങ്സിൽ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കാൻ നിർദ്ദേശം നൽകുന്ന ആരുണ്ടാകും, ജീനുകൾ ഉണ്ടാകുമല്ലോ. ഈ ജീനുകളെ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ആ ജീനുകളെ നമ്മൾ എന്ത് ചെയ്തു, കട്ട് ചെയ്തെടുത്ത് ബാക്ടീരിയയുടെ ജീനുമായിട്ട് സംയോജിപ്പിച്ചു കഴിഞ്ഞാൽ ആ ബാക്ടീരിയക്ക് എന്തിനുള്ള കഴിവ് ലഭിക്കും, ഈ പറയുന്ന ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കാനുള്ള കഴിവ് ലഭിക്കും. അപ്പോൾ ഈ ഒരു മെത്തേഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, റീകോമ്പിനന്റ് DNA ടെക്നോളജി ഉപയോഗിക്കുന്നത്. അതായത് രണ്ടോ അതിലധികമോ വ്യത്യസ്ത ജീവികളിൽ നിന്നുള്ള DNA ഭാഗങ്ങൾ ഒന്നിച്ചു ചേർത്ത് എന്ത് ചെയ്യുന്നു, റീകോമ്പിനന്റ് DNA സാങ്കേതിക വിദ്യ നമ്മൾ ഉപയോഗപ്പെടുത്തുകയാണ്. ഇവിടെ നമ്മൾ പറഞ്ഞ ഇവിടെ രണ്ട് ജീവികൾ ഒന്ന് മനുഷ്യനാണ്. മനുഷ്യനിലെ ഏത് ജീനുകൾ, ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കാൻ കഴിവുള്ള ജീനുകളെ നമ്മൾ ബാക്ടീരിയയിലേക്ക് എന്ത് ചെയ്യുന്നു, അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ബാക്ടീരിയക്ക് എന്തിനുള്ള കഴിവ് ലഭിക്കുന്നു, ഈ പറയുന്ന ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കാനുള്ള കഴിവ് ലഭിക്കുന്നു. അപ്പോൾ ഈ രീതിയിൽ ചെയ്യുന്ന മെത്തേഡിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, റീകോമ്പിനന്റ് DNA ടെക്നോളജി. അപ്പോൾ ഈ റീകോമ്പിനന്റ് DNA ടെക്നോളജി പഠിക്കുമ്പോൾ നമ്മൾ പ്രധാനമായിട്ട് പഠിക്കേണ്ടത് അതായത് നമുക്കവിടെ അതിനെ കട്ട് ചെയ്തെടുക്കണമെങ്കിൽ എന്ത് വേണം, ഒരു ജൈവ കത്രിക വേണം. ആ ജൈവ കത്രികയുടെ പേരെന്താണ്, അപ്പോൾ അതിൻ്റെ മെത്തേഡുകളാണ് നമ്മൾ ഇനി എങ്ങനെയാണ് റീകോമ്പിനന്റ് DNA ടെക്നോളജി ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇനി പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, ഇപ്പം നമുക്ക് എന്ത് വേണമെന്ന് പറഞ്ഞു, ഇപ്പം ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ജീനാണ് വേണ്ടത്. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു, മനുഷ്യരിൽ നിന്നും എന്ത് ചെയ്യുന്നു, ഈ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കാൻ നിർദ്ദേശം കൊടുക്കുന്ന ജീൻ ഉണ്ടാവും. ഈ ജീനിനെ എന്ത് ചെയ്തു, കട്ട് ചെയ്തെടുത്തു.
അപ്പോൾ കട്ട് ചെയ്തെടുക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ശരിക്കും ഒരു കത്രിക വേണമല്ലോ. നമ്മൾ സാധാരണ സാധനങ്ങൾ മുറിക്കുമ്പോൾ ഒരു കത്രിക വേണം. അപ്പോൾ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ജൈവ കത്രികയാണ് ഇത് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് എന്ന് പറയും. റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് എന്ന് പറയുന്ന ജൈവ കത്രിക ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന DNA കട്ട് ചെയ്തെടുക്കുന്നത്. അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? രണ്ട് ജീവികളുടെ ആണല്ലോ നമ്മളിവിടെ കൂട്ടിച്ചേർക്കുന്നത്. ബാക്ടീരിയയിലെ പ്ലാസ്മിഡ്, അതായത് ഒരു പ്രത്യേകതരം DNA മോളിക്യൂളാണ് ബാക്ടീരിയയിൽ കാണുന്നത്, അതാണ് പ്ലാസ്മിഡ്. ഈ പ്ലാസ്മിഡിൽ എന്ത് ചെയ്യുന്നു? ഒരു ഭാഗവും കട്ട് ചെയ്തെടുക്കുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? മനുഷ്യരിൽ നിന്നും എന്താണ്? ഒരു ജീനിൻ്റെ ഒരു ഭാഗം കട്ട് ചെയ്തെടുത്തു. അതുപോലെ തന്നെ ബാക്ടീരിയയിൽ നിന്നും എന്താണ്? ഒരു പ്രത്യേകതരം എന്താണ്? പ്ലാസ്മിഡിൻ്റെ ഒരു ഭാഗം കട്ട് ചെയ്തെടുത്തു. ഇതിനെ രണ്ടിനെയും കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒട്ടിച്ച് ചേർക്കുന്നു. എന്ത് ചെയ്യുന്നു? ഇതിനെ നമ്മൾ രണ്ടിനെയും കൂടി എന്ത് ചെയ്യുന്നു? കൂട്ടിച്ചേർക്കുന്നു. ആ കൂട്ടിച്ചേർക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മളൊരു ജനിതക പശ ഉപയോഗിക്കും. അതിന് എന്താണ്? ലിഗേസ് എൻസൈം എന്ന് പറയുന്ന പശയാണ് നമ്മൾ അതിനായിട്ട് ഉപയോഗിക്കുന്നത്. ലിഗേസ് എന്ന് പറയുന്ന എൻസൈമാണ് നമ്മളിവിടെ എന്തായിട്ട് ഉപയോഗിക്കുന്നത്? പശയായിട്ട് എന്ത് ചെയ്യുന്നത്? ഒട്ടിക്കുന്നത്. എന്നിട്ട് അതിനെ രണ്ടിനോടെ കൂട്ടിച്ചേർത്തിട്ട് എന്തായിട്ട് മാറ്റും? നമ്മൾ വെക്ടറായിട്ട്, അഥവാ മുറിച്ചെടുത്ത മനുഷ്യ ജീനിനെ എന്ത് ചെയ്യുന്നു? പ്ലാസ്മിഡിൽ കൂട്ടിച്ചേർക്കുന്നു. എന്നിട്ട് നമുക്ക് ഏത് കോശത്തിലാണോ ഇത് ആവശ്യമായിട്ടുള്ളത്, ഏതിൻ്റെ കോശത്തിലേക്കാണോ ആവശ്യമായിട്ടുള്ളത് അതിൻ്റെ കോശത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നു. ഈ ഒരു രീതിയാണ് എന്തെന്ന് പറയുന്നത്? റീകോമിനൻ്റ് DNA ടെക്നോളജി. അപ്പോൾ റീകോമിനൻ്റ് ആണ്. അപ്പോൾ രണ്ടെണ്ണത്തിനെ ഇവിടെ പ്രയോജനപ്പെടുന്നുണ്ട്. അതായത് ഏതൊക്കെ ഉണ്ടായിരിക്കും? അതായത് ഇവിടെ എടുക്കുന്ന രണ്ട് ജീവികൾ, അപ്പോൾ രണ്ട് ജീവികളുടെ ജീനിനെ പരസ്പരം കൂട്ടിച്ചേർക്കുന്നു എന്ന് ഓർത്താൽ മതി. ഇവിടെ ഏതൊക്കെയാണ്? മനുഷ്യനിലെ എന്ത് ചെയ്യുന്നു? DNA ഒരു ഭാഗം, അതാണ് ജീനിനെ എന്ത് ചെയ്തു? കട്ട് ചെയ്തെടുക്കുന്നു. അതുപോലെ തന്നെ എന്താണ്? ബാക്ടീരിയയിലെ പ്ലാസ്മിഡിനെയും കട്ട് ചെയ്തെടുക്കുന്നു. ആ കട്ട് ചെയ്യാൻ എടുക്കുന്ന ആളുടെ പേര് പഠിച്ചു നോക്കണം. എന്താ? റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ്. അതിനെ ജൈവ കത്രിക എന്ന് വിളിക്കുന്നു. അതും എന്ത് ചെയ്യുന്നു? പിന്നെ ബാക്ടീരിയയിലെ പ്ലാസ്മിഡുമായിട്ട് കൂട്ടിച്ചേർത്ത് നമ്മൾ ഒട്ടിക്കും. അപ്പോൾ ഒട്ടിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന പശയാണ് ഇത് ലിഗേസ് എൻസൈം എന്ന് പറയുന്ന പശ. എന്നിട്ട് നമുക്ക് ഏതാണോ കോശത്തിലാണോ ഇത് ആവശ്യമുള്ളത് അതിലേക്ക് എന്ത് ചെയ്യുന്നു? ഇതിനെ പ്രയോജനപ്പെടുത്തുകയാണ്. അതായത് ഇപ്പോൾ വേണം എന്താ? ഇപ്പോൾ മുമ്പേ പറഞ്ഞ പോലെ ബാക്ടീരിയ, ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന ബാക്ടീരിയ നിർമ്മിക്കാനൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു മെത്തേഡ് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ ചിത്രം ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോ പാർട്ടുകളും അവിടെ നടക്കുന്ന ഓരോന്നും ഏതാണെന്നുള്ള കാര്യം എന്ത് ചെയ്യണം? അവിടെ പഠിച്ചു വെക്കേണ്ടതാണ്. അതേപോലത്തെ മറ്റൊരു മെത്തേഡാണ് ഏത്? നമ്മുടെ CRISPR-Cas9 എന്ന് പറയും. നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ജീൻ എഡിറ്റിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള, ജീൻ എഡിറ്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന ഒരു സാങ്കേതിക വിദ്യയാണ് ഇത് CRISPR-Cas9 എന്ന് പറയുന്ന സാങ്കേതിക വിദ്യ. ഓക്കെ, ഞാനിപ്പോൾ എന്താണ് CRISPR-Cas9 ഇപ്പോൾ എളുപ്പത്തിലൊരു കാര്യം പറയാം. ഇവിടെ നോക്കിയേ, ഇവിടെ ഞാൻ കോഡ് കൊടുത്തിട്ടുണ്ട്. എന്താ? ദ ക്യാറ്റ് ഈസ് ബ്ലാക്ക് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ്, അതൊരു സീക്വൻസ് ഓഫ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ഇവിടെ ബ്ലാക്ക് എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്നത് എന്താണ്? തെറ്റാണ് അല്ലേ? ശരിക്കും ബ്ലാക്കിൻ്റെ സ്പെല്ലിംഗ് എന്താ? BLACK ആണ് ബ്ലാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യണം? ഈ ഇത്രയും ഭാഗം എഡിറ്റ് ചെയ്താലേ ഈ സെൻറ്റൻസ് കറക്റ്റ് ആവുള്ളൂ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു? ഇവിടെ ബ്ലാക്ക് എന്ന് പറയുന്നത് തെറ്റാണെന്ന് ഞാൻ കണ്ടുപിടിച്ചു. അതായത് ഇത് ഞാൻ ഫൈൻഡ് ചെയ്തു. എന്താണ്? ഈ പറയുന്ന ബ്ലാക്ക് എന്ന് പറയുന്നത് തെറ്റാണ്. അപ്പോൾ ഞാൻ അതിനെ കട്ട് ചെയ്ത് മാറ്റി, അവിടുന്ന് കട്ട് ചെയ്ത് മാറ്റി. പകരം കറക്റ്റ് കോഡായിട്ടുള്ള ഏത്? BLACK എന്ന് പറയുന്ന കോഡ് അവിടെ എഡിറ്റ് ചെയ്തു. അപ്പോൾ സെൻറ്റൻസ് എങ്ങനെയായിട്ട് മാറി? ദ ക്യാറ്റ് ഈസ് ബ്ലാക്ക് എന്നായി. എന്ന് വെച്ചാൽ അവിടെ സെൻറ്റൻസ് കറക്റ്റായി. ഇത് ഈ ഒരു കാര്യമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? CRISPR-Cas9 എന്ന് പറയുന്ന സാങ്കേതിക വിദ്യയിൽ ചെയ്യുന്നത്. അതായത് ഇപ്പം നമ്മുടെ മനുഷ്യരിലെ DNA സീക്വൻസുകളിൽ ചില തകരാറ് മൂലമോ അല്ലെങ്കിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് മൂലം എന്ത് ചെയ്യുന്നുണ്ട്? ചില ജീനുകളിൽ പ്രശ്നം ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അതിൻ്റെ കോഡിൽ എന്തെങ്കിലും പ്രശ്നമുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുന്നു? അത് നമുക്ക് എഡിറ്റ് ചെയ്ത് മാറ്റണം. അതാണ് ശരിക്കും എന്ത് ചെയ്യുന്നത്? CRISPR-Cas9 എന്ന് പറയുന്ന മെത്തേഡിൽ ചെയ്യുന്നത്. അപ്പോൾ അതിന് നമ്മളെ സഹായിക്കുന്ന ഒരു RNA ഉണ്ട്. ഓരോന്നും പഠിച്ചു വെക്കുക. gRNA അല്ലെങ്കിൽ ഗൈഡ് RNA എന്ന് പറയും. ഇവിടെ ബ്ലാക്ക് എന്ന് പറയുന്നത് തെറ്റാണെന്ന് ഞാൻ കണ്ടെത്തിയല്ലോ. ആ കണ്ടെത്താൻ സഹായിക്കുന്ന ആളാണ് ആര്? gRNA. അതായത് നമ്മുടെ DNA സീക്വൻസിൽ എവിടെയാണ് തെറ്റ് എന്നുള്ള കാരണം ലൊക്കേറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ആളാണ് ആര്? gRNA. ഈ ചിത്രം നോക്കണം. ഈ ചിത്രത്തിൽ ഈ കൊടുത്തിരിക്കുന്ന പാർട്ടാണ് എന്ത്? gRNA എന്ന് പറയുന്നത്. ഇതാണ് gRNA. ഭാഗം അടയാളപ്പെടുത്താൻ വേണ്ടി ചോദിക്കുന്നതാണ്. ഇത് എന്താണ്? gRNA ആണ്. ഈ ഭാഗം, ഈ മുകളിലോട്ട് നിൽക്കുന്ന വയലറ്റ് കളറിൽ കാണപ്പെടുന്നതാണ് gRNA. അതെന്ത് ചെയ്യും? എവിടെയാണ് DNAയുടെ സീക്വൻസിൽ തെറ്റെന്ന് നമുക്ക് എന്ത് ചെയ്യും? പറഞ്ഞു തരും. അപ്പോൾ തെറ്റ് എവിടെയാണെന്ന് നമുക്ക് കിട്ടിയല്ലോ. കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? അതിനെ അവിടുന്ന് മാറ്റിയിട്ട് പുതിയ ആളെ ചേർക്കണം. അപ്പോൾ അതിനെ മുറിച്ച് മാറ്റണമല്ലോ. അതായത് അത്രയും കോഡിനെ എനിക്ക് അവിടുന്ന് എന്ത് ചെയ്യണം? മുറിച്ച് മാറ്റണം, അഥവാ കട്ട് ചെയ്ത് മാറ്റണം. അപ്പോൾ അതിന് സഹായിക്കുന്ന എൻസൈമാണ് ഏതെന്ന് പറയുന്നത്? Cas9 എന്ന് പറയുന്ന എൻസൈം. എന്താണ്? Cas9. അതാണ് ഇത്രയും ഒരു യെല്ലോ ഓറഞ്ച് ഷെയ്ഡിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ Cas9 എന്ന് പറയുന്ന എൻസൈം അവിടേക്ക് എത്തും. അതായത് ഗൈഡ് RNA പറയുന്നു ഇവിടെ ഒരു സീക്വൻസിൽ തെറ്റ് കാണുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്തു? Cas9 എന്ന് പറയുന്ന എൻസൈം അവിടെ എത്തി അത്രയും ഭാഗത്തെ എന്ത് ചെയ്തു? മുറിച്ച് മാറ്റിയിട്ട് പകരം നമുക്ക് എന്ത് ചെയ്യും? നമുക്ക് ഏത് കോഡാണ്? നമുക്കറിയാം എങ്ങനെയാണ് കോഡ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്? നൈട്രജൻ ബേസുകളാണ്. അതായത് അഡിനിൻ, തൈമിനും അതുപോലെ ഗ്വാനിൻ, സൈറ്റോസിനും പെയർ ചെയ്യുന്നതിൻ്റെ ഫലമായിട്ടാണ്.
നമ്മൾ ആ മ്യൂട്ടേഷൻ്റെ പഠിക്കുന്ന സമയത്ത് ആ ചിത്രം കാണിച്ച് ഓർത്തുണ്ടാവും. അതിങ്ങനെ പല രീതിയിൽ കോഡ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഓരോ നിർദ്ദേശങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ ഇതിൽ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, നമുക്ക് എഡിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനെ എഡിറ്റ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ആവശ്യമില്ലാത്ത ഗുണം നീക്കം ചെയ്യാനോ എന്ന് വെച്ചാൽ ഒഴിവാക്കാനോ എന്തെങ്കിലും പുതിയ ഗുണങ്ങൾ നമുക്ക് ആഡ് ചെയ്യാനോ എന്ത് ചെയ്യും പറ്റും. ഇവിടെ പഠിക്കേണ്ട കാര്യം എന്താ, ജീൻ എഡിറ്റിങ്ങിന് ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് ക്രിസ്പർ കാസ്9 ടെക്നോളജി എന്ന് പറയുന്നത്. അപ്പം എവിടെയാണോ തെറ്റുള്ളത്, DNA സീക്വൻസിൽ തെറ്റുള്ളത്, അത് തിരിച്ചറിയാൻ സഹായിക്കുന്നത് നമ്മളെ gRNA ആണ്. ആ തിരിച്ചറിഞ്ഞ സാധനത്തെ കട്ട് ചെയ്യാൻ സഹായിക്കുന്നത് Cas9 എന്ന് പറയുന്ന എൻസൈം ആണ്. അത് ഓർത്തിരിക്കുക. അതുവഴി നമുക്ക് എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ആ നൈട്രജൻ ബേസുകളുടെ കോഡുകൾ എഡിറ്റ് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഗുണങ്ങൾ കൂട്ടിച്ചേർക്കാനോ അല്ലാത്തവ എന്ത് ചെയ്യാനോ പറ്റും, നീക്കം ചെയ്യാനോ പറ്റും. ഈ ചിത്രം ഓർത്തിരിക്കണം. ചിത്രം കാണുമ്പോഴേ അത് ക്രിസ്പർ സാങ്കേതിക വിദ്യയാണ്, ടെക്നോളജി ആണെന്നുള്ള കാര്യം ഓർമ്മ വരണം. അതിൽ ലക്ഷ്യ RNA ഏതാണെന്നും gRNA ഏതാണെന്നും Cas9 ഏതാണെന്നും കൃത്യമായിട്ട് എന്ത് ചെയ്യണം, മനസ്സിലാക്കി വെക്കണം. ഓക്കെ, നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ജീൻ തെറാപ്പിയാണ്. ഞാൻ ആ ചിത്രം ആഡ് ചെയ്തിട്ടില്ല. പേജ് നമ്പർ, ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 174 കൂടി നോക്കണം ഇത് കേൾക്കുന്ന സമയത്ത്. എന്താണ് ജീൻ തെറാപ്പി എന്ന് പറഞ്ഞാൽ? ജീൻ തെറാപ്പിയിൽ എന്താ ചെയ്യുന്നത്? ഇപ്പം നമ്മൾ സിക്കിൾ സെൽ അനീമിയ എന്ന് പറയുന്ന ഒരു രോഗം പഠിച്ചിട്ടുണ്ട്, ഓർക്കുന്നുണ്ടോ? സിക്കിൾ സെൽ അനീമിയ. എന്തായിരുന്നു സിക്കിൾ സെൽ അനീമിയ എന്ന് പറഞ്ഞാൽ? നമ്മുടെ ഈ പറയുന്ന എന്താണ് രക്തകോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ജീനിൻ്റെ തകരാറ് മൂലം നമ്മുടെ എന്താണ് ഹീമോഗ്ലോബിൻ ശരിക്കും ഇങ്ങനെ റൗണ്ട് ആകൃതിയിലാണ്. അതിന് പകരം അത് വളഞ്ഞ് അരിവാളിൻ്റെ ഷേപ്പിലേക്ക് മാറുന്ന ആകൃതിയാണ് ആ രോഗമാണ് സിക്കിൾ സെൽ അനീമിയ എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ അത് ഉൽപ്പാദിപ്പിക്കുന്ന ജീനിൻ്റെ തകരാറ് മൂലമാണ് അത് സംഭവിക്കുന്നത്. ആ ജീനിനെ, അതായത് ആ ജീനിന് എന്തോ പ്രശ്നമുണ്ട്, അതുകൊണ്ട് റൗണ്ട് ഷേപ്പിന് പകരം അരിവാളിൻ്റെ ഷേപ്പിലേക്ക് എന്ത് ചെയ്യുന്നു, സിക്കിൾ സെൽഡായിട്ട് അത് മാറുന്നതാണ്. അപ്പം നമുക്ക് ആ ജീനിനെ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ജീനിൽ ആ മാറ്റം വരുത്തി കഴിഞ്ഞാൽ ആ രോഗം നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ക്യൂർ ചെയ്യാൻ വേണ്ടി പറ്റുമല്ലോ. അതാണ് ശരിക്കും ജീൻ തെറാപ്പിയിൽ ചെയ്യുന്നത്. അതായത് നമ്മുടെ ജീനുകൾക്ക് എന്തെങ്കിലും തകരാറുണ്ടെങ്കിൽ ആ തകരാറുള്ള ജീനിനെ നമ്മൾ നീക്കം ചെയ്തിട്ട് എന്ത് ചെയ്തു, പ്രവർത്തനക്ഷമമായ ആക്റ്റീവായിട്ടുള്ള നല്ല ജീനുകളെ നമ്മുടെ ശരീരത്തിൽ എത്തിക്കുന്ന ആ രീതിയാണ് ഇത് ജീൻ തെറാപ്പി എന്ന് പറയും. നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ സ്റ്റെം സെൽ അല്ലെങ്കിൽ വിത്ത് കോശം എന്ന് പറഞ്ഞിട്ടുണ്ടാവും അല്ലേ? എന്താ ഈ വിത്ത് കോശം എന്ന് പറഞ്ഞാൽ? വിത്ത് എന്ന് പറഞ്ഞാൽ സസ്യമാകുന്നല്ലേ? അപ്പം അതേപോലെ തന്നെ എല്ലാ തരം കോശങ്ങളായിട്ട് മാറാൻ കഴിവുള്ള തരം കോശങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുക, വിത്ത് കോശങ്ങൾ എന്ന് വിളിക്കും. ഈ വിത്ത് കോശങ്ങളെ കേന്ദ്രീകരിച്ച് അല്ലെങ്കിൽ സ്റ്റെം സെല്ലുകളെ കേന്ദ്രീകരിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ജീൻ തെറാപ്പി എന്ത് ചെയ്യുന്നത്. അപ്പോൾ സ്റ്റെം സെല്ലുകൾ, അതായത് ഇപ്പോൾ എന്ത് ചെയ്യുന്നു, ഒരാൾക്ക് സിക്കിൾ സെൽ അനീമിയ എന്ന് പറയുന്ന രോഗമുണ്ട്. അയാളുടെ സ്റ്റെം സെല്ല് അയാളുടെ അസ്ഥി മജ്ജയിൽ നിന്നും എന്ത് ചെയ്യുന്നു, നമ്മൾ കളക്ട് ചെയ്യുന്നു. ആ സ്റ്റെം സെല്ലിന് എന്ത് കഴിവുണ്ട്, എല്ലാത്തരം കോശങ്ങളായിട്ട് മാറാൻ കഴിവുണ്ട്. അപ്പോൾ അതിനെ എന്ത് ചെയ്യുന്നു, നമ്മൾ കളക്ട് ചെയ്യുകയും ലാബിൽ വെച്ചിട്ട് അതിനെ ഗ്രോ ചെയ്യിക്കുന്നു. എന്ന് വെച്ചാൽ എന്താണ്, കൾച്ചർ ചെയ്തിട്ട് അതിൻ്റെ എണ്ണം കൂട്ടും. എന്നിട്ട് എന്ത് ചെയ്യുന്നു, അതിലേക്ക് ഈ പറയുന്ന പ്രവർത്തനക്ഷമമായ ആക്റ്റീവായിട്ടുള്ള, ഇപ്പം എന്താണ് ഈ പറയുന്ന ഹീമോഗ്ലോബിൻ ഉൽപ്പാദിപ്പിക്കുന്ന ജീനിന് എന്തോ തകരാറുണ്ട്. അപ്പോൾ അതിന് പകരം ആ തകരാറ് മാറ്റാൻ വേണ്ടിയിട്ട് എന്താണ്, ആക്റ്റീവായിട്ടുള്ള ഹീമോഗ്ലോബിൻ ഉൽപ്പാദിക്കാൻ കഴിവുള്ള ജീനുകളെ നമ്മൾ എന്ത് ചെയ്യും, ഈ വിത്ത് കോശങ്ങളുള്ളിലേക്ക് ചേർക്കും. എന്നിട്ട് ആ വിത്ത് കോശങ്ങൾ തിരിച്ച് ആരുടെ ശരീരത്തേക്ക് കയറ്റിവിടും, ഈ പറയുന്ന രോഗിയുടെ ശരീരത്തേക്ക് കയറ്റിവിടും. ആ കോശങ്ങൾക്ക് എന്തിനുള്ള കഴിവുണ്ട്, എല്ലാത്തരം കോശങ്ങളെ ഉൽപ്പാദിപ്പിക്കാനുള്ള അല്ലെങ്കിൽ മാറാനുള്ള കഴിവുണ്ട്. അവരെന്ത് ചെയ്യും, ഹീമോഗ്ലോബിൻ ഉൽപ്പാദിപ്പിക്കുകയും ആ രോഗം എന്ത് ചെയ്യും, പരിഹരിക്കുകയും ചെയ്യും. ഇതാണ് ഏറ്റവും സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ജീൻ തെറാപ്പി എന്ന് പറഞ്ഞാൽ. അതായത് ജീനുകൾക്ക് തകരാറ് മൂലം നമുക്കുണ്ടാകുന്ന രോഗങ്ങളെ ക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മെത്തേഡാണ് ജീൻ തെറാപ്പിയാണ്. അപ്പോൾ എന്ത് ചെയ്തു, ജീനുകളുടെ തകരാറ് മാറ്റി പകരം എന്താണ്, പ്രവർത്തനക്ഷമമായ ജീനുകളെ എന്ത് ചെയ്യുന്നു, തിരിച്ച് രോഗിയുടെ ശരീരത്തിലേക്ക് എത്തിക്കുന്നു. അതിനായിട്ട് എന്ത് ചെയ്യുന്നു, അസ്ഥി മജ്ജയിൽ നിന്ന് വിത്ത് കോശങ്ങൾ അഥവാ സ്റ്റെം സെല്ലുകളെ കളക്ട് ചെയ്യുന്നു. അതിലേക്ക് ആക്റ്റീവായിട്ടുള്ള അല്ലെങ്കിൽ പ്രവർത്തനക്ഷമമായിട്ടുള്ള ജീനുകളെ എന്ത് ചെയ്യുന്നു, ചേർക്കുന്നു. അങ്ങനെ ജീനുകൾ ചേർത്ത് കഴിയുമ്പോൾ ഈ വിത്ത് കോശങ്ങൾ സ്റ്റെം സെൽ എന്ത് ചെയ്യാൻ തുടങ്ങും, ഈ പറയുന്ന കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങും. അങ്ങനെ ഉൽപ്പാദിപ്പിക്കാൻ ശേഷിയുള്ള സ്റ്റെം സെല്ലുകളെ, വിത്ത് കോശങ്ങളെ തിരിച്ച് രോഗിയുടെ ശരീരത്തിലേക്ക് കടത്തി വിടുകയും അവരുടെ രോഗം പരിഹരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ എന്താണ്, അത് ഒഴിവാക്കാൻ വേണ്ടി സഹായിക്കുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആണല്ലോ എന്താണ് ജീൻ തെറാപ്പി എന്ന് പറയുന്നത്. ഞാനിവിടെ പറഞ്ഞു പേജ് നമ്പർ 174. ഇത് പഠിക്കുന്നതിൻ്റെ കൂടെ, ഇത് കേൾക്കുന്നതിൻ്റെ കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം, അതും കൂടി എടുത്തു വെച്ചിട്ട് ഒന്ന് വായിച്ചു നോക്കണം. ഓക്കെ, നെക്സ്റ്റ് മെത്തേഡ് എന്താണ്, നമ്മുടെ ബയോടെക്നോളജിയിൽ യൂസ് ചെയ്യുന്ന ഒന്നാണ് ഇത് DNA ഫിംഗർ പ്രിൻറ്റിംഗ് എന്ന് പറയും. അതായത് കുറ്റകൃത്യങ്ങൾ തെളിയിക്കാനും അതുപോലെ പിതൃത്വം, അതായത് എന്ത് ചെയ്യുന്നു, ഇപ്പം എന്താണ്
ഭാര്യയും ഭർത്താവും തമ്മിൽ എന്താണ് കുട്ടികളുടെ പേരിലൊക്കെ തർക്കങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അവരുടെ പിതൃത്വം തെളിയിക്കാനൊക്കെ നമ്മൾ ഈ പറയുന്ന DNA ഫിംഗർ പ്രിൻ്റ് എന്ന് പറയുന്ന എന്താണ് മെത്തേഡ് യൂസ് ചെയ്യാറുണ്ട്. നമുക്കറിയാം, അതായത് കുറ്റകൃത്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് വിരലടയാളം ശേഖരിക്കാറുണ്ട് അല്ലേ. ഫോറൻസിക് ആയിട്ടുള്ള ആൾക്കാർ വന്നിട്ട് അവിടുന്ന് വിരലടയാളം ശേഖരിക്കാറുണ്ട്. എന്തിനു വേണ്ടി അത് ചെയ്യുന്നത്? വിരലടയാളം, ഒരാളുടെ വിരലടയാളം എന്ന് പറഞ്ഞാൽ യുണീക്ക് ആയിട്ടൊന്നാണ്. അതുപോലെ ഒരാൾക്കും എന്തുണ്ടായിരിക്കില്ല, ലോകത്ത് വിരലടയാളം ഉണ്ടായിരിക്കില്ല. അപ്പോൾ അത് വ്യക്തികളെ വേർതിരിച്ചറിയാൻ എന്ത് ചെയ്യും, ഈ പറയുന്ന വിരലടയാളം ഫിംഗർ പ്രിന്റുകൾ സഹായിക്കും. അതേപോലെ തന്നെയാണ് എന്ത് DNA കേസും. നമുക്കറിയാം, മനുഷ്യന്റെ കേസിൽ DNAക്ക് എന്താണ്, ഒരു ചുറ്റുഗോവണി മാതൃകയാണ്. അതിന്റെ എന്താണ്, പടികളായിട്ട് നൈട്രജൻ ബേസുകൾ കാണപ്പെടുന്നു, ഇഴകളായിട്ട് ഫോസ്ഫേറ്റുകൾ കാണുന്നതൊക്കെ നമ്മൾ പഠിച്ചു. അതായത് ലോകത്തെ മനുഷ്യരെടുക്കുകയാണെങ്കിൽ അവരുടെ എല്ലാം DNA നിങ്ങൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഒരു 99.9% എല്ലാവർക്കും DNAയിൽ എന്തായിരിക്കും, മിക്ക കാര്യങ്ങളും ഒരേപോലെ ആയിരിക്കും. പക്ഷേ അവിടെ എന്തുണ്ട്, ഒരു വളരെ 0.1% അവിടെ എന്തുണ്ട്, ഒരു ഡിഫറൻസ് ഉണ്ട്. 0.1% എന്ത് ചെയ്യുന്നുണ്ട്, ഒരു വ്യത്യാസമുണ്ട്. ഈ വ്യത്യാസങ്ങൾ കമ്പയർ ചെയ്തിട്ട് വ്യക്തികളെ തിരിച്ചറിയാൻ സഹായിക്കുന്ന ഒരു മെത്തേഡാണ് ഇത് DNA ഫിംഗർ പ്രിന്റ്. അതായത് ലോകത്തിലെ 99.9% ആൾക്കാരെടുത്താലും അവരുടെ DNAകൾ സമാനമാണ്. എന്ന് വെച്ചാൽ സ്ട്രക്ചർ, കോഡിംഗ് ഒക്കെ ഏകദേശം ഒരേപോലാണ്. പക്ഷെ ഒരു 0.1% ഓരോരോ വ്യക്തികൾ തമ്മിൽ എന്തുണ്ട്, ഒരു ഡിഫറൻസ് ഉണ്ട്. ഈ ഡിഫറൻസ് മനസ്സിലാക്കി എന്ത് ചെയ്യുന്നു, വ്യക്തികളെ തിരിച്ചറിയാൻ സഹായിക്കുന്ന ഒരു മെത്തേഡാണ് ഇത് DNA ഫിംഗർ പ്രിന്റ്. നമുക്ക് DNA എന്ന് പറഞ്ഞാൽ അറിയാം, DNAയുടെ അടിസ്ഥാന നിർമ്മാണ ഘടകം, ഫണ്ടമെന്റൽ ബിൽഡിംഗ് ബ്ലോക്ക് എന്ന് പറയുന്ന ആരായിരുന്നു, ന്യൂക്ലിയോടൈഡുകളല്ലേ. ന്യൂക്ലിയോടൈഡുകൾ, ഈ ന്യൂക്ലിയോടൈഡുകളുടെ ക്രമീകരണത്തിലാണ് എന്തുണ്ടാവുക, വ്യക്തികൾ തമ്മിൽ വ്യത്യാസം ഉണ്ടാവുക. അപ്പം എന്ത് ചെയ്യുന്നു, DNA ഒരാളുടെ നമുക്ക് രക്തമോ അയാളുടെ കോശമോ ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് DNA നമുക്ക് എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ആ DNAയിൽ നിന്നും അവരുടെ ന്യൂക്ലിയോടൈഡിൻ്റെ എന്താണ് സ്ട്രക്ചറുകൾ, അതിൻ്റെ പാറ്റേൺ നോക്കി ആ ന്യൂക്ലിയോടൈഡുകളുടെ ക്രമീകരണത്തിലെ വ്യത്യാസങ്ങൾ മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യുന്നു, വ്യക്തികളെ തിരിച്ചറിയുന്ന മെത്തേഡാണ് ഇത് DNA ഫിംഗർ പ്രിന്റ്. കുറ്റകൃത്യങ്ങളിലൊക്കെ എന്ത് ചെയ്യാറുണ്ട്, പ്രധാനമായിട്ടും ഇത് പ്രയോജനപ്പെടുത്താറുണ്ട്. ഇനി നമ്മളിപ്പോൾ ഒരു കാര്യം പറയുകയാണെങ്കിൽ, ഇപ്പം സഹോദരങ്ങൾ തമ്മിൽ, അതുപോലെ തന്നെ അച്ഛനും മക്കളും തമ്മിൽ, അല്ലെങ്കിൽ അമ്മയും മക്കളും തമ്മിലൊക്കെ എന്തുണ്ടാറുണ്ട്, ഈ DNAയിൽ എന്തുണ്ട്, സമാനതകൾ കാണിക്കാറുണ്ട്. അതിൻ്റെ ഒരു കമ്പാരിസൺ ഇവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് സ്കൂളിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവും വിചാരിക്കുന്നു. അതായത് എന്താണ്, ഇപ്പം മാതാവും പിതാവും ആക്കിയാൽ നമ്മൾ ആ കുട്ടി 1ഉം 2ഉം നോക്കിക്കഴിഞ്ഞാൽ കാണാം, മാതാവിൻ്റെ പാറ്റേൺ എങ്ങനെയാണോ അതിൽ ചില പാറ്റേൺ കുട്ടികളിൽ കാണുന്നുണ്ട്, പിതാവിൻ്റെ DNA സ്ട്രക്ചറിലുള്ള പാറ്റേണും കുട്ടികളിൽ കാണപ്പെടുന്നുണ്ട്. അപ്പോൾ എന്താണ്, അവരുമായിട്ടൊരു സാമ്യതകളുണ്ട്. ഇനിയിപ്പോൾ എന്താണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, എന്താ, ഇപ്പോൾ ഒരു കുറ്റകൃത്യം നടന്ന സ്ഥലത്ത് നിന്ന് കിട്ടിയ എന്താണ് ബ്ലഡ് സാമ്പിൾ അനലൈസ് ചെയ്തിട്ട് അതിൽ നിന്ന് കിട്ടിയ DNAയുടെ സ്ട്രക്ചറാണ്. ഇപ്പോൾ സംശയം തോന്നിക്കുന്ന വ്യക്തികളെ എന്ത് ചെയ്യുന്നു, അവരുടെ DNA പരിശോധിക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്തിരിക്കുന്നു, ഈ കിട്ടിയ സാമ്പിളുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പം അവരിൽ ആരാണോ കൂടുതൽ ചാൻസ്, അപ്പോൾ ചെയ്യാനുള്ള സാധ്യത നമുക്ക് അവിടുന്ന് കണ്ടെത്താൻ പറ്റും. ഇവിടെ നോക്കിയാൽ രണ്ടാമത്തെ വ്യക്തിയുടെ DNA സ്ട്രക്ചറുമായിട്ട് ഈ സാമ്പിളിന് എന്തുണ്ട്, സമാനതകളുണ്ട്. അതിനർത്ഥം എന്താ, ആ വ്യക്തി ആ കുറ്റകൃത്യത്തിൽ പങ്കെടുത്തിട്ടുണ്ടാകാം എന്നതിനുള്ളൊരു തെളിവാണത്. അപ്പം ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറയുന്ന DNAയുടെ മെത്തേഡുകൾ ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. തൊട്ടടുത്ത പേജിൽ നമ്മൾ അതിൻ്റെ ഉപയോഗങ്ങൾ പഠിക്കുന്നുണ്ട്. അതായത് എന്താണ്, കുറ്റവാളികളെ തിരിച്ചറിയാൻ, അതായത് ജനിതക വൈകല്യങ്ങൾ എന്തൊക്കെയുണ്ടെന്ന് തിരിച്ചറിയാനും പാരമ്പര്യമായ രോഗങ്ങളുടെ സാധ്യതകളൊക്കെ പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ മാതാപിതാക്കളും കുട്ടികളും തമ്മിലുള്ള ബന്ധം തെളിയിക്കുന്നതിന് വേണ്ടിയിട്ട് ഫോസിലുകൾ തിരിച്ചറിയാനൊക്കെ എന്ത് ചെയ്യും, ഈ പറയുന്ന കാര്യങ്ങൾ. ഇപ്പം ചില അപകടങ്ങളിലൊക്കെ പെട്ട്, വിമാന അപകടമൊക്കെ ചെയ്തിട്ട് വ്യക്തികളെ തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിലൊക്കെ ബോഡികൾ കിട്ടില്ലേ. അപ്പോൾ എന്ത് ചെയ്യും, അവരുടെ റിലേറ്റീവ്സിൻ്റെ അല്ലെങ്കിൽ അച്ഛൻ്റെ അമ്മയുടെ ഒക്കെ എന്തായിട്ട് ഈ DNAയുമായിട്ട് കമ്പയർ ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, അവരെ വ്യക്തികളെ തിരിച്ചറിയാം. നമ്മുടെ മുണ്ടക്കൈ ദുരന്തം ഉണ്ടായ സമയത്ത് വ്യക്തികളെ തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിൽ ശരീരങ്ങൾ ലഭിക്കുകയുണ്ടായി. അപ്പോൾ അവിടെയൊക്കെ ആൾക്കാരെ തിരിച്ചറിയുന്ന എന്താണ്, സംശയമുള്ളവരുടെ എന്ത് ചെയ്യുന്നു, ഇന്ന ആളാകാമെന്ന് സംശയമുള്ളവരുടെ എന്ത് ചെയ്യുന്നു, DNAയും ഈ ലഭിച്ച ശരീരത്തിൻ്റെ DNAയും എന്ത് ചെയ്തു, കമ്പയർ ചെയ്തിട്ടാണ് വ്യക്തികളെ തിരിച്ചറിയുന്നത്. അപ്പോൾ അതിനൊക്കെ എന്താണ്, ഈ പറയുന്ന DNA ഫിംഗർ പ്രിന്റിംഗ് ടെക്നോളജി എന്ത് ചെയ്യുന്നുണ്ട്, ഉപയോഗപ്പെടുത്തുന്നുണ്ടെന്നുള്ള കാര്യം അവിടെ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ 2 പ്രൊജക്റ്റുകൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. ഒന്ന് എന്തായിരുന്നു, ഹ്യൂമൻ മൈക്രോബയോം പ്രൊജക്റ്റാണ്. ഹ്യൂമൻ മൈക്രോബയോം പ്രൊജക്റ്റും അതുപോലെ ഹ്യൂമൻ ജീനോം പ്രൊജക്റ്റും 2 പ്രോജക്റ്റുകളാണ് നമ്മൾ പഠിക്കുന്നത്. ഓരോ പ്രൊജക്റ്റ് എന്താണെന്നും അതെന്ത് കോൺട്രിബ്യൂഷനാണ് നൽകിയിരിക്കുന്ന കാര്യം എന്ത് ചെയ്യണം, ഒന്ന് മനസ്സിലാക്കി വെക്കണം. അതിൽ ഫസ്റ്റ് നമ്മൾ പഠിക്കുന്നതായിരുന്നു ഏത്, ഹ്യൂമൻ ജീനോം പ്രൊജക്റ്റ് എന്ന് പറയുന്നത്. ഹ്യൂമൻ ജീനോം പ്രൊജക്റ്റ് ഏത് വർഷമാണ്, അതായത് 1990 മുതൽ 2003 വരെയുള്ള കാലഘട്ടത്തിലാണ്. അതായത് 1990 മുതൽ
2003 വരെയുള്ള കാലഘട്ടത്തിലാണ് ഇത് HGP ഹ്യൂമൻ ജീനോം പ്രൊജക്റ്റ് എന്ന് പറയുന്ന പ്രോഗ്രാം എന്ത് ചെയ്യുന്നത് ആരംഭിക്കുന്നത്. എന്തായിരുന്നു? അതായത് മനുഷ്യരിലെ ജീനുകളെ പറ്റിയുള്ളൊരു പഠനമാണ് ഈ പറയുന്ന ഹ്യൂമൻ ജീനോം പ്രൊജക്റ്റ്. എന്താ ജീനോം എന്ന് പറഞ്ഞാൽ, ഒരു ജീവി എടുത്താൽ, ഇപ്പം മനുഷ്യൻ എന്ന് പറയുന്ന ഒരു ജീവി എടുത്താൽ ആ ജീവിയിൽ കുറേ ജനറ്റിക് മെറ്റീരിയൽ അഥവാ ജനിതക വസ്തുക്കൾ ഉണ്ടാവുമല്ലോ. ആ ജനിതക വസ്തുക്കളുടെ അല്ലെങ്കിൽ ജനറ്റിക് മെറ്റീരിയലിന്റെ ആകെത്തുക, അതിന്റെ ടോട്ടൽ എമൗണ്ടിനെയാണ് എന്ത് വിളിക്കുന്നത്? ആ ജീവിയുടെ ജീനോം എന്ന് വിളിക്കുന്നത്. എന്താണ് ജീനോം? അപ്പൊ എന്താണ് ജീനോം എന്ന് ചോദിക്കാം. ഒരു ജീവിയിലുള്ള ജനിതക വസ്തുക്കളുടെ ആകെത്തുകയാണ് നമ്മൾ എന്ത് വിളിക്കുക? ജീനോം എന്ന് വിളിക്കുക. അതിനെപ്പറ്റിയുള്ള പഠനമാണ് 1990 മുതൽ 2003 വരെ നടന്ന ഹ്യൂമൻ ജീനോം പ്രൊജക്ട്. എന്തൊക്കെയായിരുന്നു ഇതിന്റെ പ്രധാന കണ്ടെത്തലുകൾ എന്ന് പറയുന്നത്? അതായത് മനുഷ്യരിൽ ഏകദേശം 300 കോടി ബേസ് അല്ലെങ്കിൽ 300 കോടി ബേസ് എന്തുണ്ട്? ബേസ് ജോഡികൾ ഉണ്ട്. 300 കോടിയോളം ബേസ് ജോഡികൾ എന്ത് ചെയ്യുന്നുണ്ട്? ജീനോം പ്രൊജക്ടിന്റെ ഭാഗമായിട്ട് കണ്ടെത്തി. ഇതിലേതാണ് ഏകദേശം 20,000 മുതൽ 25,000 വരെ എന്താണുള്ളത്? ജീനുകളാണ് എന്തുള്ളത്? മനുഷ്യരിലുള്ളത്. ഇത്രയും ജീനുകളാണ്. ഇത് ബേസ് ജോഡികളുടെ എണ്ണമാണ്. 300 കോടിയോളം ബേസ് ജോഡികൾ മനുഷ്യരിലുണ്ട്. 20,000 മുതൽ 25,000 വരെ ജീനുകൾ എന്ന് പറഞ്ഞാൽ DNA കുറച്ച് സീക്വൻസുകൾ ചേരുമ്പോഴാണല്ലോ നമ്മൾ ജീൻ എന്ന് വിളിക്കുന്നത്. അങ്ങനെ ഏകദേശം 20,000 മുതൽ 25,000 വരെ ജീനുകൾ മനുഷ്യരിൽ കാണപ്പെടുന്നുണ്ട്. അതായത് മൊത്തം ജീനോം എടുത്താൽ അതിൻ്റെ 1 മുതൽ 2% വരെയാണ് എന്തുള്ളത്? പ്രവർത്തനക്ഷമം അഥവാ ആക്റ്റീവ് ആയിട്ടുള്ളത് ഇത്രയും മാത്രമാണ്. ബാക്കി വരുന്നവയെ നമ്മൾ വിളിക്കുന്നതാണ് ജങ്ക് ജീനുകൾ എന്ന് വിളിക്കും. എന്താണ്? ജങ്ക് ജീനുകൾ എന്ന് വിളിക്കും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഹ്യൂമൻ ജീനോം പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കി വെക്കണം. അത് ആരംഭിച്ച വർഷം എപ്പോഴാണ്? 1990 മുതൽ 2003 വരെയുള്ള കാലഘട്ടത്തിൽ മനുഷ്യന്റെ ജനറ്റിക് മെറ്റീരിയൽസിനെ പറ്റി നടത്തിയ പഠനമാണ് ഹ്യൂമൻ ജീനോം പ്രൊജക്ട്. ഇനി എന്താണ് ജീനോം എന്ന് പറഞ്ഞാൽ, ഒരു ജീവിയിലുള്ള ജനറ്റിക് മെറ്റീരിയൽസിന്റെ അല്ലെങ്കിൽ ജനിതക വസ്തുക്കളുടെ ആകെത്തുകയാണ്, ടോട്ടൽ സമ്മിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ജീനോം എന്ന് വിളിക്കുക. ഈ പഠനത്തിന്റെ ഫലമായി കണ്ടെത്തിയ കാര്യം എന്തായിരുന്നു? മനുഷ്യരിൽ ഏകദേശം 300 കോടി ബേസ് ജോഡികൾ കാണപ്പെടുന്നു. 300 കോടി ബേസ് ജോഡികൾ കാണപ്പെടുന്നു. 20,000 മുതൽ 25,000 വരെ ജീനുകളാണ് ആരുടെ ശരീരത്തിലുള്ളത്? മനുഷ്യ ശരീരത്തിലുള്ളത്. ടോട്ടൽ ജീനോമിന്റെ 1 മുതൽ 2% വരെയാണ് ആക്റ്റീവ് ആയിട്ടുള്ളവ. അവയെ നമ്മൾ എന്ത് വിളിക്കും? പ്രവർത്തനക്ഷമമായ ജീനുകളെന്നും ബാക്കിയുള്ളവയെ എന്ത് വിളിക്കും? ജങ്ക് ജീനുകൾ എന്നുമാണ് വിളിക്കുക. ഇനി ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്താണ് ഇതിന്റെ കോൺട്രിബ്യൂഷൻ, അതായത് ഇതുകൊണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പഠനം കൊണ്ട് എന്താണ് നമുക്കുണ്ടായ ഗുണം എന്ന് പറയുന്നത്. അതായത് ഇത് കൃത്യമായിട്ട് പഠിച്ചു വെക്കണേ, ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഹ്യൂമൻ ജീനോം പ്രൊജക്റ്റിലൂടെ കണ്ടെത്തിയ ഒരു കാര്യം എന്താണ്? ജനിതക രോഗങ്ങൾ എങ്ങനെ ഉണ്ടാകുന്നത്. അതായത് ജീനുകളാണല്ലോ നമ്മുടെ കാര്യങ്ങൾ പലതരത്തിലുള്ള, അതായത് ഇപ്പോൾ സിക്കിൾ സെൽ അനീമിയ പോലുള്ള രോഗങ്ങളൊക്കെ ഉണ്ടാക്കും ജീൻ തകരാറ് മൂലമാണ്. അപ്പൊ ജനിതക രോഗങ്ങൾ എങ്ങനെ ഉണ്ടാകുന്നത്? ഏത് ജീനിന്റെ പ്രശ്നം മൂലമാണ്? അതായത് ജനിതക രോഗങ്ങൾ എങ്ങനെ ഉണ്ടാകുന്നു എന്ന് കണ്ടെത്താനും അതിന് എന്തൊക്കെ ചികിത്സാ രീതികൾ ഉണ്ടെന്ന് നിർദ്ദേശിക്കാനും കഴിഞ്ഞത് ഈ ഒരു പ്രോജക്റ്റിന്റെ വലിയ കോൺട്രിബ്യൂഷനാണ്. അപ്പൊ ജനിതക രോഗങ്ങൾ എങ്ങനെ ഉണ്ടാകുന്നു എന്ന് കണ്ടെത്തിയതും അവയ്ക്കുള്ള പുതിയ ചികിത്സാ രീതികൾ നിർദ്ദേശിച്ചതും ഏത് പ്രോജക്റ്റിന്റെ ഭാഗമായിട്ടാണ്? ഈ പറയുന്ന ഹ്യൂമൻ ജീനോം പ്രൊജക്റ്റിന്റെ ഭാഗമായിട്ടാണ്. അതിൽ ഇത്രയും പോയിന്റ്, ഈ തന്നിരിക്കുന്ന ഇത്രയും പോയിന്റുകൾ എന്ത് ചെയ്യണം? അതിൽ നോട്ട് ചെയ്ത് വെക്കണം. ഇനി രണ്ടാമത്തെ മെത്തേഡ് അല്ലെങ്കിൽ രണ്ടാമത്തെ പ്രോജക്റ്റ് ആയിരുന്നു ഹ്യൂമൻ മൈക്രോബയോം പ്രോജക്റ്റ്. അപ്പോൾ ഒന്ന് HGP ഹ്യൂമൻ ജീനോം പ്രൊജക്റ്റ് ആണെങ്കിൽ രണ്ടാമത്തെ ഹ്യൂമൻ മൈക്രോബയോം പ്രോജക്റ്റ് ആണ്. അപ്പോൾ നമ്മൾ ഹ്യൂമൻ ജീനോം പ്രൊജക്റ്റ് പറഞ്ഞതുപോലെ തന്നെ ഫസ്റ്റ് പഠിക്കേണ്ടതിന്റെ വർഷമാണ്. എപ്പോഴാണ്? 2007 ഈ പറയുന്ന ഹ്യൂമൻ മൈക്രോബയോം പ്രൊജക്റ്റ് കൊണ്ടുവരുന്നത്. 2007 2007 എവിടെയാണ് കൊണ്ടുവരുന്നത്? അമേരിക്കയിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് എന്ന് പറയുന്ന സംഘടനയാണ് ഈ പറയുന്ന ഹ്യൂമൻ മൈക്രോബയോം എന്ന് പറയുന്ന ഒരു പ്രൊജക്റ്റ് കൊണ്ടുവരുന്നത്. ഇനി അവിടെ നമ്മൾ പഠിച്ചു എന്താണ് ജീനോം എന്ന്. അതുപോലെ നമ്മളിവിടെ പഠിക്കേണ്ടതാണ് എന്താണ് മൈക്രോബയോം എന്ന് പറഞ്ഞാൽ. നമുക്കറിയാം നമ്മുടെ ശരീരത്തിൽ, അതായത് എന്ത് ചെയ്യുന്നുണ്ട്? പലതരത്തിലുള്ള ബാക്ടീരിയകൾ, ഫംഗസുകൾ, വൈറസുകൾ തുടങ്ങിയിട്ടുള്ള കുറേയധികം സൂക്ഷ്മജീവികളുണ്ട്. അതായത് മനുഷ്യ ശരീരത്തിൽ വസിക്കുകയും ഇടപഴകുകയും ചെയ്യുന്ന മൊത്തം സൂക്ഷ്മാണുക്കളെയും അവരുടെ ജീനുകളുടെയും ശേഖരത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഹ്യൂമൻ മൈക്രോബയോം എന്ന് വിളിക്കുക. ഹ്യൂമൻ മൈക്രോബയോം എന്ന് പറഞ്ഞാൽ മനുഷ്യ ശരീരത്തിൽ കാണപ്പെടുന്ന മൊത്തം സൂക്ഷ്മജീവികൾ പ്ലസ് അവരുടെ
അവർക്കും ജനിതക വസ്തുക്കൾ ഉണ്ടാവുമല്ലോ. അപ്പൊ അവരുടെ ജീനുകളെ എല്ലാം ചേർത്ത് നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ഹ്യൂമൻ മൈക്രോബയോം എന്ന് പറയും. എന്തായിരുന്നു ഈ പഠനത്തിലൂടെ അവർ നടത്തിയത്? അതായത് നമുക്കറിയാം, നമ്മളിപ്പോൾ പനി വന്നു അല്ലെങ്കിൽ എന്തെങ്കിലും രോഗം വരുന്നു പറയുമ്പോൾ എന്താ, നമ്മൾ എപ്പോഴും ബാഹ്യമായിട്ടുള്ള, അതായത് നമ്മുടെ ശരീരത്തിന് പുറത്തു നിന്നുള്ള എന്തോ ഒരു തരത്തിലുള്ള രോഗമാണ് നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കുന്ന മൂലമാണ് രോഗം എന്നൊരു കാഴ്ചപ്പാടാണ് ഉണ്ടായിരുന്നത്. പക്ഷെ അത് മാത്രമല്ല മനുഷ്യരിലെ രോഗകാരണം എന്ന് പറയുന്നത്. അതായത് മനുഷ്യരിൽ കോടിക്കണക്കിന്, അതായത് കോശങ്ങളെക്കാൾ കൂടുതൽ സൂക്ഷ്മജീവികൾ എന്ത് ചെയ്യപ്പെടുന്നുണ്ട്? മനുഷ്യ ശരീരത്തിൽ കാണപ്പെടുന്നുണ്ട്. ഈ സൂക്ഷ്മജീവികൾ പലതും എന്ത് ചെയ്യുന്നത്? നമുക്ക് ഗുണകരമായിട്ടുള്ളവരാണ്. നമുക്കറിയാം, നമ്മുടെ ഇപ്പം എന്താണ് കുടലിലും അതുപോലെ തന്നെ എന്താണ് ദഹന വ്യവസ്ഥയിലും ഒക്കെ കാണപ്പെടുന്നവർ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ ഭക്ഷണം ദഹിക്കുന്നതിന്, അതുപോലെ നമുക്ക് വിറ്റാമിനുകൾ ഉൽപ്പാദിപ്പിക്കുന്നതിന്, നമ്മൾ എന്താണ് ഭക്ഷണം കഴിച്ചാൽ അവയിൽ നിന്ന് പോഷകങ്ങൾ ആഗിരണം ചെയ്യുന്നതിന്, രോഗങ്ങളെ പ്രതിരോധിക്കുന്നതിനൊക്കെ സഹായിക്കുന്ന എന്തുണ്ട്? സൂക്ഷ്മജീവികൾ നമ്മുടെ ശരീരത്തിലുണ്ട്. ഇവരുടെ എണ്ണം, അതായത് എപ്പോഴും എന്തായിരിക്കും? ഒരു ബാലൻസ്ഡ് ആയിട്ടായിരിക്കും നിൽക്കുക. അതായത് എന്താണ്? ബാലൻസ്ഡ് ആയിട്ടാണ് എന്ത് ചെയ്യുക? ഈ ഒരു അവസ്ഥ ഉണ്ടാവുക. അതായത് എല്ലാം എന്ത് ചെയ്യുന്നു? ബാലൻസ് ചെയ്ത് എല്ലാം കൃത്യമായി നടക്കുന്ന ക്രമത്തിൽ. ഇപ്പൊ എന്തെങ്കിലും തരത്തിൽ ഇതിനൊരു ബാലൻസ് പോയി കഴിഞ്ഞാൽ, അതായത് എന്ത് ചെയ്യുന്നു? ഇപ്പൊ നമ്മുടെ എന്താണ് കുടലിൽ കാണപ്പെടുന്ന എന്താണ് ആഹാരത്തെ ദഹിപ്പിക്കാൻ സഹായിക്കുന്ന, അല്ലെങ്കിൽ ആഹാരത്തിന്റെ ആഗിരണത്തിന് സഹായിക്കുന്ന, ദഹിച്ച ആഹാരത്തിൽ നിന്ന് പോഷകം ആഗിരണം ചെയ്യണമല്ലോ, അതിന് സഹായിക്കുന്ന ബാക്ടീരിയകൾ അല്ലെങ്കിൽ എന്താണ് അതിന് സഹായിക്കുന്ന സൂക്ഷ്മജീവികളുടെ എണ്ണം കുറഞ്ഞു. ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും? നമ്മൾ എത്ര ഭക്ഷണം കഴിച്ചാലും നമുക്ക് എന്ത് ചെയ്യുന്നു? അതിൽ നിന്ന് പോഷണങ്ങൾ ലഭിക്കാതെ പോകും. അപ്പൊ അതിന്റെ കാരണം എന്താ? പുറത്തു നിന്നുള്ള എന്തെങ്കിലും സൂക്ഷ്മജീവികൾ നമ്മളെ ആക്രമിച്ചുകൊണ്ടാണോ? അല്ല, നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള സൂക്ഷ്മജീവികളുടെ അല്ലെങ്കിൽ ഹ്യൂമൻ മൈക്രോബയോമിന്റെ അസന്തുലിതാവസ്ഥ കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഇങ്ങനെ സംഭവിക്കുന്നത്. അത് നമുക്ക് എന്ത് ചെയ്യും? രോഗങ്ങൾക്ക് കാരണം. അപ്പൊ ഈ പഠനത്തിലൂടെ അവർ കണ്ടെത്തിയ കാരണം ഇതാണ്. അതായത് മനുഷ്യന് പുറമേ നിന്ന് മാത്രമല്ല, അതായത് മനുഷ്യ ശരീരത്തിലുള്ള ഈ പറയുന്ന സൂക്ഷ്മജീവികളുടെ അസന്തുലിതാവസ്ഥയാണ് എന്ത് ചെയ്യുന്നത്? മനുഷ്യന്റെ രോഗകാരണത്തിന് ഉണ്ടാകുന്നത്. അപ്പൊ ഇതുകൊണ്ട് ഇവർ എന്ത് കോൺട്രിബ്യൂഷൻ ആണ്, അല്ലെങ്കിൽ ഈ ഒരു പഠനത്തിലൂടെ എന്ത് കോൺട്രിബ്യൂഷൻ ആണ് നമുക്ക് നൽകിയെന്ന് ചോദിച്ചാൽ അവിടെ പറയേണ്ട ഒരു കാര്യമാണ്. അതായത് വ്യക്തിഗത മരുന്നുകൾ രൂപീകരിക്കുന്നതിലെ ഇമ്പോർട്ടൻസ്. ഒരു ഉദാഹരണം പറയാം. ഇപ്പൊ എ എന്ന് പറയുന്ന വ്യക്തിയും ബി എന്ന് പറയുന്ന വ്യക്തി, എ എന്ന് പറയുന്ന വ്യക്തിക്ക് എന്തുണ്ട്? ദഹന സംബന്ധമായ അല്ലെങ്കിൽ എന്താണ് ദഹന സംബന്ധമായ പ്രശ്നമുണ്ട്. ബി എന്ന് പറയുന്ന വ്യക്തിക്കും ദഹന സംബന്ധമായിട്ടുള്ള ഡൈജഷനുമായി ബന്ധപ്പെട്ട് പ്രശ്നമുണ്ട്. എ എന്ന് പറയുന്ന വ്യക്തിക്ക് അതിന് കാരണം അയാളുടെ ശരീരത്ത് ദഹനത്തിന് സഹായിക്കുന്ന സൂക്ഷ്മജീവികളുടെ എണ്ണത്തിൽ കുറവ് വന്നത് മൂലമാണ്. ബി എന്ന വ്യക്തിയിൽ ചിലപ്പോൾ എന്തായിരിക്കും? പുറമേ നിന്ന് അയാൾ എന്തെങ്കിലും തരത്തിലുള്ള എന്താണ് രോഗാണുക്കൾ ബാധിച്ച ഭക്ഷണം കഴിച്ചുകൊണ്ടാണെന്ന് വിചാരിക്കാം. അപ്പൊ രണ്ടുപേരിലും ഒരേ രോഗമാണെങ്കിൽ അതിന് കാരണം വ്യത്യാസമല്ലേ? അപ്പൊ നമ്മൾ ഒരു മരുന്ന് നിശ്ചയിക്കുന്ന സമയത്ത് ഒരു വ്യക്തിക്ക് ഒരു രോഗം ഉണ്ടാകുമ്പോൾ അയാൾക്ക് എന്ത് കാരണം കൊണ്ടാണ് എന്ന് രോഗം ആ വ്യക്തി കേന്ദ്രീകൃതമായിട്ടായിരിക്കണം മരുന്ന് നൽകുന്നത്. അല്ലാതെ വയറുവേദന വന്ന ഒരാൾക്ക് എല്ലാവർക്കും ഒരേ മരുന്ന് കൊടുത്താൽ ചിലപ്പോൾ അതെന്താണെന്നില്ല, ശരിയാണെന്നില്ല. അപ്പൊ വ്യക്തികൾക്ക് എന്ത് കാരണം കൊണ്ടാണ് ആ രോഗം വന്നത് അത് മനസ്സിലാക്കി അവരെ ചികിത്സിക്കുന്ന വ്യക്തിഗത മരുന്നുകൾ രൂപകൽപ്പന ചെയ്യുന്നതിന് എന്ത് ചെയ്തു? ഈ പറയുന്ന മെത്തേഡ് അല്ലെങ്കിൽ ഈ ഒരു പ്രൊജക്ട് വളരെ ഇമ്പോർട്ടൻസ് കൊടുത്തു. അതായത് ഓരോ വ്യക്തിയുടെയും മൈക്രോബയോമിനനുസരിച്ച് വേണം എന്ത് ചെയ്യാൻ, നമ്മൾക്ക് അവർക്ക് ചികിത്സ ക്രമീകരിക്കാനെന്ന്. അതാണ് എന്ത്? ഹ്യൂമൻ മൈക്രോബയോം പ്രോജക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അതായത് 2007 കൊണ്ടുവരുന്നത്. അമേരിക്കയിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് എന്ന് പറയുന്ന സംഘടനയാണ് ഇത് കൊണ്ടുവരുന്നത്. എന്താണ് ഹ്യൂമൻ മൈക്രോബയോം എന്ന് പറഞ്ഞാൽ? മനുഷ്യ ശരീരത്തിൽ ജീവിക്കുകയും താമസിക്കുകയും ചെയ്യുന്ന സൂക്ഷ്മജീവികളുടെയും അവയുടെ ജീനുകളെയും ചേർത്ത് അതിന്റെ ടോട്ടലിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഹ്യൂമൻ മൈക്രോബയോം എന്ന് വിളിക്കുന്നത്. ബാഹ്യ കാരണങ്ങൾ മാത്രമല്ല, ഈ സൂക്ഷ്മജീവികളുടെ എണ്ണത്തിൽ ഉണ്ടാകുന്ന അസന്തുലിതാവസ്ഥ എന്ത് ചെയ്യുന്നുണ്ട്? നമുക്ക് രോഗത്തിന് കാരണമാകുന്നുണ്ട്. നമ്മുടെ ശരീരത്തിൽ നമ്മുടെ ജീവൽ പ്രവർത്തനങ്ങളെ സഹായിക്കുന്ന ഒരുപാട് തരം ബാക്ടീരിയകളുണ്ട് അല്ലെങ്കിൽ സൂക്ഷ്മജീവികളുണ്ട്. അവരുടെ എണ്ണത്തിൽ ഉണ്ടാകുന്ന ഈ ബാലൻസ് പ്രശ്നം അല്ലെങ്കിൽ ഒരു അസന്തുലിതാവസ്ഥ നമുക്ക് രോഗത്തിന് കാരണമാകും. അപ്പൊ അതുവഴി ഇവർ കോൺട്രിബ്യൂട്ട് ചെയ്ത് ഓരോ വ്യക്തിക്കും എന്ത് പ്രശ്നം മൂലമാണോ മരുന്നുണ്ട് അല്ലെങ്കിൽ എന്ത് പ്രശ്നം മൂലമാണോ രോഗം അതിന് കോൺസെൻട്രേറ്റ് ചെയ്യുക. അതായത് വ്യക്തി കേന്ദ്രീകൃതമായിട്ട് എന്ത് ചെയ്യുന്നു? മരുന്ന് നൽകുന്നതിൽ അല്ലെങ്കിൽ വ്യക്തി കേന്ദ്രീകൃത മരുന്ന് നൽകുന്നതിന് ഒരു ഐഡിയ കൊണ്ടുവന്നത് ഏതാണ്? ഈ പറയുന്ന ഹ്യൂമൻ മൈക്രോബയോം പ്രോജക്റ്റ് എന്ന് പറയുന്ന പ്രോജക്റ്റാണ്. ആ ഒരു കാര്യം എന്ത് ചെയ്യുക? അവിടെ പ്രധാനമായിട്ടും ഓർത്തിരിക്കുക. അപ്പൊ നിങ്ങൾ ഇത് കൂടാതെ എന്ത് ചെയ്യണം? ഈ ചാപ്റ്ററിൽ പഠിച്ചു വെക്കേണ്ട കാര്യം എന്ന് പറയുന്നത് പേജ് നമ്പർ 172 ഒരു പട്ടിക കൊടുത്തിട്ടുണ്ട്. ഏതാ? ജനിതക മാറ്റം വരുത്തിയ ജീവികൾ, സസ്യങ്ങൾ, ജന്തുക്കൾ, സൂക്ഷ്മജീവികൾ എന്ന് പറഞ്ഞിട്ട് ഒരു ടേബിൾ കൊടുത്തിട്ടില്ലേ? ആ ടേബിൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്ത് ചെയ്യണം? പഠിച്ചു വെക്കണം. അതേപോലെ ലാസ്റ്റ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസുമായി ബന്ധപ്പെട്ടിട്ട് വന്യമൃഗ സംരക്ഷണത്തിനൊക്കെ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളില്ലേ, അതൊക്കെ നിങ്ങൾക്ക് ജനറലി വായിച്ചാൽ കിട്ടുന്നേ ഉള്ളൂ. ആ 2 കാര്യങ്ങൾ കൂടി എന്ത് ചെയ്യണം? അവിടെ വായിച്ചു വെക്കണം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഏത് ചാപ്റ്ററിൽ, ലാസ്റ്റ് ചാപ്റ്ററിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളത്. ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത ഓരോ പോയിന്റും നിങ്ങൾ ഒന്നും കൂടി 2-3 തവണ നിങ്ങൾ കേട്ട് കൃത്യമായിട്ട്
പഠിച്ചിട്ട് വേണം പരീക്ഷയ്ക്ക് പോകാൻ. ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ക്രിസ്പർ കാസ്9 അതുപോലെ തന്നെ റീകോമിനന്റ് DNA ടെക്നോളജിയുടെ 2 പിക്ചറുകൾ പഠിച്ചു വെക്കണം. പിന്നെ 2 പ്രോജക്റ്റുകൾ, ഹ്യൂമൻ മൈക്രോബയോം പ്രൊജക്റ്റും അതുപോലെ ഹ്യൂമൻ ജീനോം പ്രൊജക്റ്റും, പിന്നെ DNA ഫിംഗർ പ്രിന്റിങ്, അതുപോലെ തന്നെ എന്താണ് ജീൻ തെറാപ്പി. ഇത്രയും കാര്യങ്ങളെങ്കിലും ഏറ്റവും കുറഞ്ഞത് വായിച്ചിട്ട് വേണം എന്ത് ചെയ്യാൻ ഈ ചാപ്റ്ററിൽ എക്സാമിന് നിങ്ങൾ പോകാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ലാസ്റ്റ് ചാപ്റ്ററിൽ പറയാനുള്ളത്. ഓക്കെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് സെക്കൻഡ് ചാപ്റ്റർ ഉണ്ടല്ലോ, നമ്മുടെ പരിണാമവുമായി ബന്ധപ്പെട്ട എവല്യൂഷനുമായി ബന്ധപ്പെട്ട ആ ചാപ്റ്ററാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്. അതിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഞാനിവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, മലയാളത്തിലും ഇംഗ്ലീഷിലും എന്ത് ചെയ്തിട്ടുണ്ട് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. സെയിം ക്വസ്റ്റ്യൻ തന്നെ മലയാളത്തിലും എന്ത് ചെയ്തിട്ടുണ്ട്, ഇംഗ്ലീഷിലും ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. സെലക്ട് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് റിലേറ്റഡ് ടു ഡാർവിനിസം. ഡാർവിനിസവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ശരിയായ പ്രസ്താവന തിരഞ്ഞെടുത്ത് എഴുതാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റുകൾ നോക്കിയേ. എൻവയോൺമെൻറ്റ് കോസസ് വേരിയേഷൻ ഇൻ ഓർഗാനിസം. പരിസ്ഥിതി ജീവികളിൽ വ്യതിയാനങ്ങൾക്ക് കാരണമാകുന്നു. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, നേച്ചർ സെലക്ട് ദി ഓർഗാനിസം ഹാവിംഗ് ഫേവറബിൾ വേരിയേഷൻ. ജീവികളിൽ അനുകൂല വ്യതിയാനങ്ങളെ പരിസ്ഥിതി തിരഞ്ഞെടുക്കുന്നു. ജിറാഫ്സ് വിച്ച് നെക്സ് ഓഫ് വേരിയിങ് ലെങ്ത്. വ്യത്യസ്ത നീളത്തോടു കൂടിയ കഴുത്തുള്ള ജിറാഫുകൾ. ജിറാഫ്സ് ഓഫ് ഏർലിയർ പീരീഡ്സ് പൊസസ്ഡ് ഷോർട്ട് നെക്സ്. ആദ്യകാല ജിറാഫുകൾക്ക് നീളം കുറഞ്ഞ കഴുത്താണ് ഉണ്ടായിരുന്നത്. അതായത് ഇതെല്ലാം എന്തുമായി ബന്ധപ്പെട്ടുള്ളതാണ്, ഡാർവിനിസവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതിൽ കറക്റ്റ് ആയിട്ടുള്ളത് ഏതാണ്, ഡാർവിനിസത്തിൻ്റെ നാച്ചുറൽ സെലക്ഷൻ, അതായത് ഡാർവിനിസത്തിലെ പ്രകൃതി നിർദ്ധാരണവുമായി ബന്ധപ്പെട്ട് വരുന്നതിലെ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഏതൊക്കെയാണ്, ഡാർവിനിസവുമായി ബന്ധപ്പെട്ട് വരുന്ന കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഏതാണെന്ന് കണ്ടുപിടിക്കാനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഏതൊക്കെയായിരിക്കും കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്? ഒന്നാമത്തെ നോക്കിയേ, പരിസ്ഥിതി ജീവികളിൽ വ്യതിയാനങ്ങൾക്ക് കാരണമാകുന്നു. നമുക്കറിയാം, അതായത് എന്ത് ചെയ്തു, പരിസ്ഥിതിയുടെ സാഹചര്യങ്ങൾക്കനുസരിച്ച് എന്ത് ചെയ്യുന്നു, ജീവികൾ എന്ത് ചെയ്യുന്നു, അവരുടെ ശരീരത്തിൽ എന്തുണ്ടാക്കുന്നുണ്ട്, വ്യതിയാനങ്ങൾക്ക് കാരണമാകുന്നു. അത് ശരിയായ സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതായത് ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. ഇനി ജീവികളിലെ അനുകൂല വ്യതിയാനങ്ങളെ പരിസ്ഥിതി തിരഞ്ഞെടുക്കുന്നു. നേച്ചർ സെലക്ട് ദി ഓർഗാനിസം ഹാവിങ് ഫേവറബിൾ വേരിയേഷൻ. അത് ശരിയല്ലേ? നോക്കിയേ, ഇപ്പം എന്താണ്, ഇപ്പോൾ ഒരു കുരുവി, നമ്മൾക്ക് ആ കഴിഞ്ഞ എക്സാമിന് വന്നിട്ടുള്ള ഒരു കുരുവിയുടെ കേസ്. അതിൻ്റെ ഒന്നിൻ്റെ ചുണ്ട് വളരെ കൂർത്ത ചുണ്ടാണ്, എന്ത് ചെയ്യുന്നു, കട്ടിയുള്ള തോടുകളൊക്കെ പൊട്ടിക്കാൻ പറ്റുന്ന ടൈപ്പ് കൂർത്ത ചുണ്ട്. ഒന്നിൻ്റെത് പരന്ന ഒരു ചുണ്ടാണ്, അതിനെന്ത് ചെയ്യാൻ പറ്റില്ല, കട്ടിയുള്ള തോടുകളൊന്നും പൊട്ടിക്കാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ അവിടെ കട്ടിയുള്ള തോടുകൾ മാത്രം ആഹാരമായിട്ട് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഏത് ജീവി അതിജീവിക്കും, കൂർത്ത ചുണ്ടോടുകൂടി ജീവിക്ക് അവിടെ അതിജീവിക്കാൻ പറ്റുള്ളൂ, കാരണം അതിനെ തോട് പൊട്ടിച്ച് കഴിക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പം ആ പ്രകൃതിയിൽ ഏതാണോ അനുകൂല വ്യതിയാനമുള്ള ജീവികൾ അവരെന്ത് ചെയ്യും, അവിടെ നിലനിൽക്കും. അപ്പോൾ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയല്ലേ, ജീവികളിലെ അനുകൂല വ്യതിയാനങ്ങളെ പരിസ്ഥിതി തിരഞ്ഞെടുക്കുന്നു. ഇനി ജിറാഫിൻ്റെ കേസിൽ നമ്മൾ പറഞ്ഞതാണ്, ലാമാർക്ക് പറഞ്ഞതും അതുപോലെ തന്നെ ഡാർവിൻ പറഞ്ഞത്. ലാമാർക്ക് പറഞ്ഞത് എന്തായിരുന്നു, ആദ്യം നീളം കുറഞ്ഞ കഴുത്തുള്ള ജീവികളായിരുന്നു എന്ത് ചെയ്യുന്നു, നീളം കുറഞ്ഞ ജിറാഫുകളായിരുന്നു ഉണ്ടായിരുന്നത്. നിലത്തെ ഭക്ഷണമൊക്കെ അവശേഷിച്ച സമയത്ത് മരത്തിലേക്ക് എന്ത് ചെയ്യുന്നു, ഉയരം കൂടിയ ചെടികളിലേക്ക് എന്ത് ചെയ്യുന്നു, ഭക്ഷണം മാത്രം അവശേഷിക്കുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു, കാലക്രമേണ അവരുടെ കഴുത്തുകൾ എന്ത് ചെയ്യുന്നു, അതിന് ശ്രമത്തിൻ്റെ ഫലമായിട്ട് നീണ്ടു വന്നതാണെന്ന് പറഞ്ഞു. അത് കംപ്ലീറ്റ്ലി റോങ് ആണെന്ന് ആര് പറഞ്ഞു, ഡാർവിൻ പറഞ്ഞു. ഡാർവിൻ പറഞ്ഞത് എന്താ, എല്ലാത്തരം വ്യത്യസ്ത കഴുത്ത് ഉള്ള ജിറാഫുകൾ ഉണ്ടായിരുന്നു. നിലത്ത് ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന നീളമുള്ളവ, കുറ്റിച്ചെടികളിൽ നിന്ന് കഴിക്കാൻ അത്രയും ഹൈറ്റുള്ളവ, ഉയർന്ന മരങ്ങളിൽ നിന്ന് കഴിക്കാൻ പറ്റുന്നവ. അപ്പോൾ താഴെ ഭക്ഷണം അവശേഷിക്കുമ്പോൾ, അല്ലെങ്കിൽ താഴെയുള്ള അതായത് ഭക്ഷണങ്ങളൊക്കെ തീർന്നു കഴിയുമ്പോൾ എന്ത് ചെയ്യും, നിലത്ത് നിന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന ജിറാഫുകൾക്ക് പിന്നെ ഭക്ഷണം ഉണ്ടോ, ഇല്ല, അവർക്ക് അതിജീവിക്കാൻ പറ്റില്ല, അവരെന്ത് ചെയ്യും, നശിച്ചു പോവുകയും ഉയരത്തിലുള്ള ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന ജിറാഫുകൾ മാത്രം അതിജീവിക്കുകയും അവരിൽ നിന്നും അടുത്ത തലമുറ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ എന്താണ്, ആദ്യകാലത്ത് എന്തുണ്ടായിരുന്നു, വ്യത്യസ്ത നീളത്തോട് കൂടിയ കഴുത്തുള്ള ജിറാഫുകൾ ഉണ്ടായിരുന്നു. ഇത് മൂന്നും ശരിയാണ്. നാലാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കിയേ, ആദ്യകാല ജിറാഫുകൾക്ക് നീളം കുറഞ്ഞ കഴുത്ത്. ഇത് ആരുടെ സ്റ്റേറ്റ്മെൻറ്റാ, ലാമാർക്കിസവുമായി ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ അത് തെറ്റാണ്. അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്, രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്, മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റും എന്താണ്, ശരിയാണ്. അപ്പോൾ ഇത് കറക്റ്റ് ഓപ്ഷനായിട്ട് വരുന്ന ഏതാണ്, ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, അവിടെ ലാമാർക്കിസം എന്താണ്, ലാമാർക്കസത്തിൻ്റെ സ്വയാർജിത സ്വഭാവങ്ങളുടെ പാരമ്പര്യ പ്രേക്ഷണ സിദ്ധാന്തം എന്താണ്, അതിൻ്റെ പോയിന്റ്സുകൾ പഠിച്ചു വെക്കുക. അതുപോലെ ഡാർവിനിസം എന്താണ്, ഡാർവിനിസത്തിൻ്റെ പോയിന്റുകൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. അതിൻ്റെ കൂടെ ആ കുരുവിയുമായി ബന്ധപ്പെട്ട ഗാലപ്പാഗോസ് ദ്വീപിലെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് വായിച്ചു വെക്കുക. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ജനറൽ ആയിട്ടൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റണം, അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റണം. ഇനി ഡാർവിനുമായി ബന്ധപ്പെട്ട് വരുന്നതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചു വെക്കേണ്ട കാര്യമാണ് പേജ് നമ്പർ 42. പേജ് നമ്പർ 42-ൽ കൊടുത്ത കാര്യങ്ങൾ, അതായത് ഒരു 5 പോയിന്റ്സുകൾ കൊടുത്തിട്ടില്ലേ, അതായത് എന്ത് ചെയ്യുന്നു, എങ്ങനെയാണ് ഒരു ജീവി നാച്ചുറൽ സെലക്ഷൻ അഥവാ പ്രകൃതി നിർദ്ധാരണം നടക്കുന്നത്, അമിത ഉൽപാദനം, വ്യതിയാനങ്ങൾ, നിലനിൽപ്പിന് വേണ്ടിയുള്ള മത്സരം,
അർഹതയുള്ളവരുടെ അതിജീവിക്കൽ, അതുപോലെ തന്നെ പ്രകൃതി നിർദ്ധാരണം. ഈ 5 പോയിന്റുകൾ പേജ് നമ്പർ 42 കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ എന്ത് ചെയ്യണം, അവിടെ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. ഓരോ പോയിന്റുകളും എന്താണ് ഉദ്ദേശിക്കുന്നുള്ള കാര്യം അവിടെ മനസ്സിലാക്കി വെക്കണം. അതുപോലെ നിങ്ങൾ ഈ ഫസ്റ്റ് പാർട്ടിൽ പഠിക്കേണ്ട ഒന്നാണ് സൂപ്പർ ബഗ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇതിനെക്കുറിച്ച് കൊടുത്തില്ലേ, സൂപ്പർ ബഗ്. അതെന്താണെന്ന് അത് 2 മാർക്കിനോ 1 മാർക്കിനോ ചോദിച്ചേക്കാം. ചിലപ്പോൾ അതും കൂടെ എന്ത് ചെയ്യണം, ഇവിടെ ഒന്ന് നോക്കി വെക്കുക. അപ്പം അത്രയും കാര്യങ്ങളാണ് ഒന്നാമത്തെ ക്വസ്റ്റിനുമായി ബന്ധപ്പെട്ട് എന്ത് ചെയ്യാനുള്ളത്, പറയാനുള്ളത്. ഇനി രണ്ടാമത്തെ ആ ക്വസ്റ്റ്യൻ നോക്കി, ഐഡന്റിഫൈ ദ കറക്റ്റ് പേയേഴ്സ് ഫ്രം ദി ഓപ്ഷൻ ഗിവൺ ബിലോ. തന്നിരിക്കുന്നതിൽ നിന്നും കറക്റ്റ് ഓപ്ഷൻ ഏതാണെന്ന് തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ പഠിക്കുന്ന പ്രധാനപ്പെട്ട 3 സയന്റിസ്റ്റുകളുടെ പേരാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഏതൊക്കെയാ? ഒന്ന് തോമസ് മാൽത്തൂസ്, രണ്ടാമത്തെ ചാൾസ് ഡാർവിൻ, മൂന്നാമത്തെ ആരാണ്? ലാമാർക്ക്. ഇവരുടെ 3 പേരുടെയും പേരാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ നിന്നും കറക്റ്റ് വരുന്നത് ഏതാണെന്ന് ചൂസ് ചെയ്യാനാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ ഏതാ കറക്റ്റ് വരുന്നത്? തോമസ് മാൽത്തൂസ്. എന്താ പറയുന്നത്? ഈ ജനസംഖ്യാ വർധനവുമായി ബന്ധപ്പെട്ട കാര്യമല്ലേ തോമസ് മാൽത്തൂസ് പറയുന്നത്. അതിൽ നിന്നുമാണ് അദ്ദേഹത്തിൻ്റെ എന്ത് വരുന്നത്, സെലക്ഷൻ വരുന്നത്. അപ്പോൾ എന്താണ് വരിക? തോമസ് മാൽത്തൂസിന് കറക്റ്റ് ആയിട്ടുള്ളത് എന്താണ്? ഈ സ്റ്റേറ്റ്മെന്റ് ക്യൂ ആണ്. അതായത് ഇവിടെ ഒന്നാമത്തത് ക്യൂ ആണ് വരിക. ഏത്? ജനസംഖ്യാ വർധനവ് വിഭവങ്ങൾ പരിമിതമാക്കുന്നതിന് കാരണമാകുന്നു എന്ന് പറഞ്ഞത് തോമസ് മാൽത്തൂസ് ആണ്. അപ്പം അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ മനസ്സിലാക്കണം. രണ്ടാമത് ചാൾസ് ഡാർവിനുമായി ബന്ധപ്പെട്ട കൃതിയാണ് ഇത്, ദ ഒറിജിൻ ഓഫ് സ്പീഷീസ് എന്ന് പറയുന്നത്. ഓൺ ദി ഒറിജിൻ ഓഫ് സ്പീഷീസ് എന്ന് പറയുന്നത് ചാൾസ് ഡാർവിൻ്റെ കൃതിയാണ്. അപ്പോൾ മൂന്നാമത്തെ ലാമാർക്കിൻ്റെ ആണ് ഇത്, അക്വേർഡ് ക്യാരക്ടർ അഥവാ സ്വയാർജിത സ്വഭാവങ്ങളെ പറ്റി പറഞ്ഞത് ആരാണ്? ജീൻ ബാപ്റ്റിസ്റ്റ് ലാമാർക്കാണ്. അപ്പോൾ അത് 3 എന്ത് ചെയ്യണം, ഓർത്ത് വെക്കണം. ജനസംഖ്യാ വർധനവിൻ്റെ ഫലമായിട്ട് കഴിക്കാനുള്ള വിഭവങ്ങൾ പരിമിതമാകുമെന്ന് പറഞ്ഞത് മാൽത്തൂസ് ആണ്. ചാൾസ് ഡാർവിൻ്റെ ബുക്കിൻ്റെ പേരാണ് ഓൺ ദി ഒറിജിൻ ഓഫ് സ്പീഷീസ്. അദ്ദേഹത്തിൻ്റെ കണ്ടെത്തലുകളൊക്കെ ആ ബുക്കിലാണ് എന്ത് ചെയ്തിരിക്കുന്നത്, പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ദെൻ എന്താണ് ലാമാർക്കിൻ്റെ എന്താണ് കോൺട്രിബ്യൂഷൻ, അക്വേർഡ് ക്യാരക്ടർ എന്ന് പറയുന്ന കോൺസെപ്റ്റ്. അത് വെച്ചിട്ടാണ് ആ ജിറാഫിൻ്റെ എന്ത് ചെയ്യേണ്ടത്, കേസ് അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള കാര്യം. അപ്പോൾ അതെന്ത് ചെയ്യണം, അവിടെ നോക്കി വെക്കേണ്ട കാര്യമാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ചൂസ് ദി കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് പ്രൈമേറ്റ്. പ്രൈമേറ്റുകളെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഏതാണെന്ന് തിരിച്ചറിഞ്ഞ് എഴുതാൻ വേണ്ടിയിട്ടാണ്. പ്രൈമേറ്റുകളെ പറ്റിയിട്ട്, അതായത് നിങ്ങൾ ജീവികളുടെ വർഗീകരണത്തിൽ പഠിക്കുന്ന ഒരു വിഭാഗമാണ് ഇത്, പ്രൈമേറ്റുകൾ എന്ന് പറയുന്ന വിഭാഗം. പ്രൈമേറ്റുകളുടെ പ്രത്യേകതകൾ എന്തായിരിക്കും? പ്രൈമേറ്റുകളുടെ പ്രത്യേകതകൾ എന്നാണ് ചോദ്യം. പ്രൈമേറ്റുകളുടെ സ്വഭാവ സവിശേഷതകൾ അല്ലെങ്കിൽ പ്രത്യേകതകൾ എന്താണ്? ഇവിടെ കൊടുത്തിരിക്കുന്ന ഓരോന്നും നോക്കി എന്തിലാണ് പ്രൈമേറ്റുകളുടെ പ്രത്യേകത വരിക. ഒന്നാമത് കൊടുത്തിരിക്കുന്നത് എന്താണ്? തമ്പ് ദാറ്റ് കനോട്ട് ബി ഒപ്പോസ്ഡ് ടു ദ ഫിംഗേഴ്സ് എന്ന് വെച്ചാൽ എന്താ? തള്ളവിരൽ വിപരീത ദിശയിലായിരിക്കില്ല. രണ്ടാമത്തെ എന്താ? ബൈനോക്കുലർ ആൻഡ് 3D വിഷനാണ്. ദ്വിനേത്ര ദർശനം, അതുപോലെ തന്നെ എന്താണ്? ത്രിമാന ദർശനം. ഇത് രണ്ടും സാധ്യമാണെന്നാണ് പറഞ്ഞത്. മൂന്നാമത്തെ എന്താണ്? ലീവ്സ് ഇൻ ഗ്രൂപ്പ്സ് ആണ്. ലീവ്സ് ഇൻ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പുകളായി ജീവിക്കുന്നു. ഇതിൽ ഏതൊക്കെയാണ് പ്രൈമേറ്റുകൾ എന്ന് പറയുന്ന വിഭാഗത്തിൻ്റെ പ്രത്യേകതയായിട്ട് വരിക? പ്രൈമേറ്റുകൾ ഏതാ കറക്റ്റ് ആൻസർ വരിക? നമുക്കറിയാം മനുഷ്യൻ ഉൾപ്പെടുന്ന പ്രൈമേറ്റ്സിലാണ്. നമുക്ക് എങ്ങനെയാണ് മറ്റ് വിരലുകൾക്ക് അഭിമുഖമായിട്ട് നമുക്ക് നമ്മുടെ തള്ളവിരൽ തമ്പ് പിടിക്കാൻ വേണ്ടി പറ്റില്ലേ? അപ്പോൾ ഏത് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്? ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. വിപരീത ദിശയിലായിരിക്കില്ല എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അത് തെറ്റാണ്. ദ്വിനേത്ര ദർശനം നമ്മൾ ഫിസിക്സിലൊക്കെ പഠിക്കുന്നതാണ്. നമുക്ക് എന്താണ് ദ്വിനേത്ര ദർശനം എന്താണ്? അഥവാ ബൈനോക്കുലർ വിഷനാണുള്ളത്. 2 കണ്ണിൽ നിന്നുമുള്ള കാഴ്ചകൾ ചേർന്നിട്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, അതിനെപ്പറ്റി. അതുകൊണ്ട് തന്നെ നമുക്കൊരു വസ്തുവിൻ്റെ എന്താണ് വലിപ്പം, അതിലേക്കുള്ള ദൂരം, അതിൻ്റെ 3D അല്ലെങ്കിൽ അതിൻ്റെ വണ്ണം, ഇതൊക്കെ മനസ്സിലാക്കുന്നത് നമുക്ക് ബൈനോക്കുലർ വിഷൻ അഥവാ ദ്വിനേത്ര ദർശനമായതുകൊണ്ടാണ്. അപ്പോൾ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. മനുഷ്യൻ എങ്ങനെയാണ്, അല്ലെങ്കിൽ പ്രൈമേറ്റുകൾ പൊതുവെ എങ്ങനെയാണ്, ഗ്രൂപ്പുകളായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ജീവിക്കുന്നത്. അപ്പം ക്യൂവും ആറും ശരിയാണ്. ക്യൂ ആൻഡ് ആറ് കറക്റ്റ് എന്ന് പറയുന്നത് ഏതാണ്? സെക്കൻഡ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ക്യൂവും ആറും കറക്റ്റ് ആണെന്ന് പറയുന്നത് ഏതാണ്? സെക്കൻഡ് സ്റ്റേറ്റ്മെൻ്റ് ആണ് അവിടെ കറക്റ്റ് ആയിട്ടുള്ളത്. അപ്പോൾ എന്ത് ചെയ്യണം? ഓരോ വിഭാഗങ്ങളും അവരുടെ പ്രത്യേകതകളുമാണ് എന്ത് ചെയ്യേണ്ടത്, അവിടെ ഓർത്തിരിക്കേണ്ടത്. അത് നന്നായിട്ട് പഠിക്കണം. വളരെ ലെങ്തി ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ് ഇത്, സെക്കൻഡ് ചാപ്റ്റർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നോക്കിയേ, നമ്മുടെ പരിണാമ വൃക്ഷവുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യമാണ്. ഇവാലുവേറ്റ് ദ സ്റ്റേറ്റ്മെന്റ് ഗിവൺ ബിലോ. ആർക്കിയ ആൻഡ് യൂക്കാരിയ ഷെയർ എ കോമൺ ആൻസിസ്റ്റർ MRCA. ആർക്കിയ, യൂക്കാരിയ ഇവയുടെ പൊതുപൂർവികൻ MRCA. MRCA എന്ന് പറഞ്ഞത് എന്താണെന്ന് അറിയാം അല്ലേ? ഏറ്റവും അടുത്ത പൊതുപൂർവികനെയാണ്, മോസ്റ്റ് റീസെൻറ്റ് കോമൺ ആൻസിസ്റ്ററിനെയാണ് നമ്മൾ MRCA എന്ന് പറയുന്നത്. ആ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണെന്ന് നോക്കുക. രണ്ടാമത്തെ എന്താ? ബാക്ടീരിയ, ആർക്കിയ ആൻഡ് യൂക്കാരിയ ഷെയർസ് എ കോമൺ ആൻസിസ്റ്റർ. അതായത് ബാക്ടീരിയയ്ക്കും ആർക്കിയയ്ക്കും യൂക്കാരിയയ്ക്കും കൂടി എന്തുണ്ട്? ഒരു കോമൺ ആൻസിസ്റ്റർ ഉണ്ട് എന്നുള്ള കാര്യമാണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്. മൂന്നാമത്തെ എന്താണ്? പ്രോട്ടിസ്റ്റ,
പ്ലാന്റേ ആൻഡ് ഫഞ്ചൈ, പ്രോട്ടിസ്റ്റ, പ്ലാന്റേ, ഫഞ്ചൈ എന്നിവരുടെ പൊതുപൂർവികൻ കോമൺ ആൻസിസ്റ്റർ എന്ന് പറയുന്നത് ലൂക്ക ആണ്. ലൂക്ക എന്ന് പറയുമ്പോൾ എന്താണ്? ലാസ്റ്റ് യൂണിവേഴ്സൽ കോമൺ ആൻസിസ്റ്റർ ലൂക്ക ആണ്. ഈ പറഞ്ഞിരിക്കുന്നതിൽ ഏത് സ്റ്റേറ്റ്മെൻ്റ് ആണ് കറക്റ്റ് എന്നാണ് ചോദ്യം. ഈ തന്നിരിക്കുന്നതിൽ ഏത് സ്റ്റേറ്റ്മെൻ്റ് ആണ് കറക്റ്റ്, ഏത് സ്റ്റേറ്റ്മെൻ്റ് ആണ് കറക്റ്റ് എന്നാണ് ചോദ്യം. ഒന്ന് ക്വസ്റ്റ്യൻ നോക്കിക്കേ. തന്നിരിക്കുന്നതിൽ ഏത് ഓർമ്മയുണ്ടാകണം? ഏത് ഓർമ്മയുണ്ടെങ്കിലേ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. നമ്മുടെ ആ ഒരു ട്രീ ഉണ്ടല്ലോ, പരിണാമവൃക്ഷം, അതിനെപ്പറ്റി നല്ല ധാരണ വേണം. 9ാം ക്ലാസ്സിൽ നിങ്ങൾ പഠിക്കുന്നതാണ്. ലാസ്റ്റ് ചാപ്റ്ററിൽ ഇവിടെയും എന്ത് ചെയ്യുന്നുണ്ട്? അത് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഉത്തര ആൻസർ വരുന്ന ഏതാണ്? എയും ബിയും കറക്റ്റാണ്. എയും ബിയും കറക്റ്റാണ്. സി എന്ന് പറയുന്നത് എന്താണ്? ഇൻകറക്റ്റാണ്. എയും ബിയും കറക്റ്റാണ്. സി എന്താണ്? ഇൻകറക്റ്റാണ്. എ എന്തായിരുന്നു പറയുന്നത്? എയും ബിയും കറക്റ്റാണ്. സി എന്ന് പറയുന്നത് ഇൻകറക്റ്റാണ്. എയും ബിയും എന്താ പറയുന്നത്? ആർക്കിയയ്ക്കും യൂക്കാരിയയ്ക്കും ഒരു കോമൺ ആൻസിസ്റ്റർ ആണ്. ആർക്കിയയ്ക്കും യൂക്കാരിയയ്ക്കും എന്താണ്? ഒരു കോമൺ ആൻസിസ്റ്റർ ആണെന്നാണ് പറയുന്നത്. ആർക്കിയയ്ക്കും യൂക്കാരിയയ്ക്കും ഒരു കോമൺ ആൻസിസ്റ്റർ ആണ്. അത് ശരിയാണ് ആ സ്റ്റേറ്റ്മെൻറ്റ്. നിങ്ങൾ ആ പേജ് നമ്പർ 46, ഇനി ആ ക്വസ്റ്റ്യൻ വരുന്നുണ്ട് ആ മോഡൽ, പേജ് നമ്പർ 46 കൊടുത്തിരിക്കുന്നത്. അത് ഈ ക്വസ്റ്റ്യൻ കേൾക്കുന്നതിൻ്റെ കൂടെ നോക്കുക. രണ്ടാമത്തെ എന്താ കൊടുത്തിരിക്കുന്നത്? ബാക്ടീരിയ, ആർക്കിയ ആൻഡ് യൂക്കാരിയ. ബാക്ടീരിയ, ആർക്കിയ ആൻഡ് യൂക്കാരിയ ഇവയ്ക്കെല്ലാം കൂടി എന്താണുള്ളത്? ഉള്ള പൊതുപൂർവികനാണ് ഇത് ലൂക്ക അഥവാ ലാസ്റ്റ് കോമൺ ആൻസിസ്റ്റർ എന്ന് പറയുന്നത്. അത് ആ ചിത്രം നോക്കിയിട്ട് ഏത് പോയിന്റിലാണ് മോസ്റ്റ് റീസെൻറ്റ് MRCA വരിക, ഏത് പോയിന്റിലാണ് ലൂക്ക വരിക എന്നുള്ളത് കണ്ടുപിടിച്ചെങ്കിൽ മാത്രമേ അത് എഴുതാൻ വേണ്ടി പറ്റുള്ളൂ. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്ത് ചെയ്യണം? ആ ഒരു ഏരിയ നോക്കി വെക്കണം. ഓരോന്നിൻ്റെ ആ പിക്ചറിനെ പറ്റി ഒരു ധാരണ ഉണ്ടെങ്കിൽ അത് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഇനി 7ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. വൈൽ കമ്പയറിംഗ് ദ പെർസെൻറ്റേജ് ഓഫ് മാച്ചിങ് ഓഫ് ദ ചിമ്പാൻസീസ് DNA സീക്വൻസ് വിത്ത് ദി DNA സീക്വൻസ് ഓഫ് ദി ഓർഗാനിസം, ചൂസ് ദി കറക്റ്റ് ഓർഡർ ഓഫ് ഓർഗാനിസം. അതായത് എന്താ തന്നിരിക്കുന്നത്? ചിമ്പാൻസിയുടെ DNAയും അതുപോലെ തന്നെ മറ്റു ജീവികളുടെ DNA ശ്രേണിയുമായുള്ള പൊരുത്തപ്പെടൽ താരതമ്യം ചെയ്തിട്ടുള്ള ഒരു പരിണാമ ശ്രേണിയാണ് തന്നിരിക്കുന്നത്. അതിൽ കറക്റ്റ് ഓർഡർ ഏതാണെന്നാണ് ചോദ്യം. നമുക്കറിയാം, അതായത് മനുഷ്യനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ജീവി ഏതാണ്? മനുഷ്യനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ജീവി ചിമ്പാൻസിയാണ്. അത് കഴിഞ്ഞ് ഗൊറില്ലയാണ്. അത് കഴിഞ്ഞാണ് എന്ത് വരുന്നുള്ളത്? കുരങ്ങൻ വരുന്നത്. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നതിലെ കറക്റ്റ് ഓർഡർ എന്ന് പറയുന്നത് ഏതാണ്? കുരങ്ങ് അഥവാ ഗൊറില്ല, ചിമ്പാൻസി, മനുഷ്യൻ. അതാണ് എന്ത്? ഈ പറയുന്ന DNA ശ്രേണിയെ കമ്പയർ ചെയ്യുമ്പോൾ അവരുടെ കറക്റ്റ് ഓർഡർ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും എന്ത് ചെയ്യുക കാര്യങ്ങൾ നമ്മൾ വൺ വേർഡ്, ഇതുള്ള ഒരുപാട് വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമ്മളിപ്പോൾ എന്ത് ചെയ്യുന്നുള്ളൂ? ഇത്രയും കാര്യങ്ങളെ എന്ത് ചെയ്യുന്നുള്ളൂ? ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. എല്ലാം ഓരോ പാർട്ടിൽ നിന്നുമാണ് ചോദിച്ചിരിക്കുന്നത്. ആ കാര്യം എന്ത് ചെയ്യുക? നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ഇനി നമ്മൾ നോക്കുന്നത് 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. നോക്കിയേ. ദ ബ്രെയിൻ ഈസ് ദ സെൻറ്റർ ഓഫ് ദ നെർവസ് സിസ്റ്റം വിച്ച് കൺട്രോൾസ് ആൻഡ് കോർഡിനേറ്റ്സ് ദി ഫിസിയോളജിക്കൽ ഫംഗ്ഷൻ. എന്താ? ശാരീരിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന നാഡീവ്യവസ്ഥയുടെ കേന്ദ്രമാണ് മസ്തിഷ്കം. മസ്തിഷ്കത്തിൻ്റെ സംരക്ഷണ ഭാഗങ്ങൾ ഏതൊക്കെയാണെന്നാണ് ചോദ്യം. അതായത് ബ്രെയിനിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഭാഗങ്ങൾ ഏതാണ് ഫസ്റ്റ് എഴുതേണ്ടത്? ഫസ്റ്റ് എഴുതാൻ നമുക്ക് മെനിഞ്ചസ് എഴുതാം. അതായത് എന്താണ്? മെനിഞ്ചസ്. അതുപോലെ തന്നെ എന്തെഴുതാം? സെറിബ്രോ സ്പൈനൽ ദ്രവം എഴുതാം. സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ്. പിന്നെ ഏതെഴുതാം? സ്കൾ അഥവാ തലയോട്. ഇത്രയും ഭാഗങ്ങൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ ബ്രെയിനിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതാണ്. മെനിഞ്ചസ് ഉണ്ട്, സെറിബ്രോ സ്പൈനൽ ദ്രവമുണ്ട്, സ്കൾ അഥവാ തലയോട്. ഇതെല്ലാം എന്താണ്? നമ്മുടെ ബ്രെയിനിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതാണ്. വാട്ട് ആർ ദ പ്രിക്കോഷൻസ് ഓഫ് ബ്രെയിൻ പ്രൊട്ടക്ഷൻ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. അതായത് ബ്രെയിൻ പ്രൊട്ടക്ഷൻ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഈ പറയുന്ന ഡ്രൈവിംഗ് റിലേറ്റഡ് ആയിട്ടാണ് നമുക്ക് അതിനെ കൂടുതൽ കണക്കുക. അതായത് എന്ത് ചെയ്യുക? വാഹന സമയത്ത് അല്ലെങ്കിൽ വണ്ടി ഓടിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുക? ഹെൽമെറ്റ് ധരിക്കുക. വാഹനം ഓടിക്കുന്ന സമയത്ത് ഹെൽമെറ്റ് ധരിക്കുക. അതുപോലെ തന്നെ എന്താണ്? സീറ്റ് ബെൽറ്റ് ധരിക്കുക. വളരെ എന്താണ്? ഹെക്റ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ എന്താണ് വിഗറസ് ആയിട്ടുള്ള ആക്ടിവിറ്റികളിൽ ഏർപ്പെടാതിരിക്കുക. പിന്നെ ബ്രെയിൻ എന്തെങ്കിലും എന്താണ് ചെറിയ നമ്മുടെ തല എവിടെയെങ്കിലും ഇടിക്കുകയോ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ അതിനെ എന്താ നിസ്സാരമായി കാണാതെ എന്ത് ചെയ്യുക? ഡോക്ടറുടെ ഹെൽപ്പ് തേടുക. കാരണം നമുക്ക് ചിലപ്പോൾ തലയിടിച്ചോ ചില ചതവോ കാര്യങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഭാവിയിൽ കുറേ നാൾ കഴിയുമ്പോൾ എന്തുണ്ടാവും? അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ടാകും. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ബ്രെയിനിൻ്റെ പ്രൊട്ടക്ഷനുമായി ബന്ധപ്പെട്ട് എന്ത് ചെയ്യേണ്ടതാണ്? നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ബ്രെയിൻ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നതാണ്. പാർട്സ്, ഓരോ പാർട്സിൻ്റെയും ധർമ്മം, ചിത്രം വരയ്ക്കാൻ എപ്പോഴും ചോദിക്കുന്നത് ബ്രെയിനും ഐയുമാണ്. അതെന്ത് ചെയ്യണം? നോക്കി വെക്കേണ്ട കാര്യമാണ്. അപ്പം ബ്രെയിനെ പ്രൊട്ടക്റ്റ് ചെയ്ത പാർട്ടിൻ്റെ പേരാണ് എന്ത്? മെനിഞ്ചസ് എന്ന് പറയും. അതിന് അതുപോലെ സെറിബ്രോ സ്പൈനൽ ദ്രവമുണ്ട്, തലയോട് അഥവാ സ്കള്ളുണ്ട്. പിന്നെ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. നെക്സ്റ്റ് എന്താ? വിഡ്രോ ദ ഹാൻഡ് വെൻ അൺനോയിങ്ലി ടച്ചിങ് ദ ഫയർ ഈസ് എ റിഫ്ലക്സ് ആക്ഷൻ. അതായത് അറിയാതെ തീയിൽ തൊടുമ്പോൾ നമ്മൾ കൈ പിൻവലിക്കുന്ന എന്താണ്? ഒരു റിഫ്ലക്സ് പ്രവർത്തനമാണ്.
അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് എ റിഫ്ലക്സ് ആക്ഷൻ? എന്താണ് ഒരു റിഫ്ലക്സ് പ്രവർത്തനം എന്ന് പറയുന്നത്? വാട്ട് ഈസ് എ റിഫ്ലക്സ് ആക്ഷൻ? രണ്ടാമത്തെ എന്താണ്? ലിസ്റ്റ് ദ മെയിൻ പാർട്സ് ഇൻ ദ പാത്ത് വേസ് ഓഫ് ഇമ്പൾസ് ഇൻ എ റിഫ്ലക്സ് ആർക്ക്. ഒരു റിഫ്ലക്സ് ആർക്കിൻ്റെ ആ ഒരു പാത്ത്സ് ഉണ്ടല്ലോ, അതെന്തൊക്കെയാണെന്ന് എന്ത് ചെയ്യുന്നു, എഴുതാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് റിഫ്ലക്സ് എന്നും റിഫ്ലക്സ് പ്രവർത്തനത്തിൻ്റെ എന്താണ് പാർട്ടുമാണ്. എന്താ റിഫ്ലക്സ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു ഇമ്പൾസിനനുസരിച്ച്, ഇമ്പൾസ് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ നമുക്ക് എന്ത് പറയാം, ഉദ്ദീപനങ്ങൾ എന്ന് പറയാം. ഉദ്ദീപനം, ചൂട്, തണുപ്പ്, ഇതൊക്കെ ഉദ്ദീപനങ്ങളാണ്. ആ ഉദ്ദീപനങ്ങളൊക്കെ ആയിട്ട് ആകസ്മികമായിട്ട്, ആകസ്മികം എന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന്, ആകസ്മികമായും അനൈശ്ചികം. എന്താ അനൈശ്ചികം എന്നുള്ളതിൻ്റെ ഇംഗ്ലീഷ്? അനൈശ്ചികം എന്ന് പറഞ്ഞാൽ ഇൻവോളണ്ടറി, നമ്മുടെ കൺട്രോളിലല്ലാതെ ഇൻവോളണ്ടറി ആയിട്ട് നടക്കുന്നതുമായ പ്രവർത്തനങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുക, റിഫ്ലക്സ് പ്രവർത്തനം എന്ന് പറയും. അതായത് എന്ത് പറയാം, ഉദ്ദീപനങ്ങൾക്കനുസരിച്ച് അഥവാ ഇമ്പൾസിനനുസരിച്ച് ആകസ്മികമായും അനൈശ്ചികമായും അഥവാ ഇൻവോളണ്ടറിയുമായി നടക്കുന്ന പ്രവർത്തനങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, റിഫ്ലക്സ് ആക്ഷൻ എന്ന് വിളിക്കുന്നത്. ഈ റിഫ്ലക്സ് പ്രവർത്തനത്തിൻ്റെ ആർക്ക് വരയ്ക്കാൻ വേണ്ടി പറയും. അതിൻ്റെ ഫ്ലോ ചാർട്ടാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് എന്താണ് വരിക? ഫസ്റ്റ് ഗ്രാഹികളാണ്. ഫസ്റ്റ് വരിക എന്താണ്? ഗ്രാഹികൾ വരും. ഫസ്റ്റ് വരിക ഗ്രാഹികളാണ്. ഗ്രാഹികളാണല്ലോ, അതായത് എന്ത് ചെയ്യുന്നു, ചൂട്, തണുപ്പ്, ഇതൊക്കെ തിരിച്ചറിയാൻ പറ്റുന്ന ഗ്രാഹികൾ അഥവാ എന്തുണ്ട്, റിസപ്റ്റേഴ്സ് ഉണ്ട് നമ്മുടെ ശരീരത്ത്. ഗ്രാഹികൾ അഥവാ റിസപ്റ്റേഴ്സ് ഉണ്ട്. അവരിൽ നിന്നും സന്ദേശം എങ്ങോട്ടേക്ക് പോകും? സംവേദ ന്യൂറോണിലേക്ക് പോകും. ഏതാണ്? സംവേദ ന്യൂറോണിലേക്ക് പോകും. സംവേദ ന്യൂറോണിൻ്റെ ഇംഗ്ലീഷ് എന്താ? സംവേദ ന്യൂറോൺ അഥവാ സെൻസറി ന്യൂറോൺ എന്ന് പറയും. സംവേദ ന്യൂറോൺ അല്ലെങ്കിൽ എന്ത് പറയാം, സെൻസറി ന്യൂറോണിലേക്കാണ് പോവുക. ഈ സെൻസറി ന്യൂറോൺ ആ വിവരം എങ്ങോട്ടേക്ക് എത്തും? ഇൻ്റർ ന്യൂറോണിലേക്ക് എത്തിക്കും. ഇൻ്റർ ന്യൂറോൺ, ഇത് രണ്ടിലും സെയിം ആണ്, മലയാളം ഇംഗ്ലീഷ് സെയിം ആണ്. ഇൻ്റർ ന്യൂറോണിലേക്ക് എത്തും. ഇൻ്റർ ന്യൂറോണിൽ നിന്ന് എവിടത്തേക്ക് എത്തും? പ്രേരക ന്യൂറോൺ ഇംഗ്ലീഷിലാണെങ്കിൽ അത് മോട്ടോർ ന്യൂറോൺ ആണ്. ആ മോട്ടോർ ന്യൂറോൺ ആർക്ക് നിർദ്ദേശം നൽകുക? നമ്മുടെ പേശി അഥവാ ഏത് ഭാഗത്താണോ ആ റിസപ്റ്റർ, നമ്മൾ ആ ഭാഗം ചലിപ്പിക്കാൻ അനക്കേണ്ടത്, ആ ഭാഗത്തേക്കുള്ള പേശി അഥവാ മസിൽസിന് എന്ത് ചെയ്യും? വിവരം നൽകും. ഇപ്പം നമ്മൾ വിരൽ കൊണ്ട് ഒരു ചൂടുള്ള വസ്തുവിൽ തൊട്ടാൽ നമ്മുടെ കയ്യിലെ മസിലാണല്ലോ എന്ത് ചെയ്യുന്നത്, കൺട്രാക്ട് ചെയ്യേണ്ടത്. അതിൻ്റെ ഫലമായിട്ടാണ് നമുക്ക് കൈ പിന്നിലേക്ക് വലിക്കാൻ സഹായിക്കുക. അപ്പോൾ അവിടുത്തെ മസിലിലേക്കായിരിക്കും നിർദ്ദേശം പോവുക. അപ്പോൾ എവിടെയാണ്? ഫസ്റ്റ് ഗ്രാഹികൾ അഥവാ റിസപ്റ്റേഴ്സ്, പിന്നെ അവിടെ നിന്നും സംവേദ ന്യൂറോൺ അഥവാ സെൻസറി ന്യൂറോൺ, അവിടെ നിന്നും ഇൻ്റർ ന്യൂറോണിൽ നിന്നും പ്രേരക ന്യൂറോൺ അഥവാ മോട്ടോർ ന്യൂറോണിലേക്ക്, അവിടെ നിന്നും മസിൽസിലേക്കായിരിക്കും എന്ത് ചെയ്യുക, ഇൻഫർമേഷൻ പോവുക. അപ്പോൾ അത്രയും കാര്യങ്ങൾ. എന്താണ് ഇമ്പൾസ്? ആ ഇമ്പൾസിൻ്റെ ആർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്ത് ചെയ്യുക, ഓർത്തു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ നോക്കിയേ. മെനി ഫങ്ഷൻസ് ലൈക്ക് ഹാർട്ട് ബീറ്റ് ആൻഡ് റെസ്പിറേഷൻ ഒക്കോർ ഇൻ അവർ ബോഡി വിത്തൗട്ട് കോൺഷ്യസ് കൺട്രോൾ ആണ്. എന്താണ്? നമ്മുടെ ശരീരത്തിൽ ഹൃദയമിടിപ്പ്, ശ്വസനം തുടങ്ങി നിരവധി പ്രവർത്തനങ്ങൾ ബോധപൂർവമല്ലാത്ത നിയന്ത്രണമില്ലാതെ നടക്കുന്നു. എന്താണ്? വിച്ച് പാർട്ട് ഓഫ് ദ നെർവസ് സിസ്റ്റം കൺട്രോൾസ് ദ ഇൻവോളണ്ടറി ആക്ഷൻ? ബോധപൂർവമല്ലാതെ നടക്കുന്ന പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന നാഡീവ്യവസ്ഥയുടെ ഭാഗം ഏതാണ്? രണ്ടാമത്തെ, കമ്പയർ ദ ഫങ്ഷൻസ് ഓഫ് സിമ്പതറ്റിക് ആൻഡ് പാരാസിമ്പതറ്റിക് നെർവസ് സിസ്റ്റം. സിമ്പതറ്റിക് നാഡീവ്യവസ്ഥ, പാരാസിമ്പതറ്റിക് നാഡീവ്യവസ്ഥ എന്നിവയുടെ പ്രവർത്തനങ്ങളെ താരതമ്യം ചെയ്യുക. ആ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കിയേ. അപ്പം എന്താ അതിൻ്റെ ആൻസർ വരിക? വിച്ച് പാർട്ട് ഓഫ് ദ നെർവസ് സിസ്റ്റം കൺട്രോൾസ് ദി ഇൻവോളണ്ടറി ആക്ഷൻ? ഇൻവോളണ്ടറി ആക്ഷനെ കൺട്രോൾ ചെയ്യുന്ന നമ്മുടെ ശരീരത്തിലെ എന്താണ് നെർവസ് സിസ്റ്റം ഏതാണ്? സ്വതന്ത്ര നാഡീവ്യവസ്ഥ എന്ന് മലയാളത്തിൽ പറയും. എന്താണ്? സ്വതന്ത്ര നാഡീവ്യവസ്ഥയാണ്. പേജ് നമ്പർ 64 കൊടുത്തിട്ടുണ്ട്, നോക്കണേ. സ്വതന്ത്ര നാഡീവ്യവസ്ഥ അഥവാ ഓട്ടോണോമസ് നെർവസ് സിസ്റ്റം ആണ്. സ്വതന്ത്ര നാഡീവ്യവസ്ഥ അഥവാ ഓട്ടോണോമസ് നെർവസ് സിസ്റ്റമാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ ശരീരത്തിലുള്ള ഇത്തരം റിയാക്ഷൻസിനെ അല്ലെങ്കിൽ ഇത്തരം പ്രവർത്തനങ്ങളെ എന്ത് ചെയ്യുന്നത്? കൺട്രോൾ ചെയ്യുന്നത്. കമ്പയർ ദ ഫങ്ഷൻസ് ഓഫ് സിമ്പതറ്റിക് ആൻഡ് പാരാസിമ്പതറ്റിക് വ്യവസ്ഥ. സിമ്പതറ്റിക് വ്യവസ്ഥയും പാരാസിമ്പതറ്റിക് വ്യവസ്ഥയും. ഇവിടെ ഓരോ അവയവങ്ങളുടെ തന്നിട്ട് പേജ് നമ്പർ 64 ഡീറ്റെയിൽ ആയിട്ട് ഓരോ അവയവങ്ങൾക്കും ഈ രണ്ട് സിറ്റുവേഷനിലും എന്ത് സംഭവിക്കുന്നുള്ളത് പഠിച്ചു വെക്കണം. തന്നിട്ടുണ്ട്, അത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. സിമ്പതറ്റിക് വ്യവസ്ഥയിൽ എന്ത് സംഭവിക്കുന്നു, പാരാസിമ്പതറ്റിക് വ്യവസ്ഥയിൽ എന്ത് സംഭവിക്കുന്നു. നമ്മൾ അതിപ്പോൾ പോകുന്നില്ല. നമ്മളോട് ചോദ്യം ജസ്റ്റ് അത് തമ്മിൽ കമ്പയർ ചെയ്യാനാണ്. എങ്ങനെ നമുക്ക് കമ്പയർ ചെയ്യാം? സിമ്പതറ്റിക് വ്യവസ്ഥ എപ്പോഴാണ്? ആകസ്മിക സംഭവങ്ങൾ, അതായത് എന്താണ്, പെട്ടെന്നുണ്ടാകുന്ന സംഭവങ്ങളാണ്. ആകസ്മിക സംഭവങ്ങൾ ഉണ്ടാകുന്ന സമയത്താണ് എന്ത്? എമർജൻസി സിറ്റുവേഷൻസ്.
എമർജൻസി സിറ്റുവേഷൻസിൽ ആക്റ്റീവ് ആകുന്ന ആളാണ് ആര്? സിമ്പതറ്റിക് വ്യവസ്ഥ. പെട്ടെന്ന് എന്ത് ചെയ്തു? ഇപ്പം നമ്മൾ പോകുന്ന സമയത്ത് പെട്ടെന്ന് ഒരു പട്ടി കുറച്ച് നമ്മുടെ മേത്തേക്ക് ചാടുകയാണ്. അതെന്താണ്? ഒരു എമർജൻസി സിറ്റുവേഷനാണ്. നമ്മളവിടെ പെട്ടെന്ന് പ്രതികരിക്കണം അതിനോട്. അപ്പോൾ അതാണ് എമർജൻസി സിറ്റുവേഷൻ. അതിനനുസരിച്ച് എന്ത് ചെയ്യുന്നു? നമ്മുടെ കണ്ണിലെ പ്യൂപ്പിളുടെ വലിപ്പം കൂടുന്നത്, ഉമിനീർ ഗ്രന്ഥിയിൽ ഉമിനീർ ഉൽപ്പാദനം കുറയും, നമ്മുടെ ഹൃദയമിടിപ്പ് കൂടും, അങ്ങനെ കുറേ മാറ്റങ്ങൾ ശരീരത്തിൽ ഉണ്ടാവില്ല. ഇതൊക്കെ കൺട്രോൾ ചെയ്യുന്നത് സിമ്പതറ്റിക് വ്യവസ്ഥയാണ്. പാരാസിമ്പതറ്റിക് വ്യവസ്ഥ എന്ന് പറയുമ്പോൾ എന്താ? നമ്മൾ സാധാരണ നമ്മുടെ ഡെയിലി റൊട്ടീൻസ് ഉണ്ടല്ലോ, നമ്മുടെ ഡെയിലി ദിനചര്യകൾ ചെയ്യുന്ന സമയത്ത് ഇപ്പം നമ്മുടെ ദഹനം എന്ന് പറയുന്ന പ്രോസസ്സ് അത് സാധാരണ നടക്കുന്നതാണ്. ഇപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളെ, അതായത് ഡെയിലി റുട്ടീൻ പോലുള്ള കാര്യങ്ങളെ എന്ത് ചെയ്യുന്നു? സ്വാഭാവികമായും നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന കാര്യങ്ങളെ കൺട്രോൾ ചെയ്യുന്ന ആളാണ് ആര്? പാരാസിമ്പതറ്റിക് വ്യവസ്ഥ. സിമ്പതറ്റിക് വ്യവസ്ഥ എന്ന് പറയുമ്പോൾ എന്താണ്? ആകസ്മിക സംഭവങ്ങൾ അഥവാ എമർജൻസി സിറ്റുവേഷൻ ഉണ്ടാകുന്ന സമയത്ത് ആക്റ്റീവ് ആകുന്ന ആളാണ് ആര്? ഈ പറയുന്ന സിമ്പതറ്റിക് വ്യവസ്ഥ എന്ന് പറയുന്നത്. ഇതിനെ രണ്ടിനെയും കൺട്രോൾ ചെയ്യുന്ന നെർവസ് സിസ്റ്റം അല്ലെങ്കിൽ എന്താണ്? നാഡീ വ്യവസ്ഥ എന്ന് പറയുന്നത് ഏതാണ്? സ്വതന്ത്ര നാഡീ വ്യവസ്ഥയാണെന്നുള്ള കാര്യം എന്ത് ചെയ്യുക? മനസ്സിലാക്കി വെക്കുക. നെക്സ്റ്റ് എന്താ? ഫോർ എ നെർവ് ഇമ്പൾസ് ടു ട്രാവൽ ഫ്രം വൺ പാർട്ട് ഓഫ് ദ ബോഡി ടു ദി അനദർ ഇറ്റ് മസ്റ്റ് പാസ്ഡ് ത്രൂ മെനി ന്യൂറോൺസ് ആണ്. എന്താണ്? ഒരു നാഡീയ ആവേഗം ശരീരത്തിൻ്റെ ഒരു ഭാഗത്ത് നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് എത്തണമെങ്കിൽ പല ന്യൂറോണുകളുടെയും സഞ്ചരിക്കണം. നെയിം ദ പാർട്ട് വേർ 2 ന്യൂറോൺസ് ജോയിൻഡ്. 2 ന്യൂറോണുകൾ ജോയിൻ ചെയ്യുന്ന ആ ഭാഗത്തിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണെന്നാണ് ചോദ്യം. പിന്നെന്താണ്? വാട്ട് ഈസ് ദ ഫങ്ഷൻ ഓഫ് സിനാപ്സ്? എന്താണ് സിനാപ്സ് എന്ന് പറയുന്ന ഭാഗത്തിൻ്റെ ഫങ്ഷൻ? അവിടെ തന്നെ നിങ്ങൾക്ക് ഒരു ക്ലൂവിൽ തന്നെ ഉത്തരം കിടപ്പുണ്ട്. എന്താണ്? ഏതിന്? ഫസ്റ്റത്തെ ആൻസർ ആണ്. സെക്കൻഡ് എക്സ്പ്ലനേഷൻ ചോദിച്ചിരിക്കുന്നത് എന്താ? നെയിം ദ പാർട്ട് വേർ 2 ന്യൂറോൺസ്. 2 ന്യൂറോണുകൾ ചേരുന്ന ഭാഗത്തിനെ നമ്മൾ എന്ത് വിളിക്കും? സിനാപ്സ് എന്നാണ് വിളിക്കുക. 2 ന്യൂറോണുകൾ ചേരുന്ന ഭാഗത്തെ നമ്മൾ എന്ത് വിളിക്കും? സിനാപ്സ് എന്ന് വിളിക്കുക. അതായത് ഒരു ന്യൂറോണിൽ നിന്ന് മറ്റൊരു ന്യൂറോണിലേക്ക് ആവേഗം കൈമാറുന്ന ഭാഗമാണ് എന്ത്? സിനാപ്സ് എന്ന് പറയുന്നത്. സിനാപ്സ്. ഇനി ഈ സിനാപ്സിൻ്റെ ഫങ്ഷൻ എന്താ? സിനാപ്സിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് എന്താ? ആവേഗങ്ങൾ അഥവാ ഇമ്പൾസുകളെ എന്ത് ചെയ്യും? ഒരു ഡയറക്ഷനിൽ, ഇമ്പൾസുകളെ വൺ ഡയറക്ഷനിൽ, അതായത് ഒരു ദിശയിൽ മാത്രം ഇമ്പൾസുകളെ എന്ത് ചെയ്യുന്നു? ഒരു ദിശയിൽ കടത്തിവിടാൻ സഹായിക്കുന്ന ഇമ്പൾസുകളെ ഒരു ദിശയിൽ മാത്രം കടത്തിവിടുകയും അതുപോലെ തന്നെ ആ കടന്നു പോകുന്ന ഇമ്പൾസുകളുടെ സഞ്ചാര വേഗത, അതായത് ആ ഇമ്പൾസ് വേഗം നമ്മുടെ ബ്രെയിനിലേക്കോ അല്ലെങ്കിൽ ശരീരഭാഗങ്ങളിലേക്ക് എത്തണ്ടേ, അതിൻ്റെ സ്പീഡ് നിയന്ത്രിക്കുന്നത് ആരാണ്? ഈ പറയുന്ന സിനാപ്സ് ആണ്. അപ്പോൾ എന്താണ്? നമുക്ക് 2 ക്വസ്റ്റ്യൻ ആയി അവിടെ. എന്താണ്? ഒന്ന് ന്യൂറോണുകൾ അല്ലെങ്കിൽ ന്യൂറോണുകൾ പരസ്പരം എന്താണ് ജോയിൻ ചെയ്യുന്ന പാർട്ടിന് അറിയപ്പെടുന്ന പേര് സിനാപ്സ് എന്നാണ് അറിയപ്പെടുന്നത്. അല്ലെങ്കിൽ സിനാപ്റ്റിക് വിടവെന്ന് വേണമെങ്കിലും പറയാം. സിനാപ്സ് എന്ന് പറയുന്നു. സിനാപ്സിൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് എന്താ? ഒരു ദിശയിൽ മാത്രം എന്ത് ചെയ്യുന്നു? ഇമ്പൾസുകളെ കടത്തിവിടുക, അതുപോലെ കടന്നു പോകുന്ന ഇമ്പൾസുകളുടെ സഞ്ചാര വേഗത വർദ്ധിപ്പിക്കുക. ഈ 2 അല്ലെങ്കിൽ സ്പീഡ് ഇൻക്രീസ് ചെയ്യുക. ഈ 2 കാര്യമാണ് ആര് ചെയ്യുന്നത്? സിനാപ്സ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. നാഡീകോശത്തിലൂടെയുള്ള ആവേഗങ്ങളുടെ പ്രേഷണം സൂചിപ്പിക്കുന്ന ചിത്രീകരണം ചുവടെ നൽകിയിരിക്കുന്നു. അത് വിശകലനം ചെയ്ത് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. പേജ് നമ്പർ 60 നമ്മളിങ്ങനെ ഒരു ചിത്രം പഠിക്കുന്നുണ്ട്. അതായത് എന്താ? ഉദ്ദീപിപ്പിക്കുമ്പോൾ ഈ അവസ്ഥയിൽ എന്ത് മാറ്റം ഉണ്ടാകുന്നു? ഈ മാറ്റം ആവേഗങ്ങളുടെ പ്രേഷണത്തിന് കാരണമാകുന്നത് എങ്ങനെ? സെയിം ക്വസ്റ്റ്യൻ ഇവിടെ ഇംഗ്ലീഷ് മീഡിയം കൊടുത്തിട്ടുണ്ട്. എന്താണ്? ദ ഇല്ലുസ്ട്രേഷൻ ബിലോ ഇൻഡിക്കേറ്റ്സ് എ ട്രാൻസ്മിഷൻ ഓഫ് ഇമ്പൾസ് ത്രൂ എ നെർവ് സെൽ. അനലൈസ് ഇറ്റ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ. അതായത് നമ്മൾ പഠിക്കുന്ന ഒരു കാര്യമുണ്ട്. അതായത് നാഡീകോശങ്ങൾ ഉൾപ്പെടെ എല്ലാ കോശങ്ങളും എന്തുള്ളതാണെന്നാണ് നമ്മൾ പഠിക്കുന്നത്? വൈദ്യുത ചാർജ് ഉള്ളവയാണ്. നാഡീകോശങ്ങൾ ഉൾപ്പെടെ എല്ലാം എന്താണ്? വൈദ്യുത ചാർജ് ഉള്ളവയാണെന്ന് നമ്മൾ പഠിക്കുന്നു. അവയുടെ കോശസ്തരം എടുക്കുകയാണെങ്കിൽ ഉൾഭാഗം പുറത്തേക്കാൾ എന്തായിരിക്കും? നെഗറ്റീവ്. അതായത് നോർമലി എങ്ങനെയായിരിക്കും? ഉൾഭാഗത്ത് എങ്ങനെയായിരിക്കും? ഈ പറയുന്ന നെഗറ്റീവ് ചാർജ് ആയിരിക്കും എന്തുണ്ടാവുക? കൂടുതലായിട്ടുണ്ടാവുക. ഇനി എന്തെങ്കിലും തരത്തിലുള്ള ചൂടോ തണുപ്പോ മുതലായ പ്രതികരണങ്ങൾ മൂലം അവ ഉദ്ദീപിപ്പിക്കപ്പെടുമ്പോൾ എന്ത് ചെയ്യും? ഇപ്പം ഇത്രയും ഭാഗത്താണത് എന്ത് ചെയ്യുന്നത്? നമ്മൾ ഉദ്ദീപനം നടക്കുന്നു വിചാരിക്കുക. ഈ ഭാഗത്ത് എന്തായിരുന്നു ഉണ്ടായിരുന്നത്? നെഗറ്റീവ് ചാർജാണ്. അപ്പോൾ എന്ത് ചെയ്യും? ഈ ചാർജിൽ എന്തുണ്ടാകും? വ്യതിയാനം ഉണ്ടാകും. അതായത് പുറത്തുള്ള പോസിറ്റീവ് ചാർജ് അയോണുകൾ എന്ത് ചെയ്യും? കോശത്തിനകത്തേക്ക് പ്രവേശിക്കും. എന്ന് വെച്ചാൽ ഇവിടെ ആദ്യം നെഗറ്റീവ് ഉണ്ടായിരുന്നത് ചൂടുള്ള ഭാഗത്ത് സ്പർശിക്കുമ്പോൾ ഇതെന്തായിട്ട് മാറി? പോസിറ്റീവ് ഭാഗമായിട്ട് മാറി. അതായത് എന്താണ്? ഉദ്ദീപിപ്പിക്കപ്പെടാത്ത അവസ്ഥയിൽ എന്താണ്? ഈക്വൽ പോസിറ്റീവ് ചാർജ് നെഗറ്റീവ് ചാർജുമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളത്, അകത്തും പുറത്തും ഉള്ളത്. അത് ഉദ്ദീപിക്കപ്പെടുമ്പോൾ എന്ത് ചെയ്യും? ബാഹ്യഭാഗത്തുള്ള പോസിറ്റീവ് ചാർജ് എന്ത് ചെയ്യും? ഉള്ളിലേക്ക് പ്രവേശിച്ചിട്ട് അവിടെ എന്തുണ്ടാകും? ഒരു ചാർജ് വേരിയേഷൻ അഥവാ ഒരു ചാർജ് വ്യതിയാനം ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ ചാർജ് വ്യതിയാനം ക്രിയേറ്റ് ചെയ്യും.
ഈ പൊട്ടൻഷ്യൽ വ്യത്യാസത്തിൻ്റെ ഫലമായിട്ട് അവിടെ എന്ത് സൃഷ്ടിക്കപ്പെടും? ഒരു ആവേഗം അഥവാ ഒരു ഇമ്പൾസ് സൃഷ്ടിക്കപ്പെടും. ആവേഗം അഥവാ ഒരു ഇമ്പൾസ് സൃഷ്ടിക്കപ്പെടുകയും ആ ഇമ്പൾസ് എന്ത് ചെയ്യും? സിഗ്നലായിട്ട് എന്ത് ചെയ്യുന്നു? ന്യൂറോണുകൾ വഴി ട്രാൻസ്ഫർ ചെയ്ത് തലച്ചോറിൽ എത്തുകയാണ് ചെയ്യുക. അപ്പോൾ അത് ഞാൻ മൊത്തത്തിൽ അതിൻ്റെ ഒരു ആൻസർ പറയാതെ ആ ബേസിക് അവിടെ നടക്കുന്ന കാര്യമാണ്. നോർമലി നമ്മുടെ കോശം എടുത്തു കഴിഞ്ഞാൽ എന്താണ്? നാഡീകോശങ്ങൾ ഉൾപ്പെടെ എല്ലാ കോശങ്ങളിലും എന്തുണ്ട്? വൈദ്യുത ചാർജുകളുണ്ട്. അപ്പോൾ എങ്ങനെയാണ്? നോർമൽ കണ്ടീഷനിൽ ബാലൻസ്ഡ് ആയിട്ട് നിൽക്കുകയാണ്. കോശസ്തരത്തിന് പുറത്ത് പോസിറ്റീവ്, ഉള്ളിൽ നെഗറ്റീവ് എന്ന രീതിയിലാണ് നിൽക്കുക. നമ്മളൊരു ഉദ്ദീപനം ഉണ്ടാകുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു? ഇവയുടെ എന്ത് ചെയ്യും? ചാർജ് വ്യത്യാസം ഉണ്ടാകും. എന്ന് വെച്ചാൽ പുറത്തുള്ള പോസിറ്റീവ് ചാർജ് അകത്തേക്ക് പ്രവേശിച്ച് അവിടെ ഒരു ചാർജ് വ്യതിയാനം ഉണ്ടാകും. ആ ചാർജ് മാറുന്നതിൻ്റെ ഫലമായിട്ട് അവിടെ എന്തുണ്ടാകും? ഒരു പൊട്ടൻഷ്യൽ ക്രിയേറ്റ് ചെയ്യപ്പെടുകയും ആ പൊട്ടൻഷ്യൽ എന്ത് ചെയ്യും? ആവേഗമായി, ഇമ്പൾസായി എന്ത് ചെയ്യുന്നു? നമ്മുടെ എന്ത് ചെയ്യുന്നു? സിഗ്നലായിട്ട് ട്രാൻസ്ഫർ ചെയ്യുകയാണ് ചെയ്യുന്നത്. വാട്ട് ചേഞ്ചസ് ഒക്വർ വെൻ ഇറ്റ് ഈസ് സ്റ്റിമുലേറ്റഡ്? നമുക്കറിയാം, സ്റ്റിമുലേറ്റ് ചെയ്യപ്പെടുന്ന സമയത്ത് എന്ത് ചെയ്യും? ഇവിടെ കൊടുത്തിരിക്കുന്നുണ്ട് ഈ പോസിറ്റീവ് ചാർജിൽ. ഇപ്പോൾ ഇവിടെയാണെങ്കിൽ ഇത് ഉള്ളിലേക്ക് വരും. എന്ന് വെച്ചാൽ പോസിറ്റീവ് ചാർജുകൾ ബാഹ്യസ്ഥലത്ത് നിന്നും ഉള്ളിലേക്ക് എന്ത് ചെയ്യും? വരും. അതിൻ്റെ ഫലമായിട്ട് എന്ത് ചെയ്യും? അത് ആ പൊട്ടൻഷ്യൽ വ്യത്യാസം സൃഷ്ടിക്കുകയും അതിൻ്റെ ഫലമായിട്ട് എന്ത് ചെയ്യും? സിഗ്നലായിട്ട് അത് ട്രാൻസ്ഫർ ചെയ്യാൻ കാരണമാവുകയും ചെയ്യും. ഇത് കൊടുത്തിരിക്കുന്നത് പേജ് നമ്പർ 64-ലാണ്. പേജ് നമ്പർ 60-ലാണ്. പേജ് നമ്പർ 60 ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഒരു ഫ്ലോ ചാർട്ടൊക്കെ നമ്മളവിടെ പഠിക്കുന്നില്ലേ, അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യനാണ്. ഇനി 7ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയാൽ നമ്മൾ ഒബ്സർവ് ദ ഇല്ലുസ്ട്രേഷൻ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ. അതായത് ഓവർ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അമിതോൽപാദനമാണ്. ആൻഡ് സർവൈവലാണ്. കൊടുത്തിരിക്കുന്നത് എന്താണ്? ഓവർ പ്രൊഡക്ഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. ഓവർ പ്രൊഡക്ഷനും സർവൈവൽ ഓഫ് എക്സിസ്റ്റൻസ് എന്ന് പറഞ്ഞൊരു ഫ്ലോ ചാർട്ട് പോലെ കൊടുത്തിരിക്കുകയാണ്. വിച്ച് തിയറി ഓഫ് ഇവല്യൂഷൻ ഈസ് ഇൻഡിക്കേറ്റഡ് ഹിയർ? നമുക്കറിയാം, ഓവർ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ അമിതോൽപാദനമാണ്. അമിതോൽപാദനം. സർവൈവൽ ഓഫ് എക്സിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ? അർഹതയുള്ളവരുടെ അതിജീവനമാണ്. ഇത് കാണുമ്പോഴേ നിങ്ങൾക്കറിയാം ഏതുമായി ബന്ധപ്പെട്ടതാണ് ഇത് രണ്ടും ഇരിക്കുന്നത്. നമ്മുടെ ഡാർവിൻ്റെ തിയറിയാണ് അല്ലേ? ചാൾസ് ഡാർവിൻ്റെ തിയറിയുമായി ബന്ധപ്പെട്ടാണ്. വിച്ച് തിയറി ഓഫ് ഇവല്യൂഷൻ? ഏതാണ്? ഡാർവിൻ തിയറിയാണ് ഇവിടെ പറയുന്നത്. ഇനി ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഈ വേരിയേഷൻ ഉണ്ടല്ലോ, വ്യതിയാനങ്ങൾ, ജീവികളിൽ വ്യതിയാനം ഉണ്ടാകുന്ന നമ്മൾ പഠിച്ചു. വ്യതിയാനം എങ്ങനെയാണ്? വേരിയേഷൻ ഇൻ ദ സിറ്റുവേഷൻ ഇൻഡിക്കേറ്റഡ് ഇൻ ദി ഇല്ലുസ്ട്രേഷൻ. വേരിയേഷൻ എങ്ങനെയാണ് ജീവികളെ അതിജീവിക്കാൻ സഹായിക്കുന്നതാണ് ചോദ്യം. അതായത് എന്ത് ചെയ്യുന്നു? ഇപ്പോൾ പ്രകൃതിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് ജീവികളിൽ എന്തുണ്ടാകും? ചെറിയ ചെറിയ മാറ്റങ്ങൾ രൂപപ്പെടുകയും. അപ്പം ഈ പ്രകൃതിയിൽ ഉണ്ടാകുന്ന, ഇപ്പം നമ്മൾ ആ കുരുവിയുടെ കേസ് മുമ്പേ പറഞ്ഞില്ലേ, അതായത് ചുണ്ടിന് എങ്ങനെയുള്ള കുരുവികൾ, അതായത് ഷാർപ്പായിട്ടുള്ളവർക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? അർഹതയുള്ള വേരിയേഷൻ വന്ന ജീവികൾ എന്ത് ചെയ്യും? ഷാർപ്പായിട്ടുള്ളവ എന്ത് ചെയ്യും? അവർക്ക് കട്ടിയുള്ള തോടുള്ളവ പൊട്ടിച്ച് കഴിക്കാൻ വേണ്ടി പറ്റുകയും അവർ അതിജീവിക്കുകയും. എന്നാൽ ചുണ്ട് കൂർത്തതല്ലാത്തവർക്ക് കട്ടിയുള്ള തോടുള്ള ആഹാരങ്ങൾ പൊട്ടിച്ച് കഴിക്കാൻ പറ്റാതെ വരികയും അവർക്ക് അതിജീവിക്കാൻ പറ്റാതെ വരും. അതായത് അനുകൂലമായ വ്യതിയാനമുള്ളവർ എന്ത് ചെയ്യും? അതിജീവിക്കുകയും അല്ലാത്തവ നശിച്ചു പോവുകയും ചെയ്യും. അപ്പം അങ്ങനെയാണ് എന്ത് ചെയ്യുക? വേരിയേഷൻ എന്ന് പറയുന്നത് ഈ പറയുന്ന അതിജീവനത്തെ ഹെൽപ്പ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അനുകൂലമായ വ്യതിയാനമാണ് അവർക്ക് ഉണ്ടാകുന്നതെങ്കിൽ അത് അവരുടെ അതിജീവനത്തെ എന്ത് ചെയ്യും? ഹെൽപ്പ് ചെയ്യും. അതുവഴി അവർ കൂടുതൽ പ്രൊഡക്ഷൻ എന്ത് ചെയ്യും? അവരുടെ കൂടുതൽ തലമുറകൾ എന്ത് ചെയ്യും? കൂടുതൽ അവിടെ സൃഷ്ടിക്കപ്പെടാൻ എന്ത് ചെയ്യും? അത് കാരണമാകും. ആ ഒരു കാര്യമാണ് എന്ത് ചെയ്യേണ്ടത്? അവിടെ ആൻസറായിട്ട് എഴുതേണ്ടത്. നെക്സ്റ്റ് ഒരു 3 മാർക്കിൻ്റെ ചോദ്യമാണ്. പേജ് നമ്പർ 47 നമ്മൾ എവിഡൻസ് ഓഫ് എവല്യൂഷൻ അഥവാ പരിണാമത്തിൻ്റെ തെളിവുകൾ എന്ന് പറഞ്ഞ് പഠിക്കുന്ന ഫസ്റ്റ് പാർട്ടിൽ പഠിക്കുന്നതാണ് ഈ പറയുന്ന ഈ ഒരു ചിത്രം. ഈ ചിത്രം ഓർക്കുന്നുണ്ടോ? എന്തായിരുന്നു ഇത്? ഹീമോഗ്ലോബിൻ എന്ന് പറയുന്ന ഹീമോഗ്ലോബിനിലെ പ്രോട്ടീൻ തന്മാത്രയാണ് ഗ്ലോബിൻ. ആ ഗ്ലോബിനിൽ കാണപ്പെടുന്ന 2 ചെയിനുകളുണ്ട്. ഏതൊക്കെയായിരുന്നു? ആൽഫ ചെയിനും അതുപോലെ തന്നെ എന്താണ്? ബീറ്റ ചെയിനും. ആൽഫ ചെയിനും ബീറ്റ ചെയിനിനെ പറ്റി പഠിക്കുന്നുണ്ട്. അതിൻ്റെ ചിത്രമാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഈ കളറിൽ കൊടുത്തിരിക്കുന്നത് ഇതാണ് നമുക്കിവിടെ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. എക്സ് ഏതാണെന്നാണ് ചോദ്യം. എക്സ് ഏതാ വരിക? ബീറ്റ കോശങ്ങൾ അല്ലെങ്കിൽ എന്താണ്? ബീറ്റ ചെയിനാണ്, ബീറ്റ ശൃംഖലയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ ഡാർക്ക് ബ്ലൂവിൽ കൊടുത്തിരിക്കുന്ന ഏതാണത്? ആൽഫ ശൃംഖലയാണ്. അപ്പം എക്സ് കൊടുത്തിരിക്കുന്നത് ബീറ്റ ശൃംഖലയും ഇത് കൊടുത്തിരിക്കുന്ന ആൽഫ ശൃംഖലയും. ഈ ബീറ്റ ശൃംഖലയിലെ ഇതിൻ്റെ അമിനോ ആസിഡുകളുണ്ടല്ലോ, ബീറ്റ ശൃംഖലയിലെ അമിനോ ആസിഡുകളുടെ ക്രമീകരണം എന്ത് ചെയ്യുന്നു? മറ്റ് ജീവികളുടേതുമായി താരതമ്യം ചെയ്തിട്ടൊരു ടേബിൾ നമ്മൾ പഠിക്കുന്നുണ്ട്. ഏത്? ചിമ്പാൻസി, അതുപോലെ ഗൊറില്ല, എലി തുടങ്ങിയ ജീവികൾ മനുഷ്യരുമായുള്ള വ്യത്യാസങ്ങളുടെ എണ്ണം, ബീറ്റ ശൃംഖലയിലെ വ്യത്യാസം നമ്മൾ പഠിക്കുന്നുണ്ട്. അതാണ് 2ാമത്തെ ക്വസ്റ്റ്യനായിട്ട് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അവിടെ നമ്മൾ പ്രധാനമായിട്ട് 3 ജീവികളാണ് പഠിക്കുന്നത്. ചിമ്പാൻസിയുടെയും അതുപോലെ തന്നെ മനുഷ്യൻ്റെയും ഈ പറയുന്ന ബീറ്റ ശൃംഖലയിലെ അമിനോ ആസിഡുകൾ കമ്പയർ ചെയ്ത സമയത്ത് അവിടെ വ്യത്യാസമൊന്നും കണ്ടില്ല. അതിനർത്ഥം എന്താ? മനുഷ്യരുമായിട്ട് അത്രയും അടുത്ത് നിൽക്കുന്ന ജീവിയാണ് ഏത്? ചിമ്പാൻസി എന്ന് പറയുന്നത്. രണ്ടാമത് നോക്കിയത് ഏതാണ്? ഗൊറില്ലയുടെ കേസാണ്.
ഗൊറില്ലയാണ്. ഗൊറില്ലയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അവിടെ എന്താണ് ഈ പറയുന്ന ബീറ്റാ കോശങ്ങൾ എത്രയിൽ ഏകദേശം ഒരെണ്ണം ഇതിൻ്റെ എന്തുണ്ട് വ്യത്യാസം, ബീറ്റാ കോശങ്ങളിലെ അമിനോ ആസിഡുകളിൽ ഒരു എണ്ണത്തിൻ്റെ വ്യത്യാസമാണ് കണ്ടത്. ഇനി എലിയുടെ കേസ് എടുക്കുകയാണെങ്കിൽ എലിയുടേതും അതുപോലെ തന്നെ മനുഷ്യൻ്റെയും എന്താണ് ബീറ്റാ ശൃംഖലയിലെ അമിനോ ആസിഡുകളുടെ എണ്ണം കമ്പയർ ചെയ്തപ്പോൾ അവിടെ 31 എണ്ണത്തിൻ്റെ വ്യത്യാസം കണ്ടു. ഇതിനർത്ഥം ഇവിടുന്ന് മനസ്സിലാക്കുന്നത് എന്താ, മനുഷ്യനുമായിട്ട് പരിണാമ പ്രക്രിയയിൽ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ജീവി ഏതാണ്? ചിമ്പാൻസിയാണ്. അതുപോലെ തന്നെ അത് കഴിഞ്ഞാൽ ഗൊറില്ലയാണ്. ഏറ്റവും അകലെ നിൽക്കുന്ന ജീവിയാണ് എലി. കാരണം അവരുടെ ഈ ശൃംഖലകൾ തമ്മിൽ ഏകദേശം എത്രയാണ്? 31 എണ്ണത്തിൻ്റെ വ്യത്യാസം. അതൊരു വളരെ വലിയ ചേഞ്ചാണ്. അത്ര എണ്ണത്തിൻ്റെ വ്യത്യാസമുണ്ട്. ആ 3 ക്വസ്റ്റ്യൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ 3 ആൻസർ വരുന്ന ക്വസ്റ്റ്യൻ ആണ് കൊടുത്തിരിക്കുന്നത്. ഒന്നാമത്തത് എക്സ് എന്താണെന്നാണ് ചോദ്യം. അത് ബീറ്റാ ശൃംഖലയാണ്. താഴെ കൊടുത്തിരിക്കുന്ന ആൽഫ ശൃംഖലയാണ്. ഈ ബീറ്റാ ശൃംഖലയിലെ അമിനോ ആസിഡുകളുടെ എണ്ണത്തിൽ വെച്ചിട്ടുള്ള കമ്പാരിസനുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് കൊടുത്തിരിക്കുന്നത്. ചിമ്പാൻസി, ഗൊറില്ല, എലി എന്നിവിടെ എഴുതാനും അതിൽ ഏറ്റവും വേരിയേഷൻ കാണിക്കുന്ന ഏതാണ്? ഏറ്റവും കുറവ് കാണിക്കുന്നത് ചിമ്പാൻസിയും ഏറ്റവും കൂടുതൽ കാണിക്കുന്ന ഏതാണ്? എലിയുമാണ്. ഓക്കെ, ആ കാര്യം നോക്കി വെക്കണം. ആ ചിത്രവും അവിടെ മനസ്സിലാക്കി വെക്കണം. എന്താണ് നമ്മൾ പഠിക്കുന്ന ജീവികളുടെ പരിണാമ വൃക്ഷം എന്ന് പറയുന്ന ചിത്രമാണ് കൊടുത്തിരിക്കുന്നത്. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കേണ്ട കാര്യമാണ്. ഇവിടെ നോക്കി, ഇവിടെ കൊടുത്തിരിക്കുന്ന ജീവികൾ ഫസ്റ്റ് കൊടുത്തിരിക്കുന്ന എക്സും വൈയും ഐഡൻറ്റിഫൈ ചെയ്യാനാണ്. ഫസ്റ്റ് അപ്പോൾ ഈ ജീവികളെ പഠിക്കുക. ഏതാ ഫസ്റ്റ്? നിങ്ങൾ 9ാം ക്ലാസ്സിൽ പഠിക്കുന്നതാണിത്. ഫസ്റ്റ് ഏതാ? ബാക്ടീരിയ, ദെൻ ആർക്കിയ. ആർക്കിയ കഴിഞ്ഞാൽ ആരാ വരിക? പ്രോട്ടിസ്റ്റയാണ്. ഞാൻ മുഴുവൻ പേര് എഴുതുന്നില്ല. പ്രോട്ടിസ്റ്റയാണ് ഇവിടെ വരിക. പ്രോട്ടിസ്റ്റ. അതായത് എക്സ് എന്ന് പറയുന്നത് ഏതാണെന്ന് ചോദ്യം. എക്സ് എന്താണ് വരിക? പ്രോട്ടിസ്റ്റയാണ്. നെക്സ്റ്റ് പ്ലാന്റ് കഴിഞ്ഞാൽ പിന്നെ വരുന്ന ആരാണ്? കൂണുകളൊക്കെ ഉൾപ്പെടുന്നത് ഏതാ? ഫഞ്ചൈയാണ്. ഫഞ്ചൈ. അപ്പോൾ അത് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ബാക്ടീരിയ, ആർക്കിയ, പ്രോട്ടിസ്റ്റ, പ്ലാന്റ്, ഫഞ്ചൈ, അനിമേലിയ. ഇതാണ് ആ 6 കിങ്ഡം വരിക. ബാക്ടീരിയ, ആർക്കിയ, പ്രോട്ടിസ്റ്റ, പ്ലാന്റ്, ഫഞ്ചൈ, അനിമേലിയ. ഇനി നോക്കിയേ, ഇനി അടുത്ത ചോദ്യം എന്താ? വാട്ട് ഈസ് എ കോമൺ ആൻസിസ്റ്റർ ഷെയർഡ് ബൈ ആർക്കിയ ആൻഡ് യൂക്കാരിയ? ആർക്കിയയും യൂക്കാരിയ എവിടെയാണെന്ന് നോക്കുക. ആർക്കിയ ഇതാ ഇവിടെയുണ്ട്, യൂക്കാരിയ ഇവിടെയുണ്ട്. ഇവർ രണ്ടും കൂടെ ഷെയർ ചെയ്യുന്ന കോമൺ ആൻസിസ്റ്റർ ഇതാ ഇവിടെയല്ലേ ഇവർ തമ്മിൽ കൂട്ടിമുട്ടുന്നത്. ഈ കോമൺ ആൻസിസ്റ്ററിൻ്റെ പേരെന്താണ്? അതാണ് മോസ്റ്റ് റീസെൻറ്റ് കോമൺ ആൻസിസ്റ്റർ അഥവാ MRCA എന്ന് വരും. അപ്പോൾ ആർക്കിയയുടെയും യൂക്കാരിയുടെ ഇതെല്ലാം MRCA ആണ്. ഇതെടുത്താൽ ഇത് നോക്കിയാൽ ഇത് അനിമേലിയയുടെയും ഫഞ്ചയുടെയും MRCA ആണ്. ഈ പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ ഏതിൻ്റെയൊക്കെയാണ്? പ്രോട്ടിസ്റ്റയുടെയും പ്ലാന്റയുടെയും എന്താണ്? MRCA ആണ്. അപ്പോൾ ഇവിടെയൊക്കെ വരുന്ന MRCA. ഏറ്റവും അവസാനം വരുന്ന ആളാണ് ആര്? ലാസ്റ്റ് കോമൺ ആൻസിസ്റ്റർ അഥവാ ലൂക്ക എന്ന് പറയുന്നത്. ലാസ്റ്റ് യൂണിവേഴ്സൽ കോമൺ ആൻസിസ്റ്റർ യൂക്ക എന്ന് പറയുന്നത്. അപ്പോൾ ആർക്കിയ എവിടെയാണ്? യൂക്കാരി എവിടെയാണ്? അവർ രണ്ടും കൂടെ കൂട്ടിമുട്ടുന്നത് ഇവിടെയാണ്. അതെന്ന് പറയുന്നത് ഏതാ? കോമൺ ആൻസിസ്റ്റർ എന്ന് പറയുന്നത് MRCA ആണ്. ആൻഡ് ഹൂ ഈസ് ദ കോമൺ ആൻസിസ്റ്റർ ഓഫ് ഓൾ ഓഫ് ദം? ഇവരുടെ എല്ലാവരുടെയും കൂടെ കോമൺ ആൻസിസ്റ്റർ ആരാണ്? ഏറ്റവും അവസാനം വരുന്ന ആൾ. അയാളെ നമ്മൾ എന്ത് വിളിക്കും? LUC അല്ലെങ്കിൽ ലൂക്ക എന്ന് ഓർത്തിരുന്നാൽ മതി. ലാസ്റ്റ് യൂണിവേഴ്സൽ കോമൺ ആൻസിസ്റ്റർ ആണ്. എന്താണ് ഒരു ഇവല്യൂഷണറി ട്രീ എന്ന് പറഞ്ഞാൽ? എന്താണ് ഒരു ഇവല്യൂഷണറി ട്രീ അഥവാ പരിണാമ വൃക്ഷം എന്ന് പറഞ്ഞാൽ എന്താ? ജീവികൾ തമ്മിലുള്ള പരസ്പര ബന്ധം കാണിക്കുന്ന ഒരു ഫ്ലോ ചാർട്ട് അല്ലെങ്കിൽ ഒരു രേഖയാണ് പരിണാമ വൃക്ഷം എന്ന് പറയുന്നത്. ജീവികൾ തമ്മിലുള്ള പരസ്പര ബന്ധം സൂചിപ്പിക്കുന്നതാണ് പരിണാമ വൃക്ഷം. അവരുടെ പരിണാമത്തിൽ അവരുടെ തമ്മിൽ എങ്ങനെ റിലേറ്റ് ചെയ്തിരിക്കുന്നു എന്ന് കാണിക്കുന്ന ഒരു ട്രീ ആണ് ഈ പറയുന്ന പരിണാമ വൃക്ഷം എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ പഠിച്ചു വെക്കേണ്ട ചിത്രമാണ് തൊട്ട് താഴെ കൊടുത്തിരിക്കുന്ന ചിത്രം. അതായത് മനുഷ്യൻ്റെ ഒക്കെ പരിണാമത്തിൽ മനസ്സിലാക്കി വെക്കേണ്ടത് മനുഷ്യനും കുരങ്ങനും എന്താണ് വ്യത്യസ്ത ഇതിൽ ഉൾപ്പെടുന്നതാണെന്നൊക്കെ നമ്മൾ പറയുന്നത് ഈ ഒരു ട്രീനെ ബേസ് ചെയ്തിട്ടാണ്. മനുഷ്യൻ്റെ പരിണാമ വൃക്ഷമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൽ വിട്ട ഭാഗങ്ങൾ പൂരിപ്പിക്കാനാണ്. ഫസ്റ്റ് വരുന്ന ഏതാണ്? മനുഷ്യനൊക്കെ ഉൾപ്പെടുന്ന വിഭാഗമാണ്. ഫസ്റ്റ് വരുന്ന വിഭാഗമാണ് പ്രൈമേറ്റുകൾ എന്ന് വിളിക്കും. ഏതാണ്? പ്രൈമേറ്റുകൾ. എന്താണ്? പ്രൈമേറ്റുകളിൽ വരുന്നൊരു വിഭാഗമാണ് ആർത്രോപോയിഡ. ഈ ആർത്രോപോയിഡയാണ് എന്ത് ചെയ്യുന്നത്? രണ്ടായിട്ട് തിരിയും. ഇവിടെ വരുന്ന ഏതാണ്? കുരങ്ങനൊക്കെ വരുന്ന ഏതാണ്? സെർക്കോപിത്തിക്കോയിഡയാണ്. എന്താണ്? സെർക്കോപിത്തിക്കോയിഡിയാണ്. ഇനി മനുഷ്യൻ ഉൾപ്പെടുന്ന ഏതാണ്? ഹോമിനോയിഡയാണ്. ഞാൻ മുഴുവൻ എഴുതുന്നില്ല. ഹോമിനോയിഡയാണ്. മനുഷ്യൻ ഉൾപ്പെടുന്നത് ഹോമിനോയിഡയാണ്. അതിൻ്റെ പ്രത്യേകത എന്താ? മനുഷ്യൻ്റെ കേസിൽ അറിയാം, ബിഗ് സൈസ്ഡ് ബ്രെയിൻ എന്ന് വെച്ചാൽ എന്താ? വലിയ മസ്തിഷ്കവും വാലില്ലാത്തവരുമാണ് ആര്? ഹോമിനോയിഡിയയിൽ വരുന്നത്. സെർക്കോപിത്തിക്കോയിഡിയയിൽ വരുന്നവരെന്താണ്? നേരെ ഓപ്പോസിറ്റ്. അവർക്ക് എന്തായിരിക്കും? ചെറിയ മസ്തിഷ്കം. ഇവിടെ ക്യൂ എന്നുള്ളിടത്ത് എഴുതേണ്ടത് എന്താ? ചെറിയ മസ്തിഷ്കവും അതുപോലെ തന്നെ എന്താണ്? വാലുള്ളവരുമാണ്. അപ്പോൾ ചെറിയ മസ്തിഷ്കവും വാലുള്ളവരും സെർക്കോപിത്തിക്കോയിഡിയയിൽ വരുന്നവരാണ്. ഇനി വലിയ മസ്തിഷ്കവും വാലില്ലാത്തവരുമാണ് ഏതിൽ വരുന്നത്?
ഹോമിനോയിഡയിൽ വരുന്നത്. അതിൽ സെർക്കോപിറ്റിക്കോയിഡിൽ വരുന്ന ആരാണ് മങ്കി എന്ന് പറയും. ഹോമിനോയിഡയിൽ വരുന്ന ആരാണ് ഈ ഫസ്റ്റ് കൊടുത്തിരിക്കുന്ന ആരാണിത്? ഗിബ്ബൺ ആണ്. എന്താണ്? ഗിബ്ബൺ. രണ്ടാമത് കൊടുത്തിരിക്കുന്നത് ഒറാങ്കൂട്ടാൻ. ഈ മൂന്നാമത് കൊടുത്തിരിക്കുന്ന ഒറാങ്കൂട്ടാനാണ്. മൂന്നാമത് കൊടുത്തിരിക്കുന്ന ആരാണ്? ഗൊറില്ലയാണ്. നാലാമത്തെ ആളാരാണ്? ചിമ്പാൻസി. ദെൻ ഹ്യൂമൻ ബീയിങ് അഥവാ മനുഷ്യനാണ്. അപ്പോൾ ഈ ചിത്രം മനുഷ്യൻ്റെ പരിണാമ വൃക്ഷം പഠിച്ചു വെക്കണം. അവ എങ്ങനെ ക്ലാസിഫൈ ചെയ്തു പോകുന്നു? മനുഷ്യൻ്റെയും കുരങ്ങുകളുടെയും ഒക്കെ ലാസ്റ്റ് കോമൺ അല്ലെങ്കിൽ പൊതുപൂർവികനാണ് ആരെന്ന് പറയുന്നത്? പ്രൈമേറ്റ് എന്ന് പറയുന്നത്. ഏതാണ്? പ്രൈമേറ്റുകൾ. മാമൽസ് എന്ന് പറയുന്ന വിഭാഗമാണ്. എന്താണ്? പ്രസവിച്ച് പാലൂട്ട് വളർത്തുന്നതിൽ വരുന്ന പ്രൈമേറ്റുകൾ ഇതിൻ്റെ വിഭാഗമാണ്. അത് ആർത്രോപോയിഡ. അത് രണ്ടായിട്ട് തിരിയുന്നു. ഏതൊക്കെയാണ്? സെർക്കോപിറ്റിക്കോയിഡെയും അതുപോലെ ഹോമിനോയിഡെയും. സെർക്കോപിറ്റിക്കോയിഡയിൽ എങ്ങനെയാണ്? ചെറിയ മസ്തിഷ്കവും വാലുള്ളവരുമാണെങ്കിൽ ഹോമിനോയിഡ് എങ്ങനെയാണ്? വലിയ മസ്തിഷ്കവും വാലില്ലാത്തവരുമാണ്. അതിൽ ഓരോന്നിലും ഏതൊക്കെ വിഭാഗത്തിലെ ജീവികൾ വരുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. നോക്കിയേ, ക്വസ്റ്റ്യൻ എന്താ? റീഡ്രോ ദ ഡയഗ്രാം ആൻഡ് കറക്റ്റ് ദ മിസ്റ്റേക്സ് ഇൻ ദി ഇമേജ്. ഈ ചിത്രം പകർത്തി വരച്ച് ചിത്രത്തിലെ തെറ്റുകൾ തിരുത്തി എഴുതാൻ പറഞ്ഞിരിക്കുന്നു. ഇനി റൈറ്റ് ആൻ എക്സാമ്പിൾ ഫോർ ന്യൂറോ ട്രാൻസ്മിറ്റർ. ഒരു ന്യൂറോ ട്രാൻസ്മിറ്ററിന് ഒരു ഉദാഹരണം എഴുതാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നു. നെയിം ദ പാർട്ട് ഓഫ് ന്യൂറോൺ വിച്ച് റിസീവ്സ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് റിസീവ് ചെയ്യുന്ന ഭാഗത്തിൻ്റെ പേര് എഴുതാൻ വേണ്ടിയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ക്വസ്റ്റ്യനിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് നോക്കിയേ, ഈ ചിത്രത്തിൽ വരുന്ന തെറ്റുകൾ തിരുത്താൻ വേണ്ടിയാണ്. നിങ്ങൾ ഈ ചിത്രം ഒന്ന് നോക്കിയേ. ഈ ചിത്രം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ന്യൂറോൺ കുറേ വർഷങ്ങളായിട്ട് എപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്ന ഒരു പോർഷനാണ് ഈ ന്യൂറോണുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ. ഇവിടെ കൊടുത്തിരിക്കുന്നതിൽ ശരിയും തെറ്റും ആദ്യം. അപ്പം മൊത്തം നമുക്ക് ഈ ഭാഗങ്ങളെ പറ്റി എന്ത് വേണം? ഒരു ധാരണ വേണം. ഇവിടെ കൊടുത്തിരിക്കുന്ന നോക്കിയേ, സെൽ ബോഡി. ഇവിടെ ഒന്നാമത് കൊടുത്തിരിക്കുന്നത് ഡെൻഡ്രൈറ്റ് എന്നാണ്. ഇത് ഇവിടെയാണ് ഡെൻഡ്രൈറ്റ് കാണിച്ചിരിക്കുന്നത്. അതെന്താണ്? തെറ്റാണ് അല്ലേ? ഡെൻഡ്രൈറ്റ് എവിടെയാണ് വരും? അത് ഈ അറ്റത്ത് കാണുന്ന ആളാണ് ആര്? ഡെൻഡ്രൈറ്റ്. അറ്റത്ത് കാണുന്ന ആളാണ് ആര്? ഡെൻഡ്രൈറ്റ്. ഞാൻ DT എന്ന് മാത്രം എഴുതുകയാണ്. ഡെൻഡ്രൈറ്റ്. ഏറ്റവും അറ്റത്ത് വരുന്ന ആൾ ഡെൻഡ്രൈറ്റ് ആണ്. ഇവിടെ ഈ ഡെൻഡ്രൈറ്റ് എന്ന് പറഞ്ഞ് കാണിച്ചിരിക്കുന്ന ആരെയാണ്? ശരിക്കും ഡെൻഡ്രോണിനെയാണ് അല്ലേ? ഇവിടെ ഡെൻഡ്രൈറ്റ് എന്ന് പറഞ്ഞ് കാണിച്ചിരിക്കുന്നത് DN എന്ന് എഴുതുന്നത് ഡെൻഡ്രോണിനെയാണ്. അപ്പോൾ ഫസ്റ്റ് വരേണ്ടത് ഡെൻഡ്രൈറ്റ്, പിന്നെ ഡെൻഡ്രോണ്, അത് കഴിഞ്ഞ് ഏതാണ്? സെൽ ബോഡി അഥവാ കോശ ശരീരം എന്ന് മലയാളത്തിൽ പറയും. പിന്നെ കൊടുത്തിരിക്കുന്ന ഏതാണ്? ആക്സോൺ ആണ്. പിന്നെ കൊടുത്തിരിക്കുന്നത് ആക്സോൺ ആണ്. പിന്നെ കൊടുത്തിരിക്കുന്ന ഏതാണ്? ആക്സോൺ ആണ് കൊടുത്തിരിക്കുന്നത്. ആക്സോൺ കൊടുത്തിരിക്കുന്നു. നെക്സ്റ്റ് കൊടുത്തിരിക്കുന്ന ഏതാണ്? ആക്സോണൈറ്റ് എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നു. ഈ ആക്സോണൈറ്റ് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത് ശരിയാണോ? അല്ല, തെറ്റാണ് അല്ലേ? ഇത് ഏതാ സാധനം? സിനാപ്റ്റിക് നോബാണ് അല്ലേ? സിനാപ്റ്റിക് നോബാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം ആക്സോൺ ഈ ഭാഗം വരുന്നത് ഇതാണ് ആക്സോണൈറ്റ്. അതിൻ്റെ അറ്റത്ത് ആ മുത്തുകൾ പോലെ കാണപ്പെടുന്ന ഭാഗം ഏതാണ്? സിനാപ്റ്റിക് നോബാണ്. അപ്പോൾ ചിത്രം നിങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം? കംപ്ലീറ്റ് അറിഞ്ഞിരിക്കണം. ഫസ്റ്റ് വരുന്ന, അതായത് തൊട്ടടുത്ത കോശങ്ങളിൽ നിന്ന് സന്ദേശം സ്വീകരിക്കുന്ന ഭാഗം ഉണ്ടല്ലോ, അതാണ് ഡെൻഡ്രൈറ്റ്. അവിടുന്ന് ഇൻഫർമേഷൻ എങ്ങോട്ട്? അതാണ് ഈ അറ്റത്തെ ഭാഗം. അത് എവിടുന്ന് കൊടുക്കുന്നത്? ഈ പോലെയുള്ള ഭാഗങ്ങൾ. ഇതാണ് എന്ത്? ഡെൻഡ്രോൺ എന്ന് പറയും. അതിനെ എന്ത് വിളിക്കും? ഡെൻഡ്രോൺ എന്ന് പറയും. ഡെൻഡ്രോണിൽ നിന്ന് കോശ ശരീരം അഥവാ സെൽ ബോഡി, അവിടെ നിന്നും ആക്സോണിൽ നിന്നും എങ്ങോട്ടേക്ക്? ആക്സോണൈറ്റ് അഥവാ ഈ ശാഖകൾ പോലെ കാണപ്പെടുന്ന ഭാഗം. അതിൽ നിന്നും എന്താണ്? ഈ അറ്റത്ത് കാണപ്പെടുന്ന സിനാപ്റ്റിക് നോബ്. ഈ സിനാപ്റ്റിക് നോബിൽ നിന്നുമാണ് ഇത് നാഡീയ പ്രേക്ഷമായിട്ടുള്ള അല്ലെങ്കിൽ ന്യൂറോ ട്രാൻസ്മിറ്റർ എന്ത് ചെയ്യുന്നത്? സെക്രീറ്റ് ചെയ്യപ്പെടുന്നത്. ഇനി ഒരു കാര്യം കൂടി ഇവിടെ ഓർത്തിരിക്കണം. ഈ ആക്സോണിനെ പൊതിഞ്ഞ് ആര് കാണപ്പെടും? മയലിൻ ഷീത്തുകൾ കാണപ്പെടും അല്ലേ? ആക്സോണിനെ പൊതിഞ്ഞാണ് ആര് കാണപ്പെടുക? മയലിൻ ഷീത്ത് കാണപ്പെടുക. മയലിൻ ഷീത്ത് എന്തിനു സഹായിക്കും? ഒരു സന്ദേശങ്ങൾ, അതായത് ഈ പറയുന്ന ഇതിലൂടെ ഇലക്ട്രിക്കൽ സിഗ്നൽ ആയിട്ട് പോകുകയാണ് ചെയ്യുന്നത്. ആ സമയത്ത് ഇലക്ട്രിക്കൽ സിഗ്നൽ എന്ത് ചെയ്യുന്നു? പുറത്തേക്കൊന്നും പോകാതെ ഒരു ഇൻസുലേറ്റർ ആയിട്ട് മാറുന്നത് ഇതിനെ പൊതിഞ്ഞ് കാണപ്പെടുന്ന, ഇതിനെ ഇങ്ങനെ കോട്ട് ചെയ്തിട്ട്, ഇതിനെ ഇങ്ങനെ കവർ ചെയ്തിട്ട് ഇങ്ങനെ ഒരു ബ്ലോക്കായിട്ട് ആര് കാണപ്പെടും? മയലിൻ ഷീത്തുകൾ കാണപ്പെടും. അതുപോലെ എന്ത് ചെയ്യും? ഈ പറയുന്ന നാഡീയ പ്രേക്ഷണങ്ങളുടെ അല്ലെങ്കിൽ ആ ഇൻഫർമേഷൻ വളരെ വേഗത്തിൽ പോകാൻ അവയുടെ വേഗത വർദ്ധിപ്പിക്കുന്നതും ഒരു ഇൻസുലേറ്റർ ആയിട്ട് മാറുന്നതും അവയ്ക്ക് പോഷണം നൽകുക, പ്രൊട്ടക്റ്റീവ് ലെയറായിട്ട് മാറുന്നതും ആരാണ്? ഈ പറയുന്ന മയലിൻ ഷീത്താണ്. അത് ആരെ പൊതിഞ്ഞാണ്? ആക്സോണിനെ പൊതിഞ്ഞാണ് കാണപ്പെടുന്നതെന്ന് മനസ്സിലാക്കണം. അപ്പം അത്രയും ഭാഗങ്ങൾ അവിടെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. അടുത്ത ചോദ്യം ഒരു ന്യൂറോ ട്രാൻസ്മിറ്ററിന് എക്സാമ്പിൾ എഴുതാനാണ്. ഏതാ ന്യൂറോ ട്രാൻസ്മിറ്ററിൻ്റെ എക്സാമ്പിൾ? അസറ്റൈൽ കോളിയാണ്. നമ്മൾ പഠിക്കുന്നതാണല്ലേ അസറ്റൈൽ കോളിയാണ് എന്ത്? ന്യൂറോ ട്രാൻസ്മിറ്ററിന് എക്സാമ്പിളായിട്ട്. അതാണ് അടുത്ത ചോദ്യം. ന്യൂറോ ട്രാൻസ്മിറ്ററിന് എക്സാമ്പിൾ ഏതാണ്? അസറ്റൈൽ കോളിനാണ്. ഇനി അടുത്ത എന്താ? തൊട്ടടുത്ത എന്താണ്? നെയിം ദ പാർട്ട് ഓഫ് ന്യൂറോൺ വിച്ച് റിസീവ്സ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്. ന്യൂറോ ട്രാൻസ്മിറ്ററിനെ സ്വീകരിക്കുന്ന ന്യൂറോണിൻ്റെ ഭാഗം. നമ്മളിപ്പോൾ പറഞ്ഞു തൊട്ടടുത്തത്തെ കോശത്തിൽ നിന്നും സന്ദേശങ്ങൾ സ്വീകരിക്കുന്ന ആളാണ് ആര്?
ഡെൻഡ്രൈറ്റ്. അപ്പം തൊട്ടടുത്ത ഇതിൽ നിന്നും ന്യൂറോ ട്രാൻസ്മിറ്ററിനെ സ്വീകരിക്കുന്ന ആരായിരിക്കും? ഡെൻഡ്രൈറ്റ് ആയിരിക്കും. ഏതാണ്? ഡെൻഡ്രൈറ്റ് ആണ്. അപ്പം ഓർത്തിരിക്കേണ്ടത് ആ ഓരോ ഭാഗങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഓരോ ഭാഗത്തിൻ്റെയും ധർമ്മങ്ങൾ, ഈ ആക്സോണിനെ പൊതിഞ്ഞ് കാണപ്പെടുന്ന മൈലിൻ ഷീത്ത്, അതിൻ്റെ പ്രത്യേകതകൾ, അതിൻ്റെ ധർമ്മങ്ങൾ, അതുപോലെ സിനാപ്റ്റിക് നോബാണ് ന്യൂറോ ട്രാൻസ്മിറ്റർ സെക്രീറ്റ് ചെയ്യുന്നത്. അതിന് ഉദാഹരണമാണ് അസറ്റൈൻ കോളിൻ എന്ന് പറയുന്നത്. അത് തൊട്ടടുത്ത കോശത്തിൽ ഏത് സ്വീകരിക്കും? ഡെൻഡ്രൈറ്റ് ആണ് സ്വീകരിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക? അതുമായി ബന്ധപ്പെട്ട് എന്ത് ചെയ്യുക? മനസ്സിലാക്കി വെക്കുക. ഇനി തൊട്ടടുത്ത ചിത്രം കൊടുത്തിരിക്കുന്നത് എന്താണ്? നെക്സ്റ്റ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചിത്രം ഏത്? ബ്രെയിനിൻ്റെ ചിത്രം കൊടുത്തിരിക്കുന്നു. നിങ്ങൾ ആ ചിത്രം ഒന്ന് ഒബ്സർവ് ചെയ്യുക. മലയാളത്തും ഇംഗ്ലീഷിലും കൊടുത്തിട്ടുണ്ട്. ആണെങ്കിൽ ഇത് മലയാളത്തിൽ കൊടുത്തിരിക്കുന്നതിൻ്റെ ചിത്രം കാണിക്കാം. എന്ത് ചെയ്തിരിക്കുന്നു? ചിത്രം കൊടുത്തിരിക്കുന്നു. പാർട്ടുകൾ ഐഡൻറ്റിഫൈ ചെയ്യാനാണ്. പകർത്തി വരയ്ക്കുന്നതിന് മാർക്കുണ്ട്. എപ്പോഴും അത് ചിത്രം വരയ്ക്കുമ്പോൾ ഓർക്കണം. പകർത്തി വരച്ച് ഭാഗങ്ങളിൽ തെറ്റുണ്ടെങ്കിൽ എന്താണ്? തിരുത്തി എഴുതി ധർമ്മങ്ങൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്ന് നോക്കിയ ചിത്രം. ഓക്കെ, ബ്രെയിനിൻ്റെ പാർട്സും അതിൻ്റെ ധർമ്മങ്ങളും ഇമ്പോർട്ടൻ്റ് ആണ്. ഫസ്റ്റ് കൊടുത്തിരിക്കുന്നത് നോക്കി, നമുക്ക് ഓരോ ഭാഗങ്ങളായിട്ട് തന്നെ പഠിച്ചു. ഈ ഏറ്റവും കൂടുതൽ, അതായത് ഏറ്റവും വലിയ ഭാഗമാണ് ഏത്? സെറിബ്രം എന്ന് പറയും അല്ലേ? സെറിബ്രമാണ് തലച്ചോറിലെ ഏറ്റവും വലിയ ഭാഗം എന്ന് പറയുന്നത് സെറിബ്രമാണ്. സെറിബ്രത്തിൽ എന്തുണ്ട്? ഒരു വൈറ്റ് മാറ്ററും ഗ്രേ മാറ്ററും ഒക്കെ കാണുന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിക്കും. അതായത് ഇതിൻ്റെ പ്രധാന ഡ്യൂട്ടി എന്ന് പറയുന്നത് എന്താണ്? ഐച്ഛിക ചലനമാണ്. അതായത് നമുക്ക് വോളണ്ടറി ആയിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ചില ചലനങ്ങളുണ്ടല്ലോ, കൈയുടെ ചലനം, കാലിൻ്റെ ചലനം, ഇതൊക്കെ കൺട്രോൾ ചെയ്യുന്നത് സെറിബ്രമാണ്. അതുപോലെ നിങ്ങളുടെ ബുദ്ധി, നിങ്ങൾ പരീക്ഷ സമയത്ത് പഠിക്കുന്ന നിങ്ങളുടെ ബുദ്ധി, നിങ്ങൾക്ക് പഠിച്ച കാര്യങ്ങൾ ഓർത്തിരിക്കാനുള്ള നിങ്ങളുടെ ഓർമ്മ, ഒരു കവിത എഴുതാൻ പറഞ്ഞാൽ വരുന്ന ചിന്ത, ഭാവന തുടങ്ങിയ എല്ലാ കാര്യങ്ങളെയും കൺട്രോൾ ചെയ്യുന്ന ആരാണ്? സെറിബ്രമാണ്. നമ്മുടെ ബുദ്ധി, ഓർമ്മ, ചിന്ത, ഭാവന, അതുപോലുള്ള കാര്യങ്ങൾ, നമ്മൾക്ക് ഇഷ്ടത്തിന് നമുക്ക് ചലിപ്പിക്കാൻ പറ്റുന്ന അവയവങ്ങൾ, നമ്മുടെ കൈകാലുകളൊക്കെ, അവയുടെ ചലനങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുന്നത് നമ്മുടെ ഇന്ദ്രിയ അനുഭവങ്ങൾ എന്ന് വെച്ചാൽ നമ്മൾക്ക് കാണാൻ പറ്റുന്നത്, കേൾക്കാൻ പറ്റുന്നത്, അങ്ങനെയുള്ള നമ്മുടെ ഇന്ദ്രിയങ്ങൾ, തൊട്ടാൽ അറിയുന്നത്, ഇതൊക്കെ എന്താണ്? ഇന്ദ്രിയ അനുഭവങ്ങളാണ്, സെൻസസ് ആണ്. അതൊക്കെ തിരിച്ചറിയാൻ സഹായിക്കുന്ന തലച്ചോറിലെ ഏറ്റവും വലിയ ഭാഗമാണ് ഇത്? സെറിബ്രം എന്ന് പറയുന്നത്. അപ്പോൾ സെറിബ്രത്തിന് തൊട്ട് താഴെ കാണപ്പെടുന്ന ആളാണ് ആര്? സെറിബെല്ലം. അപ്പോൾ ഈ കൊടുത്തിരിക്കുന്ന പി എന്ന് പറയുന്ന ഭാഗം അടയാളപ്പെടുത്തിയിരിക്കുന്നത് ശരിയാണ്. ഇത് സെറിബെല്ലമാണ്. രണ്ടാമത്തെ വലിയ ഭാഗമാണ്. സെറിബ്രത്തിൻ്റെ താഴെയായിട്ടാണ് കാണപ്പെടുന്നത്. എന്ത് ചെയ്യും? ഇവരുടെ പ്രധാന ധർമ്മം നിങ്ങൾ പഠിച്ചു വെക്കണം. ശരീര തുലന നില എന്ന് വെച്ചാൽ നമ്മളെ ബാലൻസ്, ശരീരത്തിൻ്റെ ബാലൻസ് ഉണ്ടല്ലോ. മദ്യപിക്കുന്ന ആൾക്കാർക്ക് ഇങ്ങനെ ആടി നടക്കുന്ന കാണുന്നില്ല. എന്തുകൊണ്ടാണ്? അവരുടെ മദ്യം കഴിക്കുന്ന സമയത്ത് അത് ബാധിക്കുന്നത് സെറിബെല്ലത്തെയാണ്. അപ്പോൾ അതിൻ്റെ ഫലമായിട്ടാണ് അവർക്ക് ആ ബാലൻസ് നഷ്ടപ്പെടുന്നത്. അപ്പോൾ ശരീര തുലനനില പാലിക്കാൻ സഹായിക്കുന്ന അവയവം എന്ന് പറയുന്നത് ഏതാണ്? സെറിബെല്ലമാണ്. അതാണ് രണ്ടാമത്തെ ഭാഗം. മൂന്നാമത്തെ ഭാഗം ഏതാണ്? തലാമസ് ആണ്. ഇവിടെ പോൺസ് എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത് തെറ്റാണ്. ഈ ഭാഗം ഏതാണ്? ഈ ഭാഗം തലച്ചോറിലെ തലാമസ് എന്നറിയപ്പെടുന്ന ഭാഗമാണ്. ഏതാണ്? തലാമസ് ആണ്. അതായത് മസ്തിഷ്കത്തിൻ്റെ ഉള്ളിൽ ആന്തരഭാഗത്താണ് കാണപ്പെടുന്നത്. അതായത് സെറിബ്രത്തിലേക്കും തിരിച്ചുമുള്ള സന്ദേശങ്ങൾ, നമുക്ക് സെറിബ്രത്തിലേക്ക് ശരീരത്തിൽ നിന്ന് ഒരു സന്ദേശം തന്നാൽ അത് കൈമാറുന്നതും സെറിബ്രം പറയുന്ന കാര്യങ്ങൾ തിരിച്ച് അവയവങ്ങളിലേക്ക് എത്തിക്കുന്നതും ആരാണ്? ഈ പറയുന്ന തലാമസ് ആണ്. അതുകൊണ്ട് നമുക്ക് ശരീരത്തിൽ എന്തെങ്കിലും മുറിവൊക്കെ ഉണ്ടായാൽ നമുക്ക് വേദനയുടെ ഗുളിക തരും അല്ലേ? വേദന സംഹാരികൾ തരും. അപ്പോൾ ഈ വേദന സംഹാരികൾ ബാധിക്കുന്നത് അല്ലെങ്കിൽ എന്ത് ചെയ്യും? ഈ തലാമസിനെ മന്ദീഭവിപ്പിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൽ വേദനയുണ്ട് എന്നുള്ള നിർദ്ദേശം എങ്ങോട്ട്? തലച്ചോറിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്യുന്നത് തടസ്സം എന്ത് ചെയ്യുന്നു? അതിനെ ബ്ലോക്ക് ചെയ്തിട്ട് നമുക്ക് ആ വേദന അറിയാതിരിക്കാൻ സഹായിക്കും. അപ്പോൾ വേദന സംഹാരികൾ പ്രവർത്തിക്കുന്നത് എവിടെയാണ്? നമ്മുടെ തലാമസിലാണെന്നുള്ള കാര്യം എന്ത് ചെയ്യുക? ഓർത്തിരിക്കുക. അപ്പോൾ തലാമസിന് തൊട്ട് താഴെ കാണപ്പെടുന്നത് ഈ ഭാഗം ഉണ്ടല്ലോ, തലാമസിന് താഴെ. അപ്പോൾ അങ്ങനെ കണക്ട് ചെയ്ത് പഠിച്ചു നോക്കുക. ഏതാണ്? ഹൈപ്പോ തലാമസ് ആണ്. തലാമസിന് തൊട്ട് കാണപ്പെടുന്ന ഭാഗമാണ് ഇത്? ഹൈപ്പോ തലാമസ്. നമുക്ക് ശരീരത്തുണ്ടാകുന്ന അല്ലെങ്കിൽ നമ്മുടെ വിശപ്പ്, ദാഹം, അതുപോലെ തന്നെ എന്താണ്? ആന്തര സമസ്ഥിതിയൊക്കെ എന്ത് ചെയ്യുന്നു? നിലനിർത്താൻ സഹായിക്കുന്നത് ഹൈപ്പോ തലാമസ് ആണ്. ഇനി ഇവിടെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിൻ സ്റ്റെമ്മാണ്. ഇത്രയും ഭാഗത്തെ നമ്മൾ എന്ത് വിളിക്കും? ബ്രെയിൻ സ്റ്റെമ്മാണെന്ന് വിളിക്കും. ബ്രെയിൻ സ്റ്റെമ്മിന് പ്രധാനമായിട്ട് 3 ഭാഗം. ഈ ഒരു പിങ്ക് കളറിൽ കാണപ്പെടുന്ന ഭാഗം കണ്ടോ? ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മിഡ് ബ്രെയിൻ എന്ന് വിളിക്കും. മിഡ് ബ്രെയിൻ നമ്മുടെ കാഴ്ച, കേൾവി, അതുമായി ബന്ധപ്പെട്ട സന്ദേശങ്ങൾ വിലയിരുത്തുന്നത്, നമ്മുടെ കണ്ണുകൾ, പുരികങ്ങളൊക്കെ നമ്മൾ ചലിപ്പിക്കുന്നില്ലേ, ഇതൊക്കെ കൺട്രോൾ ചെയ്യുന്ന ആരാണ്? ഈ പറയുന്ന മിഡ് ബ്രെയിനാണ്. മിഡ് ബ്രെയിന് തൊട്ട് താഴെ കാണപ്പെടുന്ന ഇത് തെറ്റാണ്. ഹൈപ്പോ തലാമസ് അല്ല. ഇതാണെന്ത്? പോൺസ് എന്നറിയപ്പെടും. പോൺസ് എന്നാണ് അറിയപ്പെടുക. കണ്ണിനും നമ്മുടെ മുഖത്തുമുള്ള പേശികളുടെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന എന്താണ്? ഈ പറയുന്ന പോൺസ് എന്ന് പറയുന്ന ഭാഗമാണ്. പോൺസ് ആണ് നമ്മുടെ കണ്ണിലും മുഖത്തുമുള്ള പേശികളുടെ ചലനങ്ങളെയൊക്കെ നിയന്ത്രിക്കുന്ന പോൺസ് ആണ്. പിന്നെ ഈ താഴെ കാണുന്ന ആളാണ് ആര്? മെഡുല്ല ഒബ്ലാങ്കേറ്റ എന്ന് പറയുന്നത്. മെഡുല്ല ഒബ്ലാങ്കേറ്റ.
ഈ തല ഇടിച്ച് വീഴുന്ന സമയത്ത് നമ്മളോടൊക്കെ ചെറുപ്പത്തിലെയൊക്കെ പറയും തലയുടെ പുറകു ഭാഗം ശ്രദ്ധിക്കണം ഇടിക്കുക. അതായത് നമ്മുടെ എന്താണ് അനൈശ്ചിക ചലനങ്ങളുണ്ടല്ലോ, നമുക്കിപ്പോൾ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തല്ല, നമ്മുടെ ഹൃദയസ്പന്ദനം നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, ശ്വാസോച്ഛ്വാസം, നമ്മൾ ചുമയ്ക്കുന്നത് തുമ്മുന്നതൊക്കെ നമുക്ക് അൺകൺട്രോൾഡ് ആയിട്ട് നടക്കുന്നതാണ്. ഈ റിയാക്ഷനൊക്കെ കൺട്രോൾ ചെയ്യുന്ന ആളാണ് ഈ പറയുന്ന മെഡുല്ല ഒബ്ലാങ്കേറ്റ. വളരെ പെട്ടെന്ന് ക്ഷതമേക്കാം, തലയുടെ പുറകിലൊക്കെ അടിക്കുമ്പം ആൾക്കാർ പെട്ടെന്ന് മരണപ്പെടുന്ന ഈ പറയുന്ന ഹൃദയസ്പന്ദനത്തെയൊക്കെ കൺട്രോൾ ചെയ്യുന്ന മെഡുല്ല ഒബ്ലാങ്കേറ്റയ്ക്ക് തകരാറുണ്ടാകുമ്പോഴാണ്. വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു ഭാഗമാണ് നമ്മുടെ തലയുടെ പുറം ഭാഗം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ കാണപ്പെടുന്നതാണ് ഇത് മെഡുല്ല. അപ്പോൾ ഇത്രയും ഭാഗം സെറിബ്രത്തിന് താഴെ സെറിബെല്ലം, പിന്നെ തലാമസ്, ഹൈപ്പോ തലാമസ്, പിന്നെ ബ്രെയിൻ സ്റ്റെമ്മിൻ്റെ ഭാഗമായിട്ടുള്ള മിഡ് ബ്രെയിന്, അതുപോലെ തന്നെ പോൺസ്, മെഡുല്ല. ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് ഭാഗങ്ങൾ അടയാളപ്പെടുത്താനും അതിൻ്റെ ധർമ്മങ്ങളും. ഇതിൻ്റെ കൂടെ നിങ്ങൾ പേജ് നമ്പർ 59 കൊടുത്തിരിക്കുന്ന സുഷുമ്ന എന്ന് പറയുന്നത്, സുഷുമ്നയുടെ ഭാഗങ്ങളും അതിൻ്റെ ധർമ്മങ്ങളും ഉണ്ടല്ലോ, ആ ഭാഗം കൂടി എന്ത് ചെയ്യണം, അവിടെ പഠിച്ചു വെക്കണം. ഇതിൻ്റെ കൂടെ തന്നെ എന്ത് ചെയ്യണം, ആ ഒരു കാര്യം കൂടി അവിടെ നോട്ട് ചെയ്ത് വെക്കണം. ഓക്കെ, ഫസ്റ്റ് നോക്കിയേ, ഈ ചിത്രം നോക്കിയേ, പേജ് നമ്പർ 61 കൊടുത്തിരിക്കുന്ന ഒരു ചിത്രമാണിത്. സെയിം അതേ ചിത്രം കോപ്പി ചെയ്തിരിക്കുന്നതാണ് ചോദ്യം. ഈ ചിത്രം മൊത്തത്തിൽ എന്തിനെ സൂചിപ്പിക്കുന്നതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഈ തന്നിരിക്കുന്ന എൻറ്റയർ ചിത്രം എന്തിനെ സൂചിപ്പിക്കുന്നു, പിന്നെ XYZ എന്ന് പറയുന്നത് എന്താണ്, ഓരോന്നിൻ്റെയും ധർമ്മം എന്താണെന്നൊക്കെയാണുള്ള ക്വസ്റ്റ്യൻ. നമ്മൾ ഓരോ ക്വസ്റ്റ്യനായിട്ട് വായിക്കുന്നില്ല, മൊത്തത്തിലൊന്ന് പറയാം. എന്താണ് ഈ ചിത്രം കൊടുത്തിരിക്കുന്നത്, ഇത് എന്തിൻ്റെ ചിത്രമാണ്, സിനാപ്സിൻ്റെ ഘടനയാണ് അല്ലേ, സിനാപ്സിൻ്റെ ഘടനയാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഒരു ന്യൂറോണിൽ നിന്നും മറ്റൊരു ന്യൂറോണിലേക്ക് ഇൻഫർമേഷൻ കൈമാറുന്ന ആ ഭാഗത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, സിനാപ്സ് എന്ന് വിളിക്കുക. ആ സിനാപ്സിൻ്റെ ചിത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ എക്സ് എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്ന ഭാഗം ഏതാണ്, സിനാപ്റ്റിക് നോബാണ്. എന്താണ്, സിനാപ്റ്റിക് നോബാണ്. സിനാപ്റ്റിക് നോബിൻ്റെ ചിത്രമാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഇവിടെ കൊടുത്തിരിക്കുന്നത് സിനാപ്റ്റിക് നോബിൻ്റെ ചിത്രമാണ്. ഈ വൈ എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്ന ഭാഗം എന്താണ്, സിനാപ്റ്റിക് ക്ലഫ്റ്റ് എന്ന് പറയും. എന്താണ്, സിനാപ്റ്റിക് ക്ലഫ്റ്റ് ആണ്. സിനാപ്റ്റിക് ക്ലഫ്റ്റ് അല്ലെങ്കിൽ സിനാപ്റ്റിക് വിടവ്, മലയാളത്തിലാണെങ്കിൽ സിനാപ്റ്റിക് വിടവ് എന്ന് പറയുന്ന ഭാഗമാണ് ഈ വൈ. ഈ സെഡ് എന്ന് പറയുന്നത് എന്താണ്, പോസ്റ്റ് സിനാപ്റ്റിക് സ്തരമാണ്. പോസ്റ്റ് സിനാപ്റ്റിക് സ്തരം അല്ലെങ്കിൽ പോസ്റ്റ് സിനാപ്റ്റിക് മെംബ്രെയിൻ എന്ന് പറയാം. പോസ്റ്റ് സിനാപ്റ്റിക് സ്തരം അല്ലെങ്കിൽ പോസ്റ്റ് സിനാപ്റ്റിക് മെംബ്രെയിൻ എന്ന് പറയാം. അപ്പോൾ ഇതാണ് മൊത്തത്തിൽ കൊടുത്തിരിക്കുന്ന സ്ട്രക്ചർ. എന്തിനാണെന്ന് വെച്ചാൽ സിനാപ്സിൻ്റെ ഘടനയാണ് തന്നിരിക്കുന്നത്. ഫസ്റ്റ് കൊടുത്തിരിക്കുന്ന സിനാപ്റ്റിക് നോബ്, രണ്ടാമത്തത് സിനാപ്റ്റിക് ക്ലഫ്റ്റ് അഥവാ സിനാപ്റ്റിക് വിടവ്, 3 പോസ്റ്റ് സിനാപ്റ്റിക് സ്തരം. ഇത് മൂന്നിൻ്റെയും ചിത്രമാണ് കൊടുത്തിരിക്കുന്നത്. ഈ സിനാപ്റ്റിക് നോബിൽ എന്താ ഉള്ളത്, ന്യൂറോ ട്രാൻസ്മിറ്ററാണ് എന്ത് സെക്രീറ്റ് ചെയ്യുന്നത്, അസറ്റൈൻ ഗോളി പോലുള്ള ദ്രവം സെക്രീറ്റ് ചെയ്യുന്നത്. അപ്പം ന്യൂറോ ട്രാൻസ്മിറ്ററുകൾ നിറഞ്ഞ വെസിക്കിളുകളുള്ള ആക്സോണൈറ്റിൻ്റെ അഗ്രഭാഗമാണ് എന്ത് ശരിക്കും സിനാപ്റ്റിക് നോബ് എന്ന് പറയുന്നത്. ആക്സോണൈറ്റ് നമ്മൾ പഠിക്കുന്നതാണ്. അതിൻ്റെ അറ്റത്ത് കാണപ്പെടുന്ന ഭാഗമാണ് ഇത് ഈ പറയുന്ന സിനാപ്റ്റിക് നോബ് എന്ന് പറയുന്നത്. ഈ സിനാപ്റ്റിക് ക്ലഫ്റ്റ് അല്ലെങ്കിൽ സിനാപ്റ്റിക് വിടവ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ന്യൂറോണിനും മറ്റൊരു ന്യൂറോണിനും ഇടയിലുള്ള ചെറിയ വിടവ്, ആ ന്യൂറോണുകൾക്കിടയിലുള്ള ചെറിയ വിടവിനെയാണ് എന്ത് വിളിക്കുക, സിനാപ്റ്റിക് ക്ലഫ്റ്റ് എന്ന് വിളിക്കുക. ഇനി എന്താ പോസ്റ്റ് സിനാപ്റ്റിക് സ്തരം എന്ന് പറഞ്ഞാൽ, പോസ്റ്റ് സിനാപ്റ്റിക് സ്തരം ന്യൂറോ ട്രാൻസ്മിറ്ററുകളെ സ്വീകരിക്കുന്നത്. അത് ആരാ, നമ്മൾ പറഞ്ഞു, ന്യൂറോ ട്രാൻസ്മിറ്ററുകൾ സെക്രീറ്റ് ചെയ്യുന്ന അസറ്റൈൻ കോളിൻ, അതിനെ റിസീവ് ചെയ്യുന്ന ആരാണെന്നാണ് പറഞ്ഞത്. മുമ്പത്തെ ചിത്രം ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ പറഞ്ഞാണ് ആരാ, ഡെൻഡ്രൈറ്റ് ആണ് അല്ലേ. ആ ഡെൻഡ്രൈറ്റിൻ്റെ അഗ്രഭാഗത്താണ് ഇത് കാണപ്പെടുന്നത്, പോസ്റ്റ് സിനാപ്റ്റിക് സ്തരം കാണപ്പെടുന്നത് അല്ലെങ്കിൽ പോസ്റ്റ് സിനാപ്റ്റിക് മെംബ്രെയിൻ കാണപ്പെടുന്നത്. കൃത്യമായിട്ട് പഠിക്കണം. സിനാപ്റ്റിക് നോബ് എവിടെ കാണപ്പെടുന്നു, ആക്സോണൈറ്റിൻ്റെ അഗ്രഭാഗത്താണ് കാണപ്പെടുന്നത്. ന്യൂറോണുകൾക്കിടയിലുള്ള ഗ്യാപ്പാണ് സിനാപ്റ്റിക് ക്ലഫ്റ്റ് അല്ലെങ്കിൽ സിനാപ്റ്റിക് വിടവ് എന്ന് പറയും. ഇനി പോസ്റ്റ് സിനാപ്റ്റിക് സ്തരം, ഈ പറയുന്ന സിനാപ്റ്റിക് നോബ് സെക്രീറ്റ് ചെയ്യുന്ന അസറ്റൈൻ ഗോളി പോലുള്ള മെംബ്രെയിൻ അല്ലെങ്കിൽ ന്യൂറോ ട്രാൻസ്മിറ്ററിനെ സ്വീകരിക്കുന്ന ആളാണ് ആര്, ന്യൂറോ ട്രാൻസ്മിറ്ററിനെ സ്വീകരിക്കുന്ന റിസപ്റ്ററാണ് ഈ കൊടുത്തിരിക്കുന്ന പോസ്റ്റ് സിനാപ്റ്റിക് സ്തരത്തിലുള്ളത്. ഈ പോസ്റ്റ് സിനാപ്റ്റിക് സ്തരം എവിടെ കാണപ്പെടും, ഡെൻഡ്രൈറ്റിൻ്റെ അഗ്രഭാഗത്താണ് എന്ത് ചെയ്യുന്നത്, കാണപ്പെടുന്നത്. അപ്പോൾ അത്രയും കാര്യങ്ങൾ, ഓരോ ഭാഗവും അതിലെന്ത് കാണപ്പെടുന്നു എന്നുള്ളത് ശ്രദ്ധിക്കുക. ഇനി ചോദ്യം എന്താണ്, അടുത്തൊരു ചോദ്യം കൊടുത്തിരിക്കുന്നത്, ചിത്രീകരണത്തിൽ സൂചിപ്പിച്ചിരിക്കുന്ന ഭാഗത്തിൻ്റെ ധർമ്മം. ഭാഗം എന്ന് പറയുന്നത് മൊത്തത്തിൽ ഇതെന്താ, സിനാപ്സിൻ്റെ ഘടനയാണ്. സിനാപ്സിൻ്റെ ധർമ്മം എന്താ, ഒരു ന്യൂറോണിൽ നിന്ന് മറ്റൊരു ന്യൂറോണിലേക്ക് ഒരേ ഡയറക്ഷനിൽ മാത്രം എന്ത് ചെയ്യുന്നു, ആവേഗങ്ങളെ കടത്തിവിടുകയാണ്. അതായത് സെയിം ഡയറക്ഷനിൽ ആവേഗങ്ങളെ കടത്തിവിടുന്നതാണ് സിനാപ്സ്. അതുപോലെ ആവേഗങ്ങളെ കടത്തിവിടുമ്പോൾ അവയുടെ വേഗത വർദ്ധിപ്പിക്കുന്നതിനും എന്ത് ഹെൽപ്പ് ചെയ്യുന്നു, ഈ പറയുന്ന സിനാപ്സ് എന്ത് ചെയ്യുന്നുണ്ട്, ഹെൽപ്പ് ചെയ്യുന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. ചിത്രം പഠിക്കുക, ചിത്രത്തിലെ ഓരോ ഭാഗങ്ങളുടെ ധർമ്മവും എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക.
നമ്മളിനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇത് ഓൾറെഡി നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്. നോക്കിയേ, ഈ ചിത്രം ഏതിൻ്റെയാ? നമ്മുടെ റിഫ്ലക്സ് ആർക്കുമായി ബന്ധപ്പെട്ട ചിത്രമാണ് ഈ കൊടുത്തിരിക്കുന്നത് അല്ലേ. നെയിം ദ പ്രോസസ് ഇല്ലുസ്ട്രേറ്റഡ് ഇൻ ദിസ് ഡയഗ്രാം ആൻഡ് നെയിം ഇറ്റ്സ് പാത്വേ ആണ്. അതായത് ഈ ചിത്രത്തിൽ കൊടുത്തിരിക്കുന്ന ഡയഗ്രാം എന്തിനെ സൂചിപ്പിക്കുന്നതാണ്? റിഫ്ലക്സ് ആർക്കിനെ സൂചിപ്പിക്കുന്നതാണ്. എന്തിനെയാണ്? റിഫ്ലക്സ് ആർക്കിനെ സൂചിപ്പിക്കുന്ന ചിത്രമാണ് കൊടുത്തിരിക്കുന്നത്. എന്താണ്? റിഫ്ലക്സ് ആർക്കിനെ സൂചിപ്പിക്കുന്നു, അല്ലെങ്കിൽ എന്താണ്? റിഫ്ലക്സ് ആർക്കിനെ സൂചിപ്പിക്കുന്ന ചിത്രമാണ്. ഇംഗ്ലീഷിലും മലയാളത്തിലും സെയിം പേര് തന്നെയാണ്, റിഫ്ലക്സ് ആർക്ക്. അതായത് എന്താണ്? സുഷുമ്നയിൽ നിന്നും മസ്തിഷ്കത്തിൽ നിന്നും റിഫ്ലക്സ് പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടാകുന്ന കാര്യം നമുക്കറിയാം. റിഫ്ലക്സ് പ്രവർത്തനങ്ങളിൽ ആവേഗങ്ങൾ അഥവാ ഇമ്പൾസുകൾ സഞ്ചരിക്കുന്ന പാതയാണ് ഈ സൂചിപ്പിക്കുന്നത്. റിഫ്ലക്സ് ആർക്കാണ് ഈ സൂചിപ്പിച്ചിരിക്കുന്നത്. റൈറ്റ് PQRS ഓരോന്നും എന്താണ്? അതായത് ഫസ്റ്റ് എന്താണ്? നമ്മൾ ചൂടെന്ന് പറയുന്നത്, ചൂടിനെ മനസ്സിലാക്കാൻ സഹായിക്കുന്ന റിസപ്റ്ററുകൾ, മലയാളത്തിൽ അതിനെ എന്ത് പറയും? ഗ്രാഹികളുണ്ട് അല്ലേ. ആ ഗ്രാഹികളിൽ നിന്നും ഫസ്റ്റ് ഇൻഫർമേഷൻ എങ്ങോട്ടേക്കാണ് പോകുന്നത്? സെൻസറി ന്യൂറോണിലേക്കാണ്. ഏതിലേക്കാണ്? സെൻസറി ന്യൂറോൺ അഥവാ സംവേദ ന്യൂറോൺ എന്ന് പറയും മലയാളത്തിൽ. സെൻസറി ന്യൂറോൺ അഥവാ സംവേദ ന്യൂറോൺ എന്ന് പറയും. സംവേദ ന്യൂറോണിൽ നിന്നും എങ്ങോട്ടേക്ക് പോകും? ഇൻ്റർ ന്യൂറോൺ. മലയാളത്തിലും ഇംഗ്ലീഷിലും സെയിം തന്നെയാണ്. അപ്പോൾ ഗ്രാഹികൾ അല്ലെങ്കിൽ റിസപ്റ്ററിൽ നിന്നും ഇൻഫർമേഷൻ സെൻസറി ന്യൂറോൺ അല്ലെങ്കിൽ സംവേദ ന്യൂറോണിലേക്ക് പോകും. അതിൽ നിന്നും എന്ത് ചെയ്യുന്നു? ഇൻ്റർ ന്യൂറോണിലേക്ക് പോകും. ഈ ഇൻ്റർ ന്യൂറോൺ ഇൻഫർമേഷൻ എങ്ങോട്ടേക്ക് കൈമാറും? മോട്ടോർ ന്യൂറോൺ മലയാളത്തിൽ എന്ത് പറയും? പ്രേരക ന്യൂറോൺ എന്ന് പറയും. പ്രേരക ന്യൂറോണിലേക്ക് കൈമാറും. ഈ പ്രേരക ന്യൂറോണാണ് നിർദ്ദേശം കൊടുക്കുന്നത്? മസിലുകൾ അല്ലെങ്കിൽ പേശികളിലേക്ക് നിർദ്ദേശം. ഇപ്പോൾ കൈയാണ് പിൻവലിക്കേണ്ടതെങ്കിൽ കൈകളിലെ പേശികളിലേക്ക് എന്ത് ചെയ്യും? ആ ഇൻഫർമേഷൻ പാസ് ചെയ്യും. അതിൻ്റെ ഫലമായിട്ട് എന്ത് ചെയ്യും? നമ്മൾ കൈ പിൻവലിക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഈ റിഫ്ലക്സ് പ്രവർത്തനമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ റിഫ്ലക്സ് പ്രവർത്തനം എങ്ങനെയാണ്? ഉദ്ദീപനങ്ങൾക്കനുസരിച്ച് ആകസ്മികമായും അനൈച്ഛികമായും, എന്ന് വെച്ചാൽ എന്താ? ഇൻവോളണ്ടറി ആയിട്ടാണ്, അതുപോലെ ഇമ്മീഡിയറ്റ് ആയിട്ട് നടക്കുന്ന പ്രവർത്തനങ്ങളെയാണ് നമ്മൾ റിഫ്ലക്സ് പ്രവർത്തനം അല്ലെങ്കിൽ റിഫ്ലക്സ് ആക്ഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ ഫ്ലോ ചാർട്ട് പഠിച്ചു വെക്കണം. ഫസ്റ്റ് റിസപ്റ്റർ അഥവാ ഗ്രാഹികൾ, ദെൻ സെൻസറി ന്യൂറോൺ അഥവാ സംവേദന ന്യൂറോൺ, ദെൻ ഇൻ്റർ ന്യൂറോൺ, അവിടെ നിന്നും പ്രേരക ന്യൂറോൺ അല്ലെങ്കിൽ മോട്ടോർ ന്യൂറോൺ, അവിടെ നിന്നും ഏത് ഭാഗത്താണോ നമുക്ക് ചലനം ഉണ്ടാക്കേണ്ടത്, പ്രവർത്തനം ഉണ്ടാക്കേണ്ടത് അല്ലെങ്കിൽ പ്രതികരണം ഉണ്ടാക്കേണ്ടത്, അവിടുത്തെ പേശിയിലേക്ക് എന്ത് ചെയ്യുന്നു? ഇൻഫർമേഷൻ കൈമാറുന്നു. അതാണ് അതിൻ്റെ ഘട്ടം എന്ന് പറയുന്നത്. ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താ? അടിയന്തര സാഹചര്യങ്ങളിൽ അഥവാ ഇമ്മീഡിയറ്റ് സിറ്റുവേഷനിൽ നമ്മുടെ ബോഡി റിയാക്ട് ചെയ്യണം എന്താണ്? ഈ ഒരു ഓർഡർ അനുസരിച്ചാണ്. ഇതിൽ ഏതെങ്കിലും ഒരു ന്യൂറോൺ തകരാറിലായി കഴിഞ്ഞാൽ ഇൻഫർമേഷൻ വരാതെ വരികയും നമ്മൾക്ക് എന്ത് ചെയ്യും? കൈകൾക്ക് പൊള്ളലേക്കാനോ അല്ലെങ്കിൽ അപകടത്തിലുണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്നുള്ള കാര്യം എന്ത് ചെയ്യുക? മനസ്സിലാക്കി വെക്കുക. അപ്പോൾ നമ്മൾ കുറേ പോർഷൻസ് ഈ ചാപ്റ്ററിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആ കാര്യങ്ങൾ കൂടുതൽ ഇമ്പോർട്ടൻസോട് കൂടി പഠിക്കുക. ബാക്കി നിങ്ങൾ എന്ത് ചെയ്യുക? നോട്ടുകൾ സ്കൂളുകളിൽ എടുത്ത പോർഷൻസ് എന്ത് ചെയ്യുക? കൃത്യമായിട്ട് വായിച്ച് പഠിച്ചിട്ട് വേണം എക്സാമിന് പോകാൻ. ബയോളജിയാണ് എക്സാം. ചിത്രം തന്നിട്ട് എക്സാമിന് മിക്കപ്പോഴും ക്വസ്റ്റ്യൻ ഉണ്ടാകാറുണ്ട്. ഓരോ ചിത്രവും ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ ചിത്രവും ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്താൽ, അതുകൊണ്ട് ടെക്സ്റ്റ് ബുക്ക് മാക്സിമം എന്ത് ചെയ്യുക? ടെക്സ്റ്റ് ബുക്ക് മാത്രം എടുത്തു വെച്ച് വായിക്കുക. നോട്ട് ബുക്ക് വായിക്കാതെ ടെക്സ്റ്റ് ബുക്ക് വായിക്കുക. നോട്ടിൽ നമ്മൾ അഡീഷണൽ ആയിട്ട് ടെക്സ്റ്റ് ബുക്കിൽ ഇല്ലാത്ത കാര്യങ്ങൾ, ചിലപ്പോൾ ടേബിളുകളൊക്കെ നോട്ടിലേക്ക് കൊടുത്തിട്ട് അത് മാത്രം നോട്ടിൽ വായിക്കുക. ബാക്കി ടെക്സ്റ്റ് ബുക്ക് തുറന്നും ചിത്രം എന്ത് ചെയ്യുക? നിങ്ങൾ വരച്ച ചിത്രം നോക്കാതെ ടെക്സ്റ്റ് ബുക്കിലെ ചിത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് എന്ത് ചെയ്യുക? പഠിക്കുക. ഓക്കെ. അപ്പോൾ നമ്മൾ ബാക്കി ചാപ്റ്ററിലെ ഡിസ്കഷനുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.